ഹലോ, ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ടായിരുന്നു എക്സാമൊക്കെ? എല്ലാവരും ഭംഗിയായിട്ട് എക്സാം എഴുതിയോ? ഏതായാലും ഈ വർഷത്തെ ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. ചില മിസ്റ്റേക്സുകളൊക്കെ പറ്റിയിട്ടുണ്ടാവാം. ടൈം മാനേജ്മെൻറ്റിൽ ചില ഇഷ്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ സാധാരണ രീതിയിൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ ബാധിച്ചിട്ടുണ്ടാവും. അവസാനം എഴുതാം എന്ന് കരുതിയ പല ക്വസ്റ്റ്യൻസും ഒരുപക്ഷെ എഴുതാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങളിലൊന്നും നിങ്ങൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ഇരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ എക്സാമിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അടുത്ത എക്സാമിൽ നിങ്ങൾ കറക്റ്റായിട്ട് അതൊക്കെ റെക്ടിഫൈ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് അടുത്ത എക്സാം എഴുതാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, എനിക്കൊരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, ഹൗ വാസ് യുവർ ഫിസിക്സ് എക്സാം? ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ പ്ലീസ്. ഫിസിക്സിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫീഡ്ബാക്ക് ഒന്ന് കിട്ടട്ടെ. ഓക്കെ, ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് കറക്റ്റായിട്ട് പെട്ടെന്ന് ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് കേട്ടോ, പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് 50 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കുള്ളത്. ആ 50 ക്വസ്റ്റ്യൻസും വളരെ പെട്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീരുമ്പോൾ വളരെ പെട്ടെന്ന് ഫിസിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വിൽ ബി റണ്ണിങ് എ ലിറ്റിൽ ബിറ്റ് ഫാസ്റ്റ്. ഫിസിക്സ് ഈസിയാണ് എന്നുള്ള കമൻറ്റ് വരുന്നുണ്ട്. വെരി ഹാപ്പി ടു സീ ദാറ്റ്. ഹാർഡാണ്, മീഡിയം, എല്ലാ അഭിപ്രായങ്ങളും ഉണ്ട്. തീർച്ചയായിട്ടും വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായമായിരിക്കും. അത് ഫിസിക്സ് വളരെ ഈസിയാണ് എന്ന് ഒരു കുട്ടി ടൈപ്പ് ചെയ്ത് കണ്ടിട്ട് ടഫായ ഒരു കുട്ടി ടെൻസ്ഡ് ആവണ്ട കേട്ടോ. നിനക്ക് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ഈ കുട്ടിക്ക് ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഡസൻ മാറ്റർ. ഓക്കെ, ഐ ക്യാൻ സീ യു. ഫൈൻ. ഓക്കെ. നൗ ലെറ്റ് സ്റ്റാർട്ട്. യെസ്, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിസ്പൈറ്റ് ബീങ് എ മച്ച് വീക്കർ ഫോഴ്സ് ക്യാൻ ബി എ ഡോമിനേറ്റിംഗ് ആൻഡ് മോർ പെർവേസീവ് ഫോഴ്സ് ഇൻ നേച്ചർ. അല്ലേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വളരെ വീക്ക് ഫോഴ്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷേ നേച്ചറിൽ വളരെ അധികം ഡോമിനേറ്റ് ചെയ്യുന്നൊരു ഫോഴ്സ് ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആണ്, ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, റീസൺ പറഞ്ഞു നോക്കൂ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഹാസ് ഓൺലി വൺ സൈൻ. എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും എന്താണ്? അട്രാക്റ്റീവ് ആണ്. നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ്. പക്ഷേ കൂളൂംബ് ഫോഴ്സ് ക്യാൻ ബി ബോത്ത് സൈൻസ്. അട്രാക്റ്റീവ് ഉണ്ട്, റിപ്പൾസീവ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? നേച്ചറിൽ കൂളൂംബിക് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, കൂളൂംബിക് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്യാൻസലേഷൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ക്യാൻസലേഷൻ കഴിഞ്ഞിട്ടുള്ള ഫോഴ്സ് അല്ലേ ഡോമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈവൺ ദോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് മച്ച് വീക്കർ ദാൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, എന്നിട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡോമിനേറ്റിംഗ് ആവാനുള്ള റീസൺ അതാണ്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വൺ സൈൻ ആണ്, കൂളൂംബ് ഫോഴ്സ് ബോത്ത് സൈൻ ആണ്, അലോയിങ് ദ പോസിബിലിറ്റി ഓഫ് ക്യാൻസലേഷൻ ഓഫ് ഇലക്ട്രിക് ഫോഴ്സസ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ്സ് ടു പോണ്ടറിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സിലെ പോയിന്റ്സ് ടു പോണ്ടറിലുള്ള ഒരു പോയിന്റ് ആണത്. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ? ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദ അസേർഷൻ. ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. ഓക്കെ, ഞാനത് കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. പല വേർഷനിൽ 4 ഡിഫറെൻറ്റ് വേർഷൻ കോഡിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നിലും പെടാത്ത, അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡർ ഡിഫറെൻ്റ് ആയിരിക്കും. പലർക്കും ഇത് A1 വേർഷനാണ് തോന്നും, കുറച്ച് കഴിഞ്ഞാൽ A1 അല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും, കാരണം നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുള്ള അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് സംസാരിക്കുന്നത് ശരിയല്ല. കാരണം ഓരോ കുട്ടീൻ്റെ കയ്യിലും ഡിഫറെൻറ്റ് വേർഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യനും എവിടെ ഉണ്ടാവും? നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ലെറ്റ് മീ പ്രൊസീഡ് ഫർദർ. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 2 point charges QA 4 microcoulomb അതുപോലെ -4 microcoulomb located at 20 cm apart in vacuum. ഇനിയോ എ നെഗറ്റീവ് ടെസ്റ്റ് ചാർജ്, നെഗറ്റീവ് മറക്കരുത്, നെഗറ്റീവ് ടെസ്റ്റ് ചാർജ് മാഗ്നിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലൈൻ ജോയിനിങ് ദ 2 ചാർജസ്. ദെൻ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ടെസ്റ്റ് ചാർജ് ഈസ്. നോക്കൂ, ഇവിടെ നമ്മളോട് പറഞ്ഞ എക്സാക്ട്ലി സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ കാണാൻ പറ്റും. സിമിലർ ക്വസ്റ്റ്യൻ, നോട്ട് എക്സാക്ട്ലി ദ സെയിം ക്വസ്റ്റ്യൻ, ബട്ട് എ സിമിലർ ക്വസ്റ്റ്യൻ യു ക്യാൻ സീ ദർ.
നോക്കൂ, ഇവിടെ എയിൽ വെച്ചിട്ടുള്ള ചാർജ് 4 മൈക്രോ കൂളംബാണ്. ബിയിലുള്ള ചാർജോ അത് -4 മൈക്രോ കൂളം. അവർക്കിടയിലുള്ള ടോട്ടൽ സെപ്പറേഷൻ അത് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ. നോക്കൂ, അതിൻ്റെ മിഡ് പോയിന്റിൽ മറ്റൊരു ചാർജ് വെച്ചിട്ട് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. യു നോ ദാറ്റ് F is equal to Q vector E. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുള്ള പോയിന്റിൽ ക്യൂ ചാർജ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണത്. ആൻഡ് ബിഫോർ ദാറ്റ് നിങ്ങൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഫൈൻഡ് ചെയ്യണം. നോക്കൂ, ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക്, കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയിലേക്ക് ഇയാളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇയാളും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവയുടെ കോൺട്രിബ്യൂഷൻ്റെ ഡയറക്ഷൻ നോക്കൽ എങ്ങനെ? ഇവിടെ നിങ്ങൾ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ 4 മൈക്രോ കുളവും അതിനങ്ങോട്ട് റിപ്പൽ ചെയ്യും. ദാറ്റ് ഈസ് E1. -4 മൈക്രോ കുളം എന്താ ചെയ്യുക? ഇവിടെ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇൻ ഇഫക്റ്റ് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും ഒരേ ഡിറക്ഷനിലേക്കാണ്. അതുകൊണ്ട് നോക്കൂ, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻഡിവിജ്വൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീസിന്റെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്താൽ മതി. ബിക്കോസ് ബോത്ത് ആർ ഡിറക്റ്റഡ് അലോങ് ദ സെയിം ഡിറക്ഷൻ. നൗ യു നോ ദാറ്റ് ഹൗ മച്ച് ഇറ്റ് ഈസ് 1/4πε0. ദാറ്റ് ഈസ് 9 × 10⁻⁹. റെഡി അല്ലേ? ചാർജ് എത്രയാണ്? ഒന്നാമത്തെ ആള് 4 മൈക്രോ 10⁻⁻⁶ നോക്കൂ, R എത്ര? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. മൊത്തം 20 ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ്. അതെത്ര? 10 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 10 × 10⁻²² 10 × 10⁻². റെഡി ആണല്ലോ? ഓക്കെ. ഇൻറ്റു 2 എന്താ കാരണം? ഇതും 4 മൈക്രോ കുളമ്പാണ്, ഈ ഡിസ്റ്റൻസും 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇയാളുടെ ഇവിടുത്തെ കോൺട്രിബ്യൂഷൻ എത്രയാണോ അതേ കോൺട്രിബ്യൂഷൻ തന്നെയാണ് ഇയാളുടെ ഉണ്ടാവുക. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടും. നോക്കൂ, 9 × 4. അപ്പം നോക്കൂ, 9 × 4 എത്ര കിട്ടി? 36. അപ്പോൾ 72 × 10⁻³ മുകളിലുണ്ട്, ഡിവൈഡഡ് ബൈ ഇത് 10 × 10⁻². അപ്പോൾ എത്രയായി? 10⁻², ദാറ്റ് ഈസ് 10² × 10⁻⁻⁴. ശരിയല്ലേ? അപ്പം ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്തു. അപ്പം -1 ബാക്കിയുണ്ട്, അത് ഇവിടെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഒരു 10 ഇവിടെ ബാക്കി വന്നു. റെഡിയല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? എവിടെ നമുക്ക് മിസ്സായോ? 10⁻⁹ 10⁻⁻⁶ മൈക്രോ കുളമ്പല്ലേ? ഓക്കെ, റെഡി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 72 × 10⁻². ഹൗ മച്ച് ഇറ്റ് ഈസ്? 10² then 10⁻⁻⁴. ഓക്കെ. അപ്പോൾ 72 × 10⁻². എവിടെയെങ്കിലും നമുക്ക് മിസ്സിങ് സംഭവിച്ചിട്ടുണ്ടോ? ഓക്കെ. 1/4πε0 4 × 10⁻⁻⁶ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 10 സെൻറ്റിമീറ്റർ (² × 2. കറക്റ്റ് ആണ്. അപ്പോൾ 36 × 2 ദാറ്റ് ഈസ് 72. നൗ 72 10⁻⁹ ഓക്കെ. ഹിയർ ഈസ് ദ മിസ്റ്റേക്ക്. യെസ്, നോക്കൂ, ഇവിടെ മൈനസ് ആണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇറ്റ് ഈസ് നോട്ട് മൈനസ് ആസ് യു നോ. This is not minus. Okay, ready. This is 10⁻³ 10⁻³. Okay. Let me correct it. അപ്പോൾ 10⁻³ ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് 10² × 10⁻⁻⁴ ഇൻറ്റു ഓക്കെ ദാറ്റ് അതെത്രയായി? 72 ഇൻറ്റു അപ്പോൾ 10⁻72 ഇൻറ്റു 10⁻² എത്ര വന്നു? 10⁻² ഇതാ നോക്കൂ, ക്യാൻസൽ ചെയ്തു 1. അപ്പോൾ 10⁻5 നമുക്ക് കിട്ടും, ഇയാൾ മേലെ പോയി കഴിഞ്ഞാൽ. ഓക്കെ, റെഡി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 72 × 10⁵ ന്യൂട്ടൺ പെർ കുളമ്പ് കിട്ടി. ഇനി ഫോഴ്സ് നോക്കൂ, F is equal to മൈനസ്, ഈ നെഗറ്റീവ് നിങ്ങൾ മറന്നു പോകരുത്, -2 × 10⁻⁻⁹ ഇൻറ്റു 72 × 10⁵. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 72 144 × 10⁻⁻⁴ എന്ന് നിങ്ങൾക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.44 × 10⁻⁻² ന്യൂട്ടൺ. നോക്കൂ, നെഗറ്റീവിനെ മറക്കല്ലേ. ഓക്കെ, നോക്കൂ, ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാ? എയിൽ നിന്ന് ബിയിലേക്ക് അല്ലേ? ഈ ഡിറക്ഷൻ അല്ലേ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി? അപ്പോൾ ദിസ് ഈസ് നോക്കൂ, ദിസ് ഈസ് എലോങ് എ ബിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവുക? നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാവും അല്ലേ? നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? അയാൾ സൗത്തിലേക്കാവും. റെഡി അല്ലേ? അങ്ങനെ സൗത്തിലേക്ക് ആവുകയാണെങ്കിൽ അപ്പോൾ ഇനി എലോങ് എ ബി ഈ മൈനസോടെ ഉണ്ട്. മൈനസിന് ഒഴിവാക്കുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? 1.44 × 10⁻⁻² ന്യൂട്ടൺ എലോങ് ബി എ.
എന്ന് വെച്ചാൽ ബിയിൽ നിന്ന് എയിലേക്ക് എന്ന് വെച്ചാൽ ടുവേർഡ്സ് എ. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. കാരണം എന്താ, ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വാല്യൂസ് മാത്രമാണ് ഡിഫറൻറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ സിമിലർ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Figure shows the electric field lines for two charged particles separated by a small distance. അപ്പം നോക്കൂ, ഇവിടെ ഒരു Q1 ചാർജ് ഉണ്ട്, ഇവിടെ ഒരു Q2 ചാർജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും Q1 ആരാണ്, Q2 ആരാണ് എന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, Q1 എത്ര ഫീൽഡ് ലൈൻസ് ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ നോക്കൂ, ഇവിടെ 6 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. Q2 എത്ര ഉണ്ട് നോക്കൂ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഫീൽഡ് ലൈൻസ്. ഇവിടെ 18 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്. റെഡി? മാത്രമല്ല ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. Q2ൽ നിന്ന് ഫീൽഡ് ലൈൻസ് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ Q2 ആരാം? Q2 ഈസ് പോസിറ്റീവ്, ഡൗട്ടില്ല. Q1ലേക്ക് നോക്കൂ, ഫീൽഡ് ലൈൻസ് ഇൻറ്റു ആണ് വരുന്നത്. അപ്പോൾ Q1 ആരാണ്? Q1 നെഗറ്റീവ്. മനസ്സിലായല്ലോ? ഫീൽഡ് ലൈൻസിൻ്റെ നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നത്? ആ റിലേറ്റീവ് ഫീൽഡ് ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കുന്നു, ആണല്ലോ. ഓക്കെ, ഫീൽഡ് ലൈൻസ് അങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. അവിടെ റിലേറ്റീവ് നമ്പറാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇത് 6 ആണ്, ഇവിടെ 18 ആണ്. അപ്പോൾ നോക്കൂ, 6ൻ്റെ 3 ടൈംസ് അല്ലേ 18? ദാറ്റ് മീൻസ് വാട്ട് ഡസ് ഇറ്റ് മീൻ? ദാറ്റ് സിംപ്ലി മീൻസ് Q2ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു എന്താ? 3 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് Q1 എന്നാണ്. 3 ടൈംസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് Q1. അപ്പോൾ നോക്കൂ, മാഗ്നിറ്റ്യൂഡുകൾ ഇങ്ങനെ 3 ടൈംസിലുള്ള ആരാ നോക്കുക? അതിന് മുമ്പ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. Q1 നെഗറ്റീവാണ്, Q2 പോസിറ്റീവാണ്. Q1 നോക്കൂ, നെഗറ്റീവ് ഉള്ള ഓപ്ഷൻ നോക്കൂ, ഇവിടെ Q1 നെഗറ്റീവാണ്. ഓക്കെ, ഇവിടെയും Q1 നെഗറ്റീവാണ്. അപ്പോൾ തന്നെ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയി. ഇനി ഇതിൽ നോക്കിയാൽ മതി. ഇതിൽ Q1 Q2 ഈ ഒരു റേഷ്യോ 1:3 റേഷ്യോയിൽ നമുക്ക് കിട്ടുന്ന ആരാ? Q1 നോക്കി, ഇവിടെ 4, ഇവിടെ 12. ഓക്കെ, റെഡി അല്ലേ? 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 12 കിട്ടി. അപ്പോൾ ഓപ്ഷൻ സി ഓക്കെയാണ്. ഓപ്ഷൻ ഡി നോക്കാം. 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണോ 4 കിട്ടുക? അല്ല. Therefore the correct answer is option C. Option C is the right answer. Option C is the right answer. You got it? Okay. Next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. A conducting sphere of radius 10 cm. Conducting sphere radius 10 cm has an unknown charge. If the electric field 15 cm from the center of the sphere അത് തന്നിട്ടുണ്ട് and points radially inward. This is also very important. Radially inward. Then the net charge on the sphere. നോക്കൂ, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഒരു ചാർജ്ഡ് സ്ഫിയറിൽ നിന്ന് ഔട്ട്സൈഡിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാ നോക്കൂ, ഔട്ട്സൈഡിൽ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കാണുമ്പോൾ നമ്മൾ എന്താ പറയല്? നോക്കൂ, ഇതിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ്, ഇവിടെ Q ചാർജ് ഉണ്ട്. While calculating the electric field intensity at any point outside a charged spherical shell, it is assumed that the entire charge is concentrated at its center and behaves like a point charge. Ready? Therefore, electric field intensity is equal to 1/4πε0 Q divided by R square. ഓക്കെ, നോക്കൂ, ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 2 × 10⁻³ 9 × 10⁻⁹ Q ആണ് കണ്ടെത്തേണ്ടത്, ഡിവൈഡഡ് ബൈ ഈ R എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഗിവൺ ആസ് ദ 15 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 15 × 10⁻²² ദ ഹോൾ സ്ക്വയർ. ഇനി Q കണ്ടത്. റെഡി അല്ലേ? ഓക്കെ, therefore Q is equal to ഓൾറെഡി ഇവിടെ ആരുണ്ട്? 2 × 10⁻³ ഉണ്ട് ഇൻറ്റു 15 × 15 × 10⁻⁻4 ഹോൾ ഡിവൈഡഡ് ബൈ 9. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ 9. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നോക്കൂ, 9നെ നമുക്ക് എന്ത് ചെയ്താൽ 3 എഴുതാം. അപ്പോൾ 3 15ൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 5 കിട്ടി. അടുത്ത 3 ഇതിലും കട്ട് ചെയ്യുക, അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് 5 കിട്ടി. ക്ലിയർ അല്ലേ? Therefore ബാക്കി എത്ര ഉള്ളത്? 5 × 5 25, 25 × 2 50. അപ്പോൾ 50 × 10⁻⁻1 ശരിയല്ലേ? 50 × 10⁻⁻1 റെഡി ആണല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × ക്ലിയർ? ഓക്കെ, റെഡി 10⁻⁻4 -1. ഓക്കെ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി
2 into 10 raised to 3 നമുക്കിവിടെ നാനോ കൂളൂമ്പിലാണ് ആൻസേഴ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ 2 into 10 raised to 3 is all right. 1 by 4 pi epsilon 0 q divided by r 15 centimeter the whole square. 15 10 raised to minus 4. ഓക്കെ, ഇവിടെ 2 into 10 raised to 3 15 into 15 10 raised to ഓക്കെ, ഇവിടെ നമ്മൾ ഡിവൈഡഡ് ബൈ ഞാൻ 9 മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു 10 raised to 9 ഇവിടെ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ 10 raised to 9 കൂടെ മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്തായി? 10 raised to minus 10 ആയി. ക്ലിയർ ആണല്ലോ? 10 raised to minus 10. Now you will get that is 5 into 10 raised to minus 9 coulomb. What is it? That is 5 nano coulomb. 5 nano coulomb. Answer ആയിട്ടില്ല കേട്ടോ. വെയിറ്റ് ഇനിയും ക്വസ്റ്റ്യനിലേക്ക് നോക്കണം. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈ പോയിന്റ്സ് റേഡിയലി ഇൻവേർഡ്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പോയിന്റ്സ് റേഡിയലി ഇൻവേർഡ്. എന്താ റേഡിയലി ഇൻവേർഡ്? ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡിറക്ഷൻ അവിടുന്ന് ഇങ്ങോട്ടാണ്. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ ഒരു പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് വെച്ചാൽ ദാറ്റ് വിൽ ബി അട്രാക്റ്റഡ് അലോങ് ദിസ് ഡിറക്ഷൻ. വാട്ട് ഡസ് ഇറ്റ് മീൻ? ദ ചാർജ് ഓൺ ദ സ്ഫിയർ ഈസ് നെഗറ്റീവ്. അപ്പോൾ ലാസ്റ്റിൽ നിങ്ങൾ എന്ത് പറയണം? സിൻസ് ഇറ്റ് ഈസ് റേഡിയലി ഇൻവേർഡ്. Since it is radially inward, എന്താണ് പറയേണ്ടത്? Radially inward. Therefore, Q is equal to minus 5 nano coulomb is the right answer. Option D is correct. Okay. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An electrical technician requires a capacitance of 1.5 microfarad in a circuit across a potential difference of 1 kilovolt. ഓക്കെ, അപ്പോൾ ടെക്നീഷ്യൻ ആവശ്യമുള്ളത് എത്രയാണ്? ടെക്നീഷ്യൻ ആവശ്യമുള്ളത് 1.5 മൈക്രോഫാരഡ് ആണ്. എക്രോസ് 1000 വോൾട്ട്. 1 കിലോ വോൾട്ടിന് എക്രോസിലാണ് അത് വേണ്ടത്. A large number of 1 microfarad capacitors are available to him, each of which can withstand a potential difference not more than 275 volt. Minimum number of capacitors required ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നോക്കൂ, എക്സാക്ട്ലി സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിൽ കാണാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ 23rd ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ. 23rd അങ്ങാനാണ്. ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് തന്നത് ലാർജ് നമ്പർ ഓഫ് 1 മൈക്രോഫാരഡ് കപ്പാസിറ്റേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അതിന് പരമാവധി എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസേ താങ്ങാൻ കഴിയുള്ളൂ? 275. എന്ന് വെച്ചാൽ ഒരു 1 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഞാൻ എടുത്തിട്ട് അതിൻ്റെ എക്രോസിൽ 1000 വോൾട്ട് അപ്ലൈ ചെയ്താൽ, എന്ന് വെച്ചാൽ 1 കിലോ വോൾട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ആ കപ്പാസിറ്ററിന് പരമാവധി താങ്ങാൻ പറ്റുന്നത് 275 ആണ്. അപ്പോൾ അതിലേക്ക് 1000 കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ആ കപ്പാസിറ്റർ ഡാമേജ് ആവും. അപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ നമുക്ക് ഒരിക്കലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കപ്പാസിറ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. അതിനെന്ത് ചെയ്യണം? ഞാൻ നോക്കൂ, ഒരു കപ്പാസിറ്ററും കൂടെ ഇവിടെ സീരീസിൽ വെച്ചു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിങ്ങൾ 1000 കൊടുത്താൽ 500 ഇവിടെയും വരും, 500 ഇവിടെയും എത്തും. മനസ്സിലായോ? അപ്പോഴും സേഫ് ആയിണോ? ഇല്ല, കാരണം 275 മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ഒരു കപ്പാസിറ്ററും കൂടി വെച്ചു. ഇപ്പം എന്താ സംഭവിക്കുക? 1000 ഡിവൈഡഡ് ബൈ 3 ആണ് ഓരോരുത്തർക്കുള്ളത്. അത് എത്ര ഉണ്ടാവുക? അതും 333 സംതിങ് അല്ലേ വരിക. ഇപ്പോഴും സേഫ് ആയിണോ? ഇല്ല, ഒന്നുകൂടെ വെച്ചാൽ സേഫായി. കാരണം എന്താ? ഇപ്പോൾ ഒരു കപ്പാസിറ്ററിന് അക്രോസിൽ 250 വോൾട്ടേ വരുള്ളൂ. പരമാവധി എത്രേ പറ്റുള്ളൂ? 275. അപ്പോൾ അതിനേക്കാൾ കുറവാകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കപ്പാസിറ്ററിനെ സേഫ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. കപ്പാസിറ്റർ സേഫ് ആയിരിക്കണം. ദ കപ്പാസിറ്റർ ഷുഡ് ബി സേഫ്. ഇപ്പോൾ കപ്പാസിറ്റർ സേഫ് ആണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇതൊക്കെ എത്രയാണ്? 1 മൈക്രോഫാരഡ് 1 അപ്പോൾ ഒരു റോ ആയി. നമുക്ക് ഈ റോ സീരീസ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടുക? 1/4 മൈക്രോഫാരഡാണ്. ഇത് 1/4 മൈക്രോഫാരഡാണ്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് റോസ് ഉണ്ടാക്കണം. കണ്ടോ? അപ്പോൾ ഈ റോയിൽ എത്രയും, ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയും? ഇതും 1/4 മൈക്രോഫാരഡ്. ഇനി ഇവരൊക്കെ എങ്ങനെ പാരലൽ കോമ്പിനേഷനില്ല. അപ്പോൾ ഇനി എത്ര റോസ് വേണം എന്നാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായോ? ആകെ നമ്മുടെ റിക്വയർമെൻറ്റ് എത്ര? 1.5. അപ്പം ഞാൻ പറയുന്നു 1.5 മൈക്രോഫാരഡ് കിട്ടണമെങ്കിൽ 1/4 മൈക്രോഫാരഡ് ഇൻറ്റു n, വേർ n ഈസ് ദ നമ്പർ ഓഫ് റോസ്. ഒരു റോയിലുള്ള നെറ്റ് കപ്പാസിറ്റൻസ് ആണ് 1/4 മൈക്രോഫാരഡ്.
യെസ്. Therefore, നിങ്ങൾക്ക് എന്ത് കിട്ടും? n is equal to ഇതെത്രയാണ്? 1/1.5 എന്ന് പറഞ്ഞാൽ 3/2. അപ്പോൾ ഇൻറ്റു 4 എന്ന് വന്നു. അപ്പോൾ 2 ക്യാൻസൽ ചെയ്തു. 2 ഇൻറ്റു 3 എത്ര കിട്ടി? നമുക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ 6 എന്ന് പറയുന്നത് റോസിൻ്റെ എണ്ണാണ്. എത്ര വരികൾ ഇതുപോലെ നമുക്ക് എത്ര റോസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 6 റോസ് വേണം. അപ്പോൾ ആകെ എത്ര കപ്പാസിറ്ററായി? ഒരു റോയിൽ 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. കണ്ടാ, ഒരു റോയിൽ 4 കപ്പാസിറ്റേഴ്സ്, 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അങ്ങനത്തെ എത്ര റോസ് വേണം? 6. Therefore, ടോട്ടൽ നമ്പർ ഓഫ് കപ്പാസിറ്റേഴ്സ് ക്യാപിറ്റൽ N ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു ഒരു റോയിലുള്ള കപ്പാസിറ്റേഴ്സ്. അതെത്ര? 24 ഈസ് ദ റൈറ്റ് ആൻസർ. 24 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ഡി. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 points A and B are maintained at potentials 8 volt and minus 2 volt respectively. The work done in moving 50 electrons from A to B is 50 ഇലക്ട്രോൺസിനെ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാൻ എത്ര? ഓക്കെ, നോക്കൂ, വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ ബിയിലെ പൊട്ടൻഷ്യൽ മൈനസ് എയിലെ പൊട്ടൻഷ്യൽ. ഇവിടെ ചാർജ് ആരാണ്? ചാർജ് 50 ഇലക്ട്രോൺസ് ആണ്. 50 ഇലക്ട്രോൺസ്, ദാറ്റ് ഈസ് 50 ഇൻറ്റു മൈനസ് 1.6 ഇൻറ്റു 10⁻⁻⁹ ഇൻറ്റു ബിയിലെ പൊട്ടൻഷ്യൽ -2 -8 വോൾട്ട്. -8 വോൾട്ട്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നോക്കൂ, -2 -8 എത്ര? -10. ആ മൈനസും ഈ മൈനസും നോക്കൂ പോയി. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടാവും? അത് 10 ആയി. ആ 10ഉം ഇവിടെ 1.6 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 16 കിട്ടി. 16 ഇൻറ്റു 5 അല്ലേ? 16 ഇൻറ്റു 5 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 80 കിട്ടി. Therefore 80 എന്നല്ലേ ഇവിടെ കിട്ടുന്നത്? ഇൻറ്റു 10⁻⁻ എത്ര വരുന്നുണ്ട്? -19. ശരിയല്ലേ? 10⁻⁻⁹. ഓക്കെ ആണോ? 0 ശരിയായിട്ടുണ്ടോ? ഒന്നുകൂടി നോക്കാം. ഇതെത്ര? 10. ആ 10 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്തു ഇല്ല. അപ്പോൾ ഒരു 0 കൂടെ വേണം. യെസ്, നോക്കൂ, ഇത് 10, ആ 10 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇത് 16 ആയി. 16 ഇൻറ്റു 5 80, പിന്നെ ഇവിടെ ഒരു 0, അപ്പോൾ 800. Therefore ഇത്രയും ജൂൾ. ആൻസർ ഉണ്ടോ? ദാറ്റ് ഈസ് 8 ഇൻറ്റു 10⁻⁻17 ജൂൾ. ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. A spherical conductor of radius 4 meter is charged to a potential of 160 volt. It is now placed in another hollow spherical conductor of radius 8 centimeter. Okay. അപ്പോൾ നോക്കൂ, ഒരു ഔട്ടർ സ്ഫിയറും ഒരു ഇന്നർ സ്ഫിയറിൻ്റെയും കാര്യമാണ് ക്വസ്റ്റ്യനിൽ സംസാരിച്ചിട്ടുള്ളത്. ഓക്കെ, ലെറ്റ് ദിസ് ഈസ് ദ ഇന്നർ സ്ഫിയർ. ആ ഇന്നർ സ്ഫിയറിൻ്റെ കാര്യമാണ് നമ്മളോട് ആദ്യം സംസാരിച്ചത്. ഇന്നർ സ്ഫിയറിൽ നോക്കൂ, ഇതിൻ്റെ റേഡിയസ് 4 മീറ്റർ ആണ്. അതിൻ്റെ പൊട്ടൻഷ്യൽ 160 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 160 വോൾട്ട്. ഓക്കെ, ഇത് ഔട്ടർ സ്ഫിയർ ആണ്. ഔട്ടർ സ്ഫിയർ നോക്കൂ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇവിടെ നമുക്കറിയാം, നിങ്ങൾക്ക് ഈ പോയിന്റ് നിങ്ങൾക്ക് വളരെ വ്യക്തമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ റേഡിയസ് ദിസ് ഈസ് 8 മീറ്റർ, ദിസ് ഈസ് 8 മീറ്റർ. നോക്കൂ, വലിയ സ്ഫിയറിൻ്റെ ചെറിയ സ്ഫിയർ, ഇതിന്മേൽ നിലവിൽ ഇതിൽ ചാർജ് ഉണ്ടോ? ഇവിടെ ചാർജൊന്നും നിലവിലില്ല. നമ്മളോട് പറഞ്ഞത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ 160 വോൾട്ട് എന്നാണ്. അപ്പം ഞാൻ പറയുന്നു, ആ 160 വോൾട്ട് എന്ന് പറഞ്ഞാൽ ആരാ? 1/4πε0, ദാറ്റ് ഈസ് കെ ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ, ദാറ്റ് ഈസ് 4 സ്ക്വയർ. മനസ്സിലായോ? Therefore, ഓക്കെ, നമുക്ക് കേനെയും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കേനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണെങ്കിൽ പല രൂപത്തിൽ ഈ പ്രോബ്ലം ചെയ്യട്ടോ. ഈ പ്രോബ്ലം നിങ്ങൾക്ക് പല രൂപത്തിലും ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ഈസിയാണ് എന്ന് വിചാരിക്കുന്ന രൂപത്തിലാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നോക്കൂ, 1/4πε0 ദെൻ ക്യൂ ഡിവൈഡഡ് ബൈ 4 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്യൂ ആരെ കിട്ടി? ക്യൂ ഈസ് ഈക്വൽ ടു ഓൾറെഡി നമുക്ക് അവിടെ ആരുണ്ട്? 160 ഉണ്ട്. 160 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 10⁻⁹. അവിടെ കേട്ടെ, 9 ഇൻറ്റു 10⁻⁹. അത്രയും കൂളോംബ് എന്ന് നിങ്ങൾക്ക് കിട്ടി. ശരിയല്ലേ? അത്രയും കൂളോംബ് എന്ന് നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടി. റെഡി? ഓക്കെ, റെഡി. 4 ഇൻറ്റു റെഡി അല്ലേ? നോക്കൂ, 4 മീറ്റർ അല്ലേ? റേഡിയസ് 4 മീറ്റർ, പൊട്ടൻഷ്യൽ 160 വോൾട്ട്
യെസ്, ഇതിൻ്റെ പൊട്ടൻഷ്യലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നോക്കൂ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്തു, ഇയാളുമായിട്ട് കണക്ട് ചെയ്തു ബൈ മീൻസ് ഓഫ് എ വയർ. ഇന്നർ ഔട്ടർ സ്ഫിയേഴ്സ് ആർ നൗ കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് എ വയർ. ഒരു വയറുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തു. അങ്ങനെ കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇന്നർ സ്ഫിയർ ഈസ് ആൾവേസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ദ ഔട്ടർ ഷെൽ എന്നുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. അതിൻ്റെ തിയറിയിലേക്ക് ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നർ സ്ഫിയർ ഔട്ടറിനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ആൾവേസ് ഫ്ലോസ് ടു ദ ഔട്ടർ സ്ഫിയർ. ചാർജ് ആൾവേസ് ഫ്ലോ ടു ദ ഔട്ടർ സ്ഫിയർ. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇതിലെ മുഴുവൻ ചാർജും എങ്ങോട്ട് പോകും? ഔട്ടർ ഷെല്ലിലേക്ക് പോകും. നമ്മളോട് ചോദിച്ചത് അവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സ്ഫിയറിന് വരുന്ന പൊട്ടൻഷ്യൽ കാണാനാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ചെയ്യാം. ഔട്ടർ സ്ഫിയറിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇന്നർ ഷെല്ലിൻ്റെ മുഴുവൻ ചാർജും ഔട്ടർ ഷെല്ലിലേക്ക് എത്തി. That is 1/4 pi epsilon 0 9 into 10 raised to 9. ഈ ചാർജ് കംപ്ലീറ്റ് പുറത്തേക്ക് എത്തി. അപ്പോൾ എന്താ കിട്ടുക? 160 into 16 ഡിവൈഡഡ് ബൈ 9 into 10 raised to 9. ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇൻറ്റു നമുക്ക് ആരുണ്ടാവുക? ക്യൂ ആയിട്ടുള്ളത് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആർ സ്ക്വയർ ആരാ? ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. 8 സ്ക്വയർ. ദാറ്റ് ഈസ് 8 സ്ക്വയർ. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പോവാം. 8 നോക്കൂ, ഒരു 8ഉം ഇവിടെ 8ഉം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് 2 കിട്ടി, ശരിയല്ലേ? ഇനി ഈ 8ഉം ഈ 160-ലെ 16 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എത്ര കിട്ടി? ഇവിടെ നോക്കൂ, നമുക്ക് എത്ര കിട്ടും? നമുക്ക് 16-ൽ 8 2 2 ഉണ്ട്. ആ 2ഉം പിന്നെ നമുക്ക് ഒരു 0യും കൂടെ നമുക്കവിടെ കിട്ടി. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? Therefore നമ്മുടെ ആൻസർ എത്ര കിട്ടും നമുക്ക്? The answer is അപ്പോൾ 2 into 20 40 വോൾട്ട്. 40 കിട്ടുന്നതിൽ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ. സംതിങ് വെൻ റോങ് ഐ തിങ്ക്. ഓക്കെ, നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. 160 വോൾട്ട് 1/4 pi epsilon 0 Q divided by R square. Ready? Therefore Q is equal to 160 into 4 square 16 അങ്ങോട്ട് പോയി ഡിവൈഡഡ് ബൈ 9 into 10 raised to 9. ശരിയല്ലേ? ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, ദർഫോർ V is equal to 1/4 pi epsilon 0 60 Qൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡിവൈഡഡ് ബൈ 8 സ്ക്വയർ. How much you got? Is it 40? ഓക്കെ, നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ? പൊട്ടൻഷ്യലാണ് നമ്മൾ ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്ക്വയർ ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇവിടെ പറ്റി. 1/4 pi epsilon 0 Q/R എന്നാണ് വേണ്ടത്. ഞാനിവിടെ സ്ക്വയർ ഇട്ട് പോയി കേട്ടോ. അപ്പോൾ സ്ക്വയർ നമുക്ക് അവിടെ ഉണ്ടാവാൻ പാടില്ല. ഐ കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്. സി, ഇവിടെ നമ്മൾ സ്ക്വയർ ഇട്ടു. സ്ക്വയർ ഇടാൻ പാടില്ല. 1/4 pi epsilon 0 Q/R അല്ലേ ഉള്ളൂ. Therefore Q is equal to 4 into 160 divided by 9 into 10 raised to 9. Okay, now V dash is equal to 1/4 pi epsilon 0 into Q എത്രയാണ്? 4 into 160 divided by 9 into 10 raised to 9 into 1/8. നോക്കൂ, കട്ട് ചെയ്തു. ഇവിടെ 2 കട്ട് ചെയ്തു. ഓക്കെ, therefore the answer is 80 volt is the right answer. 80 volt is the right answer. Hope you might have got 80 volt. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 3 microcoulomb 1 microcoulomb 2 microcoulomb are placed at the corners of an equilateral triangle of side 0.5 meter. The work done in bringing these charges to the vertices of a smaller similar triangle of side 0.25 meter എത്രയാണ് എന്നാണ് ചോദ്യം. നോക്കൂ, ഒരു 3 ചാർജ് സിസ്റ്റത്തിൻ്റെ Q1 Q2 Q3 പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. U is equal to 1/4 pi epsilon 0 Q1 Q2 divided by R12 plus Q1 Q3 divided by R13 plus Q2 Q3 divided by R23. വർക്ക് ഡൺ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? U2 minus U1 that is equal to, നോക്കൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 9 into 10 raised to 9. ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പോവാണ്.
ദെൻ നോക്കൂ, നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ U2 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സെപ്പറേഷൻ നോക്കൂ 0.25 ആണ്. അപ്പോൾ Q1 Q2 നോക്കൂ 3 മൈക്രോ കുളോം 3 ഇൻറ്റു 3 ഇൻറ്റു ഒരു കാര്യം കൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതെന്താ, എല്ലാത്തിലും നോക്കൂ നമുക്ക് ആരുണ്ട് അവിടെ, മൈക്രോ ഇൻറ്റു മൈക്രോ വരൂലേ, ഇയാളെ മൈക്രോയും ഉണ്ടാവും ഇയാളെ മൈക്രോയും ഉണ്ടാവും. അപ്പോൾ 10⁻⁻6 ഇൻറ്റു 10⁻⁻6 എത്ര ഉണ്ടാവും, 10⁻⁻12. അതും പുറത്തേക്ക് എടുക്കാം. ഇനി Q1 Q2 ഡിവൈഡഡ് ബൈ 1/4 അല്ലേ, 0.25 1/4. അടുത്ത് നോക്കൂ 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് നോക്കൂ അടുത്തത് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1/4 മൈനസ് അടുത്ത് നോക്കൂ 3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1/2, കാരണം 0.5 ആണല്ലോ സെപ്പറേഷൻ ആദ്യമുള്ളത്, പ്ലസ് നോക്കൂ ആ മൈനസിന് ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇടണം. 3 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 1/2. ഓക്കെ, റെഡി. ഇനി നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 10⁻9 ഇൻറ്റു ഇവിടെ 10⁻⁻12 ഉണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്താൽ ഇവിടെ -3 എന്ന് കിട്ടി ആണല്ലോ. ഇത് നമ്മൾ ക്യാൻസൽ ചെയ്തു, 10⁻⁻3. ഓക്കെ, ഇനി ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് നോക്കാം. 4 മേലെ പോവും അല്ലേ, ഇവിടെ നോക്കൂ 4 മേലെ പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് 12 പ്ലസ് അടുത്തതിൽ എന്താ കിട്ടുക, അവിടെ 6 ഇൻറ്റു 4 24 പ്ലസ് 4 അവിടെ 8 മൈനസ് ഇവിടെ 2 മുകളിലേക്ക് പോവും, ബ്രാക്കറ്റ് മറക്കരുത്. അപ്പോൾ 6 പ്ലസ് ഇവിടെ 6 ഇൻറ്റു 12 ദെൻ പ്ലസ് 2 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4. ഓക്കെ, നോക്കൂ ഇത് എത്ര ഉള്ളത്, ഇത് 6ഉം 4ഉം 10 അപ്പോൾ 22, ഇത് 22 ആയി. ഇവിടെ ഇത് 20, അതുപോലെ ഇത് 44. അപ്പോൾ 44 മൈനസ് 22 അല്ലേ, 44 മൈനസ് 22 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 10⁻⁻3 ഇൻറ്റു 44 22 പോയാൽ 22. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൗ മച്ച് യു വിൽ ഗെറ്റ്, 2 ഇൻറ്റു 9 18, 2 ഇൻറ്റു 9 18, 198 ഇൻറ്റു 10⁻⁻3. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.98 അല്ലേ, 1.98 ഇൻറ്റു 10⁻⁻1. 1.98 ഇൻറ്റു 10⁻⁻1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, approximately 2 into 10⁻⁻1 joule is the right answer. 2 into 10⁻⁻9. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Yes, the magnitude of the magnetic field at the center of a regular hexagon of side 1 meter which carrying a current of 10 ampere is. Okay, 10 ampere carry ചെയ്യുന്ന റെഗുലർ ഹെക്സഗണിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഏതാ, B is equal to mu0 Ni divided by pi L sin pi by n tan pi by n. That is equal to, നോക്കൂ n ആരാ, വേർ n എന്താണ് അറിയാത്ത ആളുകൾ ശ്രദ്ധിക്കുക. n is the number of sides കേട്ടോ, number of sides. L length of each side. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് mu0 ഇൻറ്റു റെഗുലർ ഹെക്സഗണിന് 6 സൈഡ്, കറണ്ട് 10 ആംപിയർ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു എൽ സൈഡ് ലെങ്ത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് 1 മീറ്റർ ഇൻറ്റു സൈൻ നോക്കൂ π/6. സൈൻ എത്ര വരിക, സൈൻ π/6. π/6 എത്ര, സൈൻ π/6 ഈസ് സൈൻ 30 ആണ്. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 1/√3 10 30. നോക്കൂ ഇത് ഫോർ ആൻസർ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി. ദാറ്റ് ഈസ് 60 mu0 ഡിവൈഡഡ് ബൈ 2√3 പൈ. ഇത് ആൻസർ ഉണ്ടോ? ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 30 mu0 ഡിവൈഡഡ് ബൈ √3 പൈ ഉണ്ടോ? അതുമില്ല. അപ്പോൾ 30 നമുക്ക് എന്ത് ചെയ്യുക, 3 ഇൻറ്റു 10 mu0 ഡിവൈഡഡ് ബൈ √3 പൈ എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 10√3 mu0 ഡിവൈഡഡ് ബൈ പൈ ഉണ്ടോ? 10√3 mu0 divided by pi. Okay, option A is the right answer. Option A is correct. 10√3 mu0. Okay, ready. Next problem. A conductor of uniform cross section, non-uniform cross section is connected across a cell as shown in figure from A to B. A യിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ കറണ്ടിൽ മാറ്റം ഉണ്ടാവോ? ഇലക്ട്രിക് കറണ്ട് ഇൻക്രീസസ്. നോ, റോങ്. ഇലക്ട്രിക് കറണ്ട് ഡിക്രീസസ്. നോക്കൂ, കണ്ടക്ടറിൽ ത്രൂ ഔട്ട് എന്താണ്,
കണ്ടക്ടറിൽ ത്രൂ ഔട്ട് നമുക്ക് എന്താ കിട്ടുക? കണ്ടക്ടറിൽ ത്രൂ ഔട്ട് നിങ്ങൾക്ക് ഈ കറണ്ട് സെയിം ആയിരിക്കും. പിന്നെ എന്താ ഡിഫറൻസ് ഉണ്ടാവുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ്. ഓക്കെ, ഇവിടെ നോക്കൂ, ഏരിയ കൂടുതലാണ്, ഏരിയ കുറയുമ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും, സ്പീഡ് കൂടും. അങ്ങനെയാണല്ലോ അത് കറണ്ട് ഈക്വൽ ആക്കുന്നത്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അടുത്ത് നോക്കൂ, എ വയർ ഓഫ് certain മെറ്റീരിയൽ ഈസ് സ്ട്രെച്ച്ഡ് സ്ലോലി ബൈ 20% സ്ട്രെച്ച് ചെയ്തു. ഇറ്റ്സ് എ ന്യൂ റെസിസ്റ്റൻസ് ആൻഡ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ബിക്കംസ്. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റിവിറ്റി. സ്ട്രെച്ചിങ്ങിൽ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യോ? ഇല്ല. അപ്പോൾ റെസിസ്റ്റിവിറ്റി സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും ഓക്കെയാണ്. അപ്പോൾ തന്നെ ഇത് രണ്ടും തെറ്റാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ബാക്കി നോക്കാം. ഇവിടെ ലെങ്ത് ആണ് പറഞ്ഞിട്ടുള്ളത്. ലെങ്ത് 20% കൂടി എന്ന് പറഞ്ഞാൽ L + 20 ഡിവൈഡഡ് ബൈ 100 L എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2L എന്ന് കിട്ടി. ഇനി നമുക്ക് ലെങ്ത്തിൽ മാറ്റം വരുന്ന സമയത്ത് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? സ്ട്രെച്ചിങ്ങിൽ ρL² ഡിവൈഡഡ് ബൈ V. R1/R2 ഈസ് ഈക്വൽ ടു L1/L2 ദ ഹോൾ സ്ക്വയർ. L1 എന്താണ്? L തന്നെ. L2 എന്താണ്? 1.2L ദ ഹോൾ സ്ക്വയർ. L² ക്യാൻസൽ ചെയ്തോ. അപ്പോൾ 12ൻ്റെ സ്ക്വയർ എത്ര? 144. അപ്പോൾ ഡെസിമൽ 1.44. Therefore R2 is equal to 1.44 R1 is the right answer. 1.44 R1. Therefore the answer is option C is correct. Option C is correct. Okay. അടുത്ത ക്വസ്റ്റ്യൻ. In the given circuit, the reading of the ammeter is. അമ്മീറ്ററിൻ്റെ റീഡിംഗ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കൂ, ഇതിൽ ഒറ്റ കാര്യം മാത്രം അവിടെ ചെക്ക് ചെയ്യുന്നത്. പല ആളുകളും ഈ 4 റെസിസ്റ്റേഴ്സും പാരലലാണെന്ന് തെറ്റിദ്ധരിക്കും. അല്ല, കാരണം ഇവിടെ ഈ ഭാഗത്തിനെ അവിടെ നിലനിർത്തിയിട്ട് ബാക്കി നമ്മളൊന്ന് വരച്ചു നോക്കുക. ബാക്കി വരയ്ക്കുമ്പോൾ ഇവിടെ 6 നോക്കൂ, ഇവിടെ 2 വോൾട്ട്, ഇനി ഇവിടെ ഇതിങ്ങോട്ട് കിട്ടി, അടുത്ത റെസിസ്റ്റൻസ് ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ 1 2 3 ആയി. ഇനി നോക്കൂ, ഈ പാർട്ടിന് ഞങ്ങളുടെ മുകളിലേക്ക് വരയ്ക്കുക. കാരണം എന്താ? ഈ പോയിന്റ് ഒക്കെ സെയിം ആണ്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരയ്ക്കുന്നതിന് യാതൊരു പ്രതിസന്ധിയില്ല. ഇത് 3ഉം പാരലലാണ്. അത് ഇയാളുമായിട്ട് സീരീസ് ആണ്. അപ്പോൾ 3 പാരലലും 1 സീരീസുമാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. മനസ്സിലായല്ലോ? നോക്കൂ, ദീസ് 3 ആർ പാരലൽ which is in series with this 3 ohm. അപ്പോൾ നോക്കൂ, 3 ആൾ പാരലൽ ആണെങ്കിൽ R ഇഫക്റ്റീവ് നിങ്ങൾക്ക് ഇവിടെ എത്ര കിട്ടുക? 3/3. അപ്പോൾ 3/3 + 3. മനസ്സിലായല്ലോ? R ഇഫക്റ്റീവ് ദാറ്റ് ഈസ് 4 ohm എന്ന് കിട്ടി. Therefore I is equal to V divided by R effective. V എത്ര? 2 divided by 4. 1/2 ampere is the right answer. 1/2 ampere ഇല്ലേ? 0.5 ampere is the right answer. 0.5 ampere. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കൂ, ദ കറണ്ട് ത്രൂ 10 ohm റെസിസ്റ്റൻസ് ഇൻ ദ ഗിവൺ സർക്യൂട്ട്. ഈ 10 ohമിലൂടെ പോകുന്ന കറണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇവിടെ ഒരു സെല്ലുണ്ട്. ഒരു സെല്ലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് എത്ര കറണ്ടാണോ പുറത്തിറങ്ങിയിട്ടുള്ളത് അത്രയും കറണ്ട് ആ സെല്ലിലേക്ക് തിരിച്ചു കയറണം. അപ്പോൾ ഇവിടുന്ന് എത്ര കറണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടോ അത് തന്നെ ഇതിലൂടെ തിരിച്ചു കയറണമെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പോകാൻ ആളുണ്ടോ? ഇല്ല. അതുപോലെ ഇവിടുന്ന് എത്രയാണോ പുറത്തിറങ്ങിയിട്ടുള്ളത് അത്രയും തിരിച്ചിതിലേക്ക് കയറണം. മനസ്സിലായോ? അങ്ങനെയാവുമ്പോൾ ഇതിലൂടെ പോകാൻ കറണ്ട് ഉണ്ടാവോ? ഇല്ല. അപ്പോൾ 10 ohമിലൂടെ പോകുന്ന കറണ്ട് എത്ര? 0 ഈസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് 0. സെല്ലിൽ നിന്ന് എത്ര കറണ്ട് പുറത്തിറങ്ങിയോ അത്രയും കറണ്ട് സെല്ലിലേക്ക് കയറേണ്ടതുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. A graph between terminal PD and current drawn from the cell is given. The EMF and internal resistance of the cell are. നോക്കൂ, EMF എപ്പോഴാണ് ഉണ്ടാവുക? കറണ്ട് 0 ആകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നോക്കൂ, ഇതല്ലേ കറണ്ട്. അയാൾ 0 ആകുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? 10 വോൾട്ട്. അപ്പോൾ അത് ഒറ്റയടിക്ക് കിട്ടി. ഈസ് ഈക്വൽ ടു 10 വോൾട്ട് EMF കിട്ടി. ഇനി നോക്കൂ, നമുക്ക് വേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ആ ഇന്റേണൽ റെസിസ്റ്റൻസ് V എന്ന് പറഞ്ഞാൽ E-IR അല്ലേ? E-IR. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്കത് കണ്ടെത്താം. നോക്കൂ, ഇതിൽ ഏതെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ നോക്കൂ. ഈ പോയിന്റ് വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഗ്രാഫ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ദിസ് പോയിന്റ് ഇത് കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. നോക്കൂ, ഞാനത് കറക്റ്റ് ആയിട്ട് ഈ പോയിന്റ്, ആ പോയിന്റിലെ കറണ്ട് എത്ര? 3 ആംപിയർ. അവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? നോക്കൂ, ഇത് 4, ഇത് 6. അപ്പോൾ ഇത് എത്ര? ഇത് 5 ആണ്. അത് 5. നേരെ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ V ഈക്വൽ ടു 5 ദാറ്റ് ഈസ് നമുക്ക് 10 കിട്ടി. മൈനസ് നമുക്ക് കറണ്ട് വേണം അല്ലേ? കറണ്ട് എത്ര? അവിടെ 3.
3 into R. Therefore 3R is equal to 5 എന്ന് കിട്ടി. R is equal to 5 by 3. 5 by 3 എന്ന് പറഞ്ഞാൽ എത്രയും 1.5നേക്കാൾ മുകളിലുണ്ട്. അപ്പോൾ 1. ഇതിലേത് ഓപ്ഷൻ അപ്പോൾ കറക്റ്റ് ആവുക 1.67 ഓം. ബാക്കി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, when two cells of EMF E1 and E2 are connected in series in a potentiometer experiment, the balancing length is found to be 54. നോക്കൂ, അവർ E1 E2 കണക്റ്റഡ് സീരീസ്ലി കണക്ട് ചെയ്തപ്പോൾ 54 സെൻറ്റിമീറ്റർ ബാലൻസിങ് ലെങ്ത്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ എഴുതുക? E1 പ്ലസ് E2 ഡിറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ആ ബാലൻസിങ് ലെങ്ത്, കാരണം സീരീസ് കണക്ഷനാണ്. അപ്പോൾ 54. ദെൻ നോക്കൂ, അവ പൊളാരിറ്റി റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്തു. അപ്പോൾ E1 മൈനസ് E2 proportional to 27, കണ്ടോ 27, and you are supposed to find E1 by E2 അല്ലേ? കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ റൂൾ കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും. ദാറ്റ് മീൻസ് നമുക്കിവിടെ കിട്ടുന്നത് E1 പ്ലസ് E2 ഡിവൈഡഡ് ബൈ E1 മൈനസ് E2, ദാറ്റ് ഈസ് ഈക്വൽ ടു 54 ഡിവൈഡ് ബൈ 27, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/1. നോക്കൂ, ഞാൻ ന്യൂമറേറ്ററിനോട് ഈ മൈനസ് ഡിനോമിനേറ്റർ കൊടുക്കുക, ദാറ്റ് ഈസ് E1 മൈനസ് E2. അങ്ങനെ എനിക്ക് കൊടുത്താൽ ഞാൻ ഉടനെ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെയും ന്യൂമറേറ്ററിന് ഡിനോമിനേറ്റർ മൈനസ് ചെയ്യണം. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആരാളുള്ളത്? E1 മൈനസ് E2, അതിനോട് കൂടി ന്യൂമറേറ്റർ ആഡ് ചെയ്യുന്നു. അപ്പോൾ E1 പ്ലസ് E2. അപ്പോൾ ഇവിടെയും ന്യൂമറേറ്റർ ആഡ് ചെയ്യണം ഡിനോമിനേറ്ററിനോട് കൂടി. നോക്കൂ, ഇവിടെ നമുക്ക് E1 മൈനസ് E1 കട്ട് ചെയ്തു, മൈനസ് E2 പ്ലസ് E2 ഇവിടെയും കട്ട് ചെയ്തു. ബാക്കി നമുക്ക് ആരാളുള്ളത്? 2E2 ഡിവൈഡഡ് ബൈ 2E1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. 2 ക്യാൻസൽ ചെയ്തു. E2 ബൈ E1 ആണ് 1/3, പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് E1 ബൈ E2 ആണ്. ദെർഫോർ ദ E1 ഡിവൈഡഡ് ബൈ E2 ഈക്വൽ ടു 3/1. 3:1 ഈസ് ദ റൈറ്റ് ആൻസർ. 3:1. ദ ആൻസർ ഈസ് 3:1. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ്, carbon, silicon, germanium are 4 valence electrons each. These are characterized by valence and conduction band separated by energy band gap respectively. ഓക്കെ, ഏതാണ് കറക്റ്റ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ക്വസ്റ്റ്യനാണ്. ഇറ്റ്സ് എ വെരി ഫേമസ്. നോക്കൂ, കാർബൺ ആണ് ബാൻഡ് ഗ്യാപ്പ് ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ സിലിക്കൺ, പിന്നെ ജെർമേനിയത്തിന്. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 amplifiers are connected one after the other in series. Again NCERT textbook, exactly NCERT textbook question ആട്ടോ. NCERT ആണ്. എക്സസൈസ് ക്വസ്റ്റ്യൻ, എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 2 amplifiers are connected one after the other in series. The first amplifier has a voltage gain 10, second has voltage gain 20. The input voltage signal അത് തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് AC സിഗ്നൽ എന്താണെന്നാണ് ചോദ്യം. നോക്കൂ, the A1 വോൾട്ടേജ് ഗെയിൻ ആദ്യത്തത് അത് 10, രണ്ടാമത്തത് A2 20. അപ്പോൾ ഇഫക്റ്റീവ് വോൾട്ടേജ് ഗെയിൻ എത്ര ഉണ്ടാവുക? A1 ഇൻറ്റു A2 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 200. ഓക്കെ, അതാണ് ഇഫക്റ്റീവ് വോൾട്ടേജ് ഗെയിൻ. ഇനി നമ്മളോട് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇൻപുട്ട് സിഗ്നൽ തന്നിട്ടുണ്ടല്ലോ, VI ഈസ് 0.01 വോൾട്ട് തന്നിട്ടുണ്ട്. യു ആർ സപ്പോസ് ടു ഫൈൻഡ് VO. അപ്പോൾ നോക്കൂ, നമ്മുടെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഗെയിൻ എങ്ങനെ ഉണ്ടാക്കുക? A ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു A ഇൻറ്റു VI, ദാറ്റ് ഈസ് A ഈസ് 200 ഇൻറ്റു VI ഈസ് 0.01. Therefore the answer is 2 volt. Answer undo? Yes, option A is correct. Option A is right. Other question. An ideal diode is connected through the resistance as shown in figure. The current through the resistance is, നോക്കൂ, ഇവിടെ 3 വോൾട്ട് ആണ്, ഇവിടെ 9 വോൾട്ട് ആണ്, ശരിയല്ലേ? ഇതാണ് 9 വോൾട്ട് ആണത്, ഇത് 3 വോൾട്ട്. അപ്പോൾ ഹൈ പൊട്ടൻഷ്യൽ ഇവിടെയാണ്, അവിടെ നെഗറ്റീവ് ആണ് കണക്ട് ചെയ്ത്. എന്ന് വെച്ചാൽ എന്തില്ല? റിവേഴ്സ് ബയാസ്ഡ് ആണ്. റിവേഴ്സ്ഡ് ബയാസ്ഡ് ആണെങ്കിൽ പോകുന്ന കറണ്ട് എത്ര? 0. അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രാൻസിസ്റ്റർ ഈസ് കണക്റ്റഡ് ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ.
CE. The collector supply is 10 volt. അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. ആൻഡ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ റെസിസ്റ്റർ 800 ohm ഇൻ ദ കലക്ടർ സർക്യൂട്ട് ഈസ് 0.4 വോൾട്ട്. കറൻറ്റ് ഗെയിൻ ഫാക്ടർ ആൽഫ. ഇത് ആൽഫയാണ് തന്നിട്ടുള്ളത്. ഇവിടെ കോമൺ എമിറ്റർ ആണ്. കറൻറ്റ് ഗെയിൻ ആൽഫ ഏതിലാണ്? കോമൺ ബേസിലാണ്. നിങ്ങൾക്കറിയാം ബേസ് കറൻറ്റ് എന്താണെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. നോക്കൂ, അവിടെ നമുക്ക് കലക്ടർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? VCE ഡിവൈഡഡ് ബൈ R. ആ VCE എത്ര തന്നിട്ടുള്ളത്? 0.4. 0.4 ഡിവൈഡഡ് ബൈ 800. അപ്പോൾ 1/8 അല്ല 4/8 ഹാഫ്. അപ്പോൾ ഹാഫ് ഇൻറ്റു 10⁻³ എന്ന് കിട്ടി. 10⁻³ അവിടെ കേട്ടെ. ഇനി നോക്കൂ, ബീറ്റ CE ആണ്. CEയിൽ നമുക്ക് ബീറ്റ ഉണ്ടാവുക. ബീറ്റൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ എഴുതുക? IC ഡിവൈഡഡ് ബൈ IB ആണ്. IC ഡിവൈഡ് ബൈ, അതിൽ IC നമ്മുടെ കയ്യിൽ ഇവിടെ ഉണ്ട് നമുക്ക്, പക്ഷെ IB അറിയില്ല. ആ IB കണ്ടെത്താനാണ് നമുക്കിവിടെ ആൽഫ തന്നിട്ടുള്ളത്. കാരണം ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. 1 മൈനസ് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.98 divided by 1 minus 0.98. 0.98 divided by 0.02 എത്ര കിട്ടുക? 98ൻ്റെ പകുതി 49. 2 ഡെസിമൽ തന്നെയാണ് രണ്ടിലുള്ളത്. അപ്പോൾ ബീറ്റ നോക്കൂ, ബീറ്റൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി IC നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇനി IB ആണ് വേണ്ടത്. therefore IB ഈക്വൽ ടു IC ഡിവൈഡഡ് ബൈ ബീറ്റ. IC എത്രയാണ്? 0.5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 49. നോക്കൂ, 50 ഡിവൈഡഡ് ബൈ 49 ഇൻറ്റു 10⁻⁻1. ഓക്കെ, 50ൽ 49 എത്ര ഉണ്ട്? 1 പോയിന്റ് അല്ലേ? 1 ആൾമോസ്റ്റ് 1 ഇൻറ്റു 10⁻². അപ്പോൾ നമുക്ക് ആൻസർ ഏതാണുള്ളത്? ഓക്കെ, ഇൻറ്റു 1 ഇൻറ്റു 10⁻⁻1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 10⁻². 10 ഇൻറ്റു 10⁻10. ഓക്കെ, നമുക്ക് ഡെസിമൽ പവർ എവിടെയോ ഒരു മിസ്സിങ് സംഭവിച്ചിട്ടുണ്ടല്ലോ. പവർ എവിടെയോ നമുക്ക് മിസ്സിങ് സംഭവിച്ചിട്ടുണ്ട്. 10⁻³ ഓക്കെ. ഞാൻ ഇവിടെ കുറക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇവിടെ ഞാൻ കുറക്കുകയാണ് ചെയ്ത്, കൂട്ടല്ലേ വേണ്ടത്. ഓക്കെ ദാറ്റ് ഈസ് യെസ്. ഇവിടെ ഓൾറെഡി 50 0.5 ഞാൻ 50 ആക്കിയിട്ടുള്ളത്. അപ്പം മൈനസ് എത്ര വരിക? -5. അപ്പോൾ 10 ആക്കി കഴിഞ്ഞാലോ -6 ആയി. അപ്പോൾ ഏതാ ആൻസർ? 10 മൈക്രോ ആംപിയർ. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ട്രൂത്ത് ടേബിൾ ഫോർ ദ ഫോളോയിങ് ലോജിക് സർക്യൂട്ട്. അപ്പോൾ നമുക്ക് നോക്കൂ, ട്രൂത്ത് ടേബിൾ നമ്മൾ വരച്ച് നോക്ക് തന്നെ വേണം. ABY 0 0ൽ എന്താ കിട്ടുക നോക്ക്. ഇവിടെ 0 കൊടുത്താൽ ഇവിടെ 0. ഇവിടെ എന്താ സംഭവിക്കുക? 0 0 ആദ്യം ഓർ ചെയ്യുമ്പോൾ 0 അതിനെ നോട്ട് ചെയ്തു. അപ്പോൾ എന്താ കിട്ടുക? ഇവിടെ 1 ആയി. 1 1 0യും 1ഉം എത്ര? 0യും 1ഉം ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0. 0നെ നോട്ട് ചെയ്താൽ 1. എഗെയിൻ നോക്കൂ, ഇവിടെ 1 0 0. 0നെ നോട്ട് ചെയ്താൽ 1. 1 1 ഓർ ചെയ്താൽ 1, അതിനെ നോട്ട് ചെയ്താൽ 0. അപ്പോൾ 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി 0 1 എടുക്കുക. 0 1 എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 0 1. അത് നോക്കൂ, ഞാൻ ഇത് ഒഴിവാക്കി 0 1 കൊടുക്കാൻ പോവാം. 0 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ഇവിടെ 1. ഇവിടെ എന്താ കിട്ടുക? 0 1 ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1, ഓറിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0. 0യും 0യും ആൻഡ് ചെയ്താൽ 0, then നോട്ട് ചെയ്ത് 1. എഗെയിൻ ഹിയർ ആൾസോ യു വിൽ ഗെറ്റ് 1. 1 1 ഓർ ചെയ്തു 1 കിട്ടി, നോട്ട് ചെയ്തു 0 കിട്ടി. എഗെയിൻ യു വിൽ ഗെറ്റ് 0. ഇപ്പോൾ തന്നെ നമുക്ക് ആൻസർ ആയില്ലല്ലോ. ഫസ്റ്റത്തെ രണ്ടും കണ്ടിന്യൂസ്ലി 0 ആയ ആൻസേഴ്സ്. ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. അപ്പോൾ ഇത് രണ്ടും ആൻസർ അല്ല എന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി. എ ആണോ ഡി ആണോ എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. ഇനി അതിലെന്താ ഡിഫറൻസ് വരുന്നത്? ലാസ്റ്റത്തതാണ്. അതുകൊണ്ട് ഇനി 1 1 മാത്രം ചെക്ക് ചെയ്താൽ മതി. മനസ്സിലായോ? അതിൽ ഡിഫർ ചെയ്യുന്നത് ലാസ്റ്റത്തെ പോയിന്റ് മാത്രമാണ്. ഇവിടെ ലാസ്റ്റിൽ ഉള്ളത് 1 1 1 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ ഇതോടുകൂടി തീരുമാനമാവും. 1 1 കൊടുത്തു. 1 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓർ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടി, നോട്ട് ചെയ്താൽ 0. എഗെയിൻ 1 1 ഇവിടെ വന്നു. 1 0 1ഉം 0യും ആൻഡ് ചെയ്താൽ 0, അതിനെ നോട്ട് ചെയ്തു 1.
എഗെയിൻ ഇവിടെയും അത് തന്നെ കിട്ടി. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അവസാനം എന്താ, വണ്ണും ആൻഡ് ഓർ ചെയ്താൽ 1 നോട്ട് ചെയ്താൽ 0. Therefore the answer is option D is correct. Option D. Okay. Ready. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In an n-type silicon, which of the following statement is true? NCERT textbook exercise exactly same question. n-type നോക്കൂ, ആരാണ് മെജോറിറ്റി കാരിയേഴ്സ്? ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സ് ആണ്. പക്ഷേ അവിടെ പെൻറ്റാവാലൻ്റ് ആണ്. അപ്പോൾ ഏതാ ആൻസർ? ഇവിടെ ഇലക്ട്രോൺസ് മൈനോറിറ്റി, അത് തെറ്റ്. ഇവിടെ ഇത് തെറ്റ്. ദിസ് ഈസ് റോങ്. ദിസ് ഈസ് ഓക്കെ. പെൻറ്റാവാലൻ്റ് ഇസ് യെസ്. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. എ ഹൊറിസോണ്ടൽ ഓവർഹെഡ് പവർ ലൈൻ ക്യാരീസ് എ കറണ്ട് 40 ആംപിയർ നോർത്ത് സൗത്ത്. അപ്പോൾ നോക്കൂ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് 40 ആംപിയർ. ദിസ് ഈസ് നോർത്ത്, ദിസ് ഈസ് സൗത്ത്. 40 ആംപിയർ കറണ്ട് വരുന്നു. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ കറണ്ട് 2 മീറ്റർ എബവ് ദ ലൈൻ? ഓക്കെ, അപ്പോൾ 2 മീറ്റർ എബവ് ദ ലൈൻ ആട്ടോ, എബവ് ദ ലൈൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡിറക്ഷനിൽ തമ്പ് വരുന്ന രൂപത്തിൽ റൈറ്റ് ഹാൻഡ് തമ്പ് കേൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കും, മുകളിൽ എങ്ങനെ വരിക? ഫീൽഡ് മുകളിൽ ഫിംഗേഴ്സ് ഇങ്ങനെ പോയിട്ട് ഇതിലങ്ങോട്ടല്ലേ വരുന്നത്? ഒന്ന് പിടിച്ചു നോക്കുക. ഈ ഡിറക്ഷനിൽ നോക്കൂ, നിങ്ങൾ തമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഫിംഗേഴ്സ് നോക്കൂ മുകളിലൂടെ ഇങ്ങോട്ടല്ലേ? ഫിംഗേഴ്സ് നോക്കൂ, ഈ ഡിറക്ഷനിലാണ് ഫിംഗേഴ്സ് വരുന്നത്. ഇങ്ങനെ ഫിംഗേഴ്സ് വന്നാൽ ഇതേതാ ഡിറക്ഷൻ? ഇത് നോക്കൂ, ഇത് നോർത്ത് ആണെങ്കിൽ ഇതേതാ ഡിറക്ഷൻ? ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ നോക്കൂ, ദിസ് ഈസ് ദ വെസ്റ്റിലേക്കാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ദിസ് ഈസ് റോങ്. ഓക്കെ, ഇനി വാല്യൂ കണ്ടെത്താൻ നോക്കൂ. ബി ഈസ് ഈക്വൽ ടു μ0I സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ലേ, ഡിവൈഡഡ് ബൈ 2πr. ദാറ്റ് ഈസ് μ0 4π into 10⁻⁻⁷. I is 40 divided by 2π into r is 2 meter. നോക്കൂ, 2π into 2 4π ക്യാൻസൽ ചെയ്തു. 40 into 10⁻⁻⁷ Tesla or 4 into 10⁻⁻�6 Tesla. 4 micro Tesla towards west is the right answer. 4 micro Tesla towards west is the right answer. മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. An electron moving around a nucleus with angular momentum L has a magnetic moment. It's very famous. Option B. ടെക്സ്റ്റ് ബുക്കിലെ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ സർക്കുലേറ്റിംഗ് ഇലക്ട്രോണിൻ്റെ കറണ്ട് കണ്ടു, പിന്നെ അതിൽ നിന്ന് ആംഗുലാർ മൊമെൻറ്റം കണ്ടെത്തി, അതിൽ നിന്ന് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് ഒക്കെ കണ്ടെത്തുന്ന ആ ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ ആക്ച്വൽ ഇക്വേഷൻ എന്താ? വെക്റ്റർ μL ഈസ് ഈക്വൽ ടു -E/2m ഇൻറ്റു വെക്റ്റർ എൽ എന്ന് ഓർക്കണ്ടല്ലോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. ഇൻ എൻ എക്സ്പെരിമെൻറ്റ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഫോട്ടോ കറണ്ട് ഈസ് പ്ലോട്ടഡ് എഗെയിൻസ്റ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താഴെ പറഞ്ഞതിൽ ഏതാ ശരി? നോക്കൂ, ഇത് ഏതാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഇതൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലാണ്. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇയാൾക്ക് കൂടുതലല്ലേ, അപ്പോൾ ഇതിന് ഫ്രീക്വൻസി കൂടുതലാണ്. അപ്പോൾ 2ന് ഫ്രീക്വൻസി കൂടുതൽ, തെറ്റ്. 2ന് ഫ്രീക്വൻസി കൂടുതൽ, ദിസ് ഈസ് ഓക്കെ. ഫ്രീക്വൻസി കൂടിയാൽ വേവ് ലെങ്ത് കുറയും, അപ്പോൾ കറക്റ്റാണ്. μ2 ഗ്രേറ്റർ λ2. ഓക്കെ, ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. മനസ്സിലായോ? ഓക്കെ, ഡയറക്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത് നോക്കൂ. ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5000 ആങ്സ്ട്രോം produced by laser source on an average how many photons per second emitted by the source if the power emitted is okay. നോക്കൂ, പവറിൻ്റെ ഇക്വേഷൻ എന്താ? എനർജി ബൈ ടൈം ആണ്. എനർജി ഇവിടെ എന്താ? Nhν ഡിവൈഡഡ് ബൈ ടൈം. ചോദ്യം എന്താണ്? ഈ n/t ആണ് ക്വസ്റ്റ്യൻ. n/t മനസ്സിലായോ? therefore n/t equal to hν ഡിവൈഡഡ് ബൈ p ആണ് ആൻസർ. അതിൽ നോക്കൂ, ന്യൂ അല്ല ക്വസ്റ്റ്യനിൽ തന്ന് ലാംഡയാണ്. അപ്പോൾ hc ഡിവൈഡഡ് ബൈ λp. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരിയല്ലേ? എനി മിസ്റ്റേക്ക്? hν ഓക്കെ, എനിക്ക് മിസ്റ്റേക്ക് പറ്റി. അത് തിരിച്ചല്ലേ വരിക? നോക്കൂ, ഇവിടെ ഇത് n/t ഇവിടെ നിർത്തിയാൽ hν ഇങ്ങോട്ടാണ് വരിക. ദാറ്റ് ഈസ് p ഡിവൈഡഡ് ബൈ hν. ദാറ്റ് ഈസ് p ഡിവൈഡഡ് ബൈ hc ഡിവൈഡഡ് ബൈ λ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
2 into 10 raised to minus 3. Lambda 3 5000 into 10 raised to minus 10 whole divided by 6.63 into 10 raised to minus 34 into 3 into 10 raised to 8. 3 into 10 raised to 8. മനസ്സിലായോ? ഓക്കെ, നോക്കൂ, ന്യൂമറേറ്ററിൽ നമുക്ക് ആരാളുള്ളത്? 2 into 5 10. അപ്പോൾ 10. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഈ 10 റേസ് ടു മൈനസ് 3യും ഈ 3 0 ക്യാൻസൽ ചെയ്തു. അപ്പോൾ 10 റേസ് ടു മൈനസ് 10 ഹോൾ ഡിവൈഡഡ് ബൈ നോക്കൂ, 3 into 6 എത്ര? 18. 3 into 6.63 എന്ന് പറയുമ്പോൾ ഒരു അറൗണ്ട് 20 അല്ലേ? അറൗണ്ട് 20 ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്യാണ്. അപ്പോൾ 20 into 10 റേസ് ടു 8. 0 കട്ട് ചെയ്തു. അപ്പോൾ ഇതിന് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.5 into 10 റേസ് ടു മൈനസ് 18. റെഡി അല്ലേ? ഓ, നമ്പർ അല്ലേ ചോദിച്ചത്? ഓക്കെ നോ ഇവിടെ 34 ഉണ്ട്. സോറി 34 കൂടെ ഉണ്ട്. ഓക്കെ, 34 ഇവിടെ മൈനസ് 34 ഉണ്ട്. മൈനസ് 34 അപ്പോൾ 10 റേസ് ടു മൈനസ് 10 ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ മൈനസ് 34ന്ന് 8 പോയാൽ എത്രയായി? 26. ആ 26 പ്ലസ് 26 ആയിട്ട് മേലെ പോയി. ദാറ്റ് ഈസ് 0.5 ഇൻറ്റു 10 റേസ് ടു 16. 10 റേസ് ടു 16 എങ്ങനെ ആൻസർ ഉണ്ടോ? 0.5 ഇത്തിരി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതാ? 4.5. അപ്പോൾ ആൻസർ എന്താ? 0.5 പറഞ്ഞാൽ 5. അപ്പോൾ ഇവിടെ ഡെസിമൽ ഒന്ന് മാറ്റി കൊടുക്കുക. 10 റേസ് ടു 15 ആൻസർ ഉണ്ടോ? 10 റേസ് ടു ഒന്ന് കൂട്ടല്ലേ വേണ്ടത്. അപ്പോൾ 10 റേസ് ടു 17 ആൻസർ ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ ഒരു മിസ്സിങ് കൂടി ഉണ്ട്. നോക്കാം, ചെക്ക് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ 0.5 ഈസ് ഓക്കെ. 0.5 10 റേസ് ടു മൈനസ് 10 8ന്ന് 30 മൈനസ് 34 ആണ്. അപ്പോൾ 4 പോയി. അപ്പോൾ 26 മൈനസ് 26 മേലെത്തിയപ്പോൾ പ്ലസ് 26. അപ്പോൾ പ്ലസ് 16. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു ഓക്കെ നോ പ്രോബ്ലം. യെസ്, ആൻസർ ഈസ് ദർ. ഓപ്ഷൻ എ അവിടെ ഉണ്ട്. ഓക്കെ ഐ എം സോറി. 5 into 10 raised to 16. 5 into 10 raised to 15 is the right answer. ഓക്കെ, ആൻസർ ഉണ്ട് കേട്ടോ. ആൻസർ അതിൽ ഉണ്ടായിരുന്നു, ഞാനത് കണ്ടില്ല. 5 into 10 raised to 15. റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. De Broglie wavelength of electrons accelerated through a potential difference of 150.55. ഇലക്ട്രോണിൻ്റെ ഡി ബ്രോയി വേവ് ലെങ്ത് എന്താ? 12.27 ഡിവൈഡഡ് ബൈ റൂട്ട് വി അല്ലേ? ദാറ്റ് ഈസ് 12.27 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 150.55. 12ൻ്റെ സ്ക്വയർ എത്ര? 144 ആണ്. 13ൻ്റെ സ്ക്വയർ എത്ര? 169 ആണ്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ ബിറ്റ്വീനിലല്ലേ ഈ തന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കൂ, ഇതിൻ്റെ സ്ക്വയറാണ് ആര്? 150.5. നോക്കൂ, അതല്ലാത്തൊരു വേറൊരു ഓപ്ഷൻ നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുക? 1. ദിസ് ഈസ് ഈക്വൽ ടു 1. 1 ആങ്സ്ട്രോം ഈസ് ദ റൈറ്റ് ആൻസർ. 1 ആങ്സ്ട്രോം. അടുത്ത ദിവസം നോക്കൂ. വെൻ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ഈസ് 7 times ദ ത്രഷോൾഡ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ന്യൂ ഈക്വൽ ടു 7 ന്യൂ നോട്ട്. മാക്സിമം വെലോസിറ്റി വി മാക്സ് അപ്പോൾ എത്ര കിട്ടിയത്? 6 into 10 raised to 6 meter per second. ഇനി പുതിയത് പറയുന്നു, അതേതാണ്? അത് ന്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു 3 ന്യൂ നോട്ട്. ഇത് വേറെ കണ്ടീഷനാണ്. ആ സമയത്ത് വി എം ഡാഷ് എത്ര കിട്ടിയ? അത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പുതിയ മാക്സിമം ഫ്രീക്വൻസി എത്രയാണ്? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് വേഗം കൊടുക്കാം. ദാറ്റ് ഈസ് വി മാക്സ്. നമുക്ക് വി മാക്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൈനറ്റിക് എനർജിയാണ് നമുക്ക് എന്താക്കി കിട്ടുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് ഈ വി നോട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ? അഡീഷണൽ, കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്? എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ നോട്ട് പ്ലസ് കെ മാക്സ് ആണ്. അപ്പോൾ നോക്കൂ, ഇത് ഒരു ന്യൂ എന്തിലേക്ക് പോകും? നമ്മുടെ വർക്ക് ഫംഗ്ഷനിലേക്ക് പോകും. കഴിച്ച് ബാക്കിയല്ലേ നമുക്ക് കെ മാത്സിലേക്ക് കിട്ടുക. അപ്പോൾ നോക്കൂ, ആദ്യത്തെ കേസിൽ ഞാൻ പറയുന്നു, ഇതാ നോക്കൂ. ഫസ്റ്റ് കേസിൽ ഹാഫ് എം വി മാത്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ന്യൂ നോട്ട്. ഒരു ന്യൂ നോട്ട് പോയി കേട്ടോ, ഒരു ന്യൂ നോട്ട് പോയി. ഓക്കെ, രണ്ടാമത്തെ കേസ് നോക്കൂ. ഹാഫ് എം വി എം ഡാഷ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ന്യൂ നോട്ട്. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ദാറ്റ് ഈസ് വി എം ഡിവൈഡഡ് ബൈ വി എം ഡാഷ് ഇസ് ഈക്വൽ ടു 6/2. നമുക്ക് 3 കിട്ടി. മനസ്സിലായല്ലോ? 6 divided by 2 3. റെഡി അല്ലേ? ഓക്കെ, ഡിവൈഡഡ് ബൈ
ഇത് നോക്കൂ 3ന്റെ റൂട്ട് വരും 3ന്റെ റൂട്ട് ക്ലിയർ ആണല്ലോ ഓക്കെ ദർഫോർ നമുക്ക് ബാക്കി നമുക്ക് എന്ത് കിട്ടും വി എം ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 1.73 ഇൻറ്റു വി എം ആണ് വി എം 6 ഇൻറ്റു 10⁻⁶ ആണ് വി എം 6 ഇൻറ്റു 10⁻⁶ വി എം ഓക്കെ ഡിവൈഡഡ് ബൈ സോറി യെസ് ഇവിടെ വി എം ഡാഷ് ഇസ് ഈക്വൽ ടു വി എം 6 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ 1.73 ഹൗ മച്ച് ഇറ്റ് ഈസ് 6 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് അത് 3 ആണ് അല്ലേ 6 ഡിവൈഡ് അപ്പോൾ 3നേക്കാൾ ഇത്തിരി കൂടും അപ്പോൾ 3.5 ഇൻറ്റു 10⁻⁶ ഈസ് ദ റൈറ്റ് ആൻസർ 3.5 ഇൻറ്റു 10⁻⁶. അടുത്ത ക്വസ്റ്റ്യൻ the ratio of orbital speed of lithium 2+ orbital speed in the relation എന്താ t proportional to n cube divided by z square n cube divided by z square അപ്പോൾ നോക്കൂ ഇവിടെ t1 divided by t2 ലിഥിയം തന്നെയാണ് അപ്പോൾ z മാറുന്നില്ല ദാറ്റ് ഈസ് ഈക്വൽ n എത്ര 1 cube divided by 2 cube 1:8 is the right answer 1:8. അടുത്ത ക്വസ്റ്റ്യൻ അസേഷൻ നോക്കൂ ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് കോൺസ്റ്റന്റ് ഇൻഡിപെൻഡന്റ് ഓഫ് എ ഫോർ ഓൾ ന്യൂക്ലിയൈ നമ്മൾ പഠിച്ച ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് എല്ലാ ന്യൂക്ലിയസിനും ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ് എന്താ കാരണം നോക്കൂ R ഈക്വൽ ടു R0 a⁻⁴ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം മാസ് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ ഡിവൈഡഡ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ 4/3 പൈ r³ ഇതിനെ മനസ്സിലായോ ഇതിനെ നിങ്ങൾ സ്ക്വയർ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക എ ആണ് കിട്ടുക അപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് എ ആണ് അപ്പോൾ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ വോളിയം ഓഫ് ന്യൂക്ലിയസ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ നോ വോളിയം ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ആണോ r³ അല്ലേ അപ്പോൾ നോക്കൂ റീസൺ തെറ്റാണ് റീസൺ ഈസ് റോങ് അപ്പോൾ assertion is true but reason is false. അടുത്ത ക്വസ്റ്റ്യൻ എ ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ 243 സ്പ്ലിറ്റ് ഇൻ ടു 2 ന്യൂക്ലിയൈ മാസ് നമ്പർ 27 216 ആയി റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് 2 ഡോട്ടർ ന്യൂക്ലിയൈ റെസ്പെക്റ്റീവ്ലി again simple question r1 by r2 is equal to a1 by a2 whole raised to 1/3 ഇവിടെ a1 എത്ര തന്നിട്ടുള്ളത് 27 divided by 216 whole raised to 1/3 27ന്റെ ക്യൂബ് റൂട്ട് എത്ര 3 216ന്റെ ക്യൂബ് റൂട്ട് എത്ര 5ന്റെ 125 അപ്പോൾ ഇത് 6 ആണ് 6 therefore 1/2 ആൻസർ ഉണ്ടോ 1:2 ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ The half-life of radioactive nuclide 12 hours ആണ് fraction of original activity that will remain after 60 hours അപ്പോൾ നോക്കൂ ഇവിടെ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതാം n/n0 is equal to half raised to t divided by t half ആണ് that is equal to half raised to total time എത്ര തന്നത് 60 divided by 12 that is equal to half raised to 60 12 എത്രയുള്ളൂ 5 that is 1/32 ആൻസർ ഉണ്ടോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് എമിറ്റ്സ് 4 ആൽഫ പാർട്ടിക്കിൾ 3 പോസിട്രോൺസ് നോക്കൂ 4 ആൽഫ 3 പോസിട്രോൺ നോക്കൂ 4 ആൽഫ എന്ന് പറഞ്ഞാൽ നോക്കൂ എക്സ് എ സെഡ് 4 ആൽഫ പാർട്ടിക്കിൾ പോയാൽ ഒരു ആൽഫ പാർട്ടിക്കിൾ പോയാൽ അറ്റോമിക് നമ്പർ 4 കുറയും അപ്പോൾ 4 ആൽഫ പാർട്ടിക്കിൾ പോയാൽ അറ്റോമിക് നമ്പർ 16 കുറയും മാസ് നമ്പർ 16 കുറയും അറ്റോമിക് നമ്പറോ 1 പോയാൽ 2 കുറയും അപ്പോൾ 4 പോയാൽ 8 കുറഞ്ഞു 8 ഇനി നോക്കൂ 3 പോസിട്രോൺ ആണ് 3 പോസിട്രോൺ ബീറ്റ പ്ലസ് ആണ് ബീറ്റ പ്ലസ് കുറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ക്യൂ മാസ് നമ്പറിൽ മാറ്റില്ല 16 അറ്റോമിക് നമ്പർ നോക്കൂ ഒരു ബീറ്റ പോസിട്രോൺ പോയാൽ അറ്റോമിക് നമ്പർ 1 കൂടും 1 കുറയും അപ്പോൾ ഇവിടെ 3 പോയി കഴിഞ്ഞാൽ 3 കുറയും അപ്പോൾ 8 - 3 എന്നാണ് വേണ്ടത് ദാറ്റ് ഈസ് നമുക്ക് അവസാനം കിട്ടേണ്ട അപ്പോൾ എത്രയാണ് a - 16 z - 11 എന്ന സാധനമാണ് കിട്ടുക അങ്ങനെയാണെങ്കിൽ ഇതിൽ ഓക്കെ നോക്കൂ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിവൈഡഡ് ബൈ പ്രോട്ടോൺ ആണ് പ്രോട്ടോണിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ തന്നെയാണ് ന്യൂട്രോണിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ മാസ് നമ്പറിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്ത് ഇതാണ് നമുക്ക് കിട്ടേണ്ടത് നോക്കൂ ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ ഈ ആൻസർ അതിലുണ്ടോ
ഈ ആൻസർ കൊണ്ട് അത് സെഡ് ആണ്. ദിസ് ഈസ് സെഡ്. ഈ ആൻസർ അതിലില്ല. വെരി അൺഫോർച്ചുനേറ്റ്ലി ദ ആൻസർ ഈസ് മിസ്സിങ്. ദ ആൻസർ ഈസ് മിസ്സിങ്. ഓക്കെ, ഇത് നോക്കൂ, ബീറ്റ പ്ലസ് ആണ്. ബീറ്റ മൈനസ് ഉള്ള ആൻസറേ ഇതിലുള്ളൂ. ബീറ്റ മൈനസ് ഉള്ള ആൻസറേ ഉള്ളൂ. ബീറ്റ പ്ലസ് ഉള്ള ആൻസർ ഇല്ല. ദാറ്റ് മീൻസ് കറക്റ്റ് ഓപ്ഷൻ ഈസ് നോട്ട് ഗിവൺ. കറക്റ്റ് ഓപ്ഷൻ ഈസ് നോട്ട് ഗിവൺ. ഇതിൽ കറക്റ്റ് ആൻസർ ഇല്ല കേട്ടോ. ദ കറക്റ്റ് ആൻസർ ഈസ് മിസ്സിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 10⁻15 Hz ഓൺ എ മെറ്റൽ സർഫസ് ഓഫ് വർക്ക് ഫംഗ്ഷൻ 1.4 ഇലക്ട്രോൺ വോൾട്ട്. ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ്. നോക്കൂ, ഈ വി നോട്ട് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ നോട്ട്, ഓർ വി നോട്ട് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ ഡിവൈഡഡ് ബൈ ഇ മൈനസ് എച്ച് ന്യൂ നോട്ട് ഡിവൈഡഡ് ബൈ ഇ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. നോക്കൂ, ഇവിടെ 6.63 ഇൻറ്റു 10⁻⁻34 ഇൻറ്റു 10⁻15 ഡിവൈഡഡ് ബൈ 1.6 ഇൻറ്റു 10⁻⁻19 മൈനസ് എച്ച് ന്യൂ നോട്ട് ബൈ ഇ. എച്ച് ന്യൂ നോട്ട് നോക്കൂ, വർക്ക് ഫംഗ്ഷൻ 1.4 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ ഇ. അവ നേരെ അത് ജൂളിലേക്കായി കേട്ടോ. ജൂളിലേക്കായി. നോക്കൂ, 1.6 1.6 എത്ര? 3.2. 3.2ൻ്റെ ഡബിൾ എത്രയാണ്? 6.4. അപ്പോൾ നോക്കൂ, ഇത് 4 പോയിന്റ് സംതിങ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4 പോയിന്റ് സംതിങ് ആണ്. അപ്പോൾ 4 പോയിന്റ് സംതിങ് ഇൻ മൈനസ് ഇൻറ്റു 10 എത്രയുണ്ട്? 15ഉം 19 അല്ലേ? 10⁻⁻19. റെഡിയാണോ? നോ -19 മേലുണ്ട്. അത് ഇയാളായിട്ട് ക്യാൻസൽ ചെയ്തു. ഡിനോമിനേറ്ററായിട്ട് ക്യാൻസൽ ചെയ്തു. ദെൻ ഹിയർ -1.4. ദെർഫോർ യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി 4ന്ന് 1.4 പോയാൽ നമുക്ക് എത്ര ഉണ്ടാവും? 2 പോയിന്റ് സംതിങ്. ഏത് ആൻസർ അപ്പോൾ ഇവിടെ ഉള്ളത്? 2.7. ഓപ്ഷനിൽ ഇതല്ലാതെ അതിൻ്റെ അടുത്ത് വേറെ ആൻസർ ഒന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത് നോക്കൂ. 2 samples A and B contain equal amount of radioactive substance. If 1/32 of A and 1/28 of B remain after 10 hours, 10 മണിക്കൂറിന് ശേഷം ഇത് A ഇത്രയുണ്ട്, B ഇത്രയുണ്ട്. Then the ratio of half periods of A and B. നോ പ്രോബ്ലം. വളരെ സിമ്പിൾ. നോക്കൂ, ഒന്നാമത്തെ 1/32 അല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ half raised to ടോട്ടൽ ടൈം 10 hours ഡിവൈഡഡ് ബൈ അതിൻ്റെ ഹാഫ് ലൈഫ്. അപ്പോൾ ഇതിൽ നമുക്ക് എഴുതാം 1/2 ഹോൾ റൈസ് ടു 5 ആണത്. അപ്പോൾ ഇവിടെ ഹാഫ് റൈസ് ടു 10/T1. ഫ്രം ദിസ് യു ക്യാൻ റൈറ്റ് 10/T1 ഈസ് ഈക്വൽ ടു 5 ആണ്. T1 ഈസ് ഈക്വൽ ടു 2 എന്ന ആൻസർ കിട്ടി. അതുപോലെ നോക്കൂ, ഇവിടെ 1/128 ഈസ് ഈക്വൽ ടു ഹാഫ് റൈസ് ടു 10 ഡിവൈഡഡ് ബൈ T2. And similarly here you can write 1/28 എന്ന് പറഞ്ഞത് എത്രയാണ്? ഹാഫ് റൈസ് ടു 7 ആണ്. ഹാഫ് റൈസ് ടു 7 ഈസ് ഈക്വൽ ടു ഹാഫ് റൈസ് ടു 10/T2 ആണ്. ഫ്രം ദിസ് 10/T2 ഈസ് ഈക്വൽ ടു 7 കിട്ടി. T2 ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 7. അതിൻ്റെ റേഷ്യോ T1/T2 ആണ് ചോദ്യം. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 10/7 എന്ന് പറഞ്ഞാൽ 14 ഡിവൈഡഡ് ബൈ 10 കിട്ടി. 7/5 ആൻസർ ഉണ്ടോ? 7:5 is the right answer. 7:5 is the right answer. അടുത്ത ക്വസ്റ്റ്യൻ. 125 drops of mercury simultaneous same potential of 15 volt. ഓരോന്നിൻ്റെ അത്രയാണ്. ഡ്രോപ്സ് ആർ സ്ഫെരിക്കൽ. ചാർജ് ഡ്രോപ്സ് ആർ മെയ്ഡ് ടു കമ്പൈൻ ലാർജ് ഡ്രോപ്പ്. ഓക്കെ, നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ ഓഫ് ദ ബിഗർ ഡ്രോപ്സ് എത്ര? n⁻²/3 v. 125⁻²/3 ഇൻറ്റു v എത്ര? 15. ക്യൂബ് റൂട്ട് എടുത്താൽ എത്ര കിട്ടുക? 5. 5ൻ്റെ സ്ക്വയർ പിന്നെ 15. 25 ഇൻറ്റു 15 എത്രയാണ്? 25 ഇൻറ്റു 15 എന്ന് പറയുന്നത് 250 + 125 375 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. 375 വോൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടെക്സ്റ്റ് ബുക്കിലെ സോൾഡ് എക്സാമ്പിൾ ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിലെ സോൾവ്ഡ് എക്സാമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. എക്സാക്ട്ലി സോൾഡ് എക്സാമ്പിൾ. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, നോക്കൂ, ഇവിടെ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ പ്ലേറ്റ് സെപ്പറേഷൻ D ആണ്. അതിനിടയിൽ നോക്കൂ ഇത്ര തിക്നെസ്സിൽ എന്ന് പറഞ്ഞത് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് 3/4D ആണ്. 3/4D. അങ്ങനെയാണെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് എത്രയാണ്? ആദ്യത്തെ കപ്പാസിറ്റൻസ് C0 എന്ന് പറഞ്ഞാൽ ε0 A/D. ഒരു ഡൈലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്താൽ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക്
ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാമെന്ന്. പാർഷ്യലി ഫിൽഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഹോൾ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി ഇൻറ്റു 1 മൈനസ് 1 ബൈ കെ എന്നുള്ള ഇക്വേഷൻ നോക്കൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഹോൾ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി എത്ര 3/4d ഇൻറ്റു 1 മൈനസ് 1 ബൈ കെ, കെൻ്റെ വാല്യൂ കെ തന്നെ. That is equal to epsilon 0a whole divided by d minus 3/4d bracket ഒഴിവാക്കാണ് minus 3/4d by k. അപ്പോൾ നോക്കൂ ഡി നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എപ്സിലോൺ 0a ഹോൾ ഡിവൈഡഡ് ബൈ ഡീനെ പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് 3/4 മൈനസ് 3/4k ഡിനോമിനേറ്ററിൽ. ക്ലിയർ? നോക്കൂ, ദാറ്റ് ഈസ് ഇത്രയും ഭാഗം ആരാണ്? ദിസ് ഈസ് സി നോട്ട്, ദിസ് ഈസ് സി നോട്ട്. അപ്പോൾ സി നോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ 1 പോയാൽ എത്ര? 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 4k. എൽ സി എം എടുക്കുക. സി നോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ എൽ സി എം 4k എടുക്കുക അവിടെ. അപ്പോൾ ഇവിടെ എന്താ? k മൈനസ് 3 എന്ന് കിട്ടും. ദെർഫോർ ദ ആൻസർ ഈസ് 4k മേലെ പോയി 4k ഡിവൈഡഡ് ബൈ k മൈനസ് 3 ഡിവൈഡഡ് ബൈ 4k. മൈനസ് എന്നല്ലേ? ഓക്കെ, ഇവിടെ ഈ മൈനസും ഇവിടെ പ്ലസ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ പ്ലസ് ആണ് കേട്ടോ, കാരണം ഈ മൈനസും ഇവിടെ പ്ലസ്, ദാറ്റ് ഈസ് പ്ലസ് ഓവർ ദർ. ഓക്കെ, ദെർഫോർ 4k ഡിവൈഡഡ് ബൈ k പ്ലസ് 3 ആൻസർ ഉണ്ടോ? ഇൻറ്റു സി നോട്ട് 4k C naught, 4k C naught divided by k plus 3. Option B is correct. Option B is correct. അടുത്ത question. A 6 microfarad capacitor is charged by 100 volt. It is then disconnected from the supply and is connected to another uncharged. The amount of electrostatic energy lost. Okay. അപ്പോൾ അത്തരം കേസുകൾ ഇഷ്ടം പോലെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ 3ഓളം പ്രോബ്ലംസ് ആ രൂപത്തിലുണ്ട്. എനർജി ലോസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു C1 C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ. ഹാഫ് ഇൻറ്റു C1 എത്ര? 6 ഇൻറ്റു മറ്റത് എത്ര? 4 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 12 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 ഇൻറ്റു 100 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. 10 റൈസ് ടു മൈനസ് 6 ക്യാൻസൽ ചെയ്തു, അപ്പോൾ ഇവിടെ ഒരു മൈനസ് 6 ബാക്കിയായി. Okay, now what else remains? 6 into 4 24 divided by 2, that is 12. അപ്പോൾ 12 into 10 raised to minus 7 10 raised to ഇവിടെ 10 ഉണ്ട്, 10 raised to 1 ആണത്, അത് മേലെ പോകുമ്പോൾ -1. ഓക്കെ, 10 raised to -7 into 10 raised to 4. റെഡിയാണോ? നോക്കൂ, അപ്പോൾ 12 into 10 raised to -4. That is equal to not -4, -3. That is equal to 1.2 into 10 raised to -2 joule. Answer undo? Yes, option B is correct. അടുത്ത question. in the given circuit the potential of the point A എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എന്താണെന്നാണ് ചോദ്യം. A എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ നോക്കൂ, ഇവിടെ എർത്ത് ചെയ്ത സ്ഥലത്തെ പൊട്ടൻഷ്യൽ എത്ര? 0. ഫസ്റ്റ് യു നീഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to 2 ohm 3 in the series. 2 plus 3 5 ohm is the total resistance. Now total current I is equal to V divided by R. 10 divided by 5 2 ampere is the ടോട്ടൽ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഇനി ഓംസ് ലോ അപ്ലൈ ചെയ്താൽ മതി. നോക്കൂ, ഈ ആറും എയിലും ഇവിടെ കറണ്ടിൻ്റെ ഡിറക്ഷൻ എങ്ങനെ ഉണ്ടാവുക? കറണ്ട് നോക്കൂ, ഈ രൂപത്തിലാണ് കറണ്ട് പോകുന്നത്. ദെർഫോർ ഓംസ് ലോ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? കറണ്ട് ത്രൂ ആർ എ, അതായത് ഈ ആറിൽ നിന്ന് ഈ എയിലേക്കുള്ള കറണ്ട് കേട്ടോ, ആർ എ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് വി ആർ മൈനസ് വി എ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ current divided by current എത്ര? 2. Therefore VR minus VA, that is equal to 2 into this is not current, this is resistance, divided by resistance കേട്ടോ, divided by resistance എത്രയാണ്? 5. അപ്പോൾ the 5 into current എത്ര? 2. ഇനി വി ആർ എത്ര? 0 മൈനസ് വി എ, ദാറ്റ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ. ആർ ഇവിടെ കിട്ടി, വി
divided by 5 into okay നമുക്ക് റെസിസ്റ്റൻസ് നമുക്ക് 5 ഓം കിട്ടി. കറണ്ട് ഐ സീക്വൽ എന്താ ഞാൻ എഴുതിയത് നോക്കൂ. യെസ് നോക്കൂ, പൊട്ടൻഷ്യൽ വി ആർ മൈനസ് വി എ that is equal to IRA into RA. That is 2 into current 2 into resistance എത്രയാണ്? resistance 5. resistance 5. V is equal to IR. potential difference അതിലൂടെ പോകുന്ന കറണ്ട് അതന്നെയല്ലേ? 2 ampere I into R. that is 2 into 2 plus 3. നോക്കൂ, ഇവിടെ I is equal to V by R. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 10 divided by റെസിസ്റ്റൻസ് 2 plus 3 5. നോക്കാം, ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VR 0 മൈനസ് VA. that is equal to current 2 10 divided by 5 into resistance. റെസിസ്റ്റൻസ് 2 അല്ല, നോക്കൂ ഇതിനിടയിലുള്ള റെസിസ്റ്റൻസ് എടുക്കേണ്ടത്. ഓക്കെ നോക്കൂ, ഇതിനിടയിൽ റെസിസ്റ്റൻസ് എത്രയുള്ളത്? 2 ഉള്ളൂ. ഐ എം സോറി. ഓക്കെ മനസ്സിലായോ? ആർ എ എന്ന് പറഞ്ഞാൽ ഇതിനും ഇടയിലുള്ള റെസിസ്റ്റൻസ് അത് എത്രയുള്ളത്? അത് 2. therefore VA equal to -4 volt is the right answer. -4 volt. It is -4 volt. Okay, അടുത്ത question. Among 10 identical cells connected in series, 4 cells are wrongly connected. Okay. Effective EMF അത്തരം സന്ദർഭത്തിലുള്ള ഇക്വേഷൻ എന്താ? ഇഫക്റ്റീവ് EMF n ഐഡന്റിക്കൽ സെൽ. നോക്കൂ, ഇത്രയും സെല്ലുകൾ നോക്കൂ നിങ്ങൾ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ ഒരാൾ ഞാൻ റോങ്ലി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇയാൾ റോങ്ലി കണക്റ്റഡ് ആണ്. ആകെ എത്ര ഉണ്ട്? 1 2 3 4 5. അപ്പോൾ 5 നിന്ന് 1 റോങ്ലി കണക്ട് ചെയ്താൽ 5 - 1 ആണോ വരിക? ആണോ? ഇത് തെറ്റല്ലേ? കാരണം എന്താ? ഇതും കട്ട് ചെയ്തു, ബാക്കി 3 ഉള്ളൂ. അപ്പോൾ റോങ്ലി കണക്റ്റഡ് എത്രയാണോ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 10E മൈനസ് അല്ലെങ്കിൽ 10 മൈനസ് എത്ര റോങ്ലി കണക്റ്റഡ്? 4. ആ 4 അല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 4 into 2 ആണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അത്രയും E ആണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 2E. ദാറ്റ് ഈസ് 2 into 2 4 volt. 4 വോൾട്ട്. ഇനി നോക്കൂ, ഇന്റേണൽ റെസിസ്റ്റൻസിന് അത് ബാധകമാണോ? റെസിസ്റ്റൻസിന് പൊളാരിറ്റി ഇല്ല. അപ്പോൾ R ഇഫക്റ്റീവ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എല്ലാം ആഡ് ചെയ്യുക. ആകെ 10 into 1 എത്ര? 0.1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ohm. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. അവിടെ സാധാരണ കുട്ടികൾ സംഭവിക്കുന്ന ഒരു അബദ്ധം എന്താ വെച്ചാൽ 10 - 4 എന്ന് കൊടുക്കും, എന്നിട്ട് 6 എന്ന് ആൻസർ ചെയ്യരുത്. അതാണ് അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ അതിനൊക്കെ ഒരു ഹിന്റ് ഇവിടെ തന്നിട്ട് ഇവിടെ ഓപ്ഷനിൽ ആ ഓപ്ഷൻ ഒഴിവാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. A long straight wire of radius A carries a current I, uniformly distributed across its cross section. The variation of magnetic field with distance from the center is shown. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം, ഇത് എത്രയോ തവണ കഴിഞ്ഞ 2021 ചോദിച്ച ക്വസ്റ്റ്യനാണ്. പക്ഷേ അതിന് വ്യത്യസ്ത രൂപത്തിൽ ചോദിച്ചെന്നുള്ളൂ. നോക്കൂ, സിലിണ്ടറിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഈ സ്ഥലം ഇതെന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം നിങ്ങൾക്ക് ഫേമസ് ആണ്. ഇത് എവിടെയാണ്? ഇത് R is equal to A ആണ്. R is equal to A എന്ന് പറഞ്ഞാൽ സർഫസിലാണ്, ഡിസ്റ്റൻസ് സർഫസിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ R പ്രൊപ്പോർഷണൽ ടു ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു R ആണ്. എവിടെ? ഇൻസൈഡിൽ. കാരണം ഇൻസൈഡിൻ്റെ ഇക്വേഷൻ എന്താ? B in is equal to μ0I divided by 2πa² into R. B out എന്താ? B out μ0I divided by 2πr. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ B പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. ഇനി നോക്കൂ, ഇത് രണ്ടും ഈക്വൽ ആവുന്ന ഒരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ പോയിന്റിലെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണത്?
That is B is given as mu 0 I divided by 4 pi a. 4 pi a തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഔട്ട്സൈഡിൽ ഈ പോയിന്റ് എന്തായിരിക്കും നോക്കൂ, ഈ വാല്യൂ R ഉള്ളിടത്ത് എന്ത് കൊടുത്താലും അത് കിട്ടുക. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇത് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി R is equal to എത്രയാണ് 2a അല്ലേ. ഇവിടെ Rന് 2a എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് 4 pi a എന്ന് കിട്ടും. അതാണ് ഇവിടെ തന്നിട്ടുള്ള ആൻസർ. അപ്പോൾ ഔട്ട്സൈഡിൽ 2a ആണ്. ദാറ്റ് മീൻസ് OB ഈക്വൽ ടു OB എന്ന് പറഞ്ഞാൽ അത് 2a. അത് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇൻസൈഡിൽ നോക്കൂ, ഇവിടെ Rന് എന്ത് കൊടുത്താലാണ് ഇത് 4 pi a ആവുക. ഇവിടെ എ കൊടുത്താൽ എയും എയും ക്യാൻസൽ ചെയ്തു, അപ്പോൾ 2 pi a ആവുള്ളൂ. അപ്പോൾ a/2 കൊടുത്താൽ ഈ 2ഉം മൾട്ടിപ്ലൈ ചെയ്ത് 4 pi a എന്ന ആൻസർ കിട്ടും. എന്ന് വെച്ചാൽ ഇൻസൈഡിൽ ആ വാല്യൂ എന്താണ്, ഇൻസൈഡിൽ R ഈസ് ഈക്വൽ ടു a/2. ദാറ്റ് ഈസ് OA ഈക്വൽ ടു a/2. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്, OA/OB ആണ്. അപ്പോൾ OA ഡിവൈഡഡ് ബൈ OB ഈസ് ഈക്വൽ ടു a/2 ഹോൾ ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ എന്താ കിട്ടിയത്, എ ക്യാൻസൽ ചെയ്തു, 1/4 എന്ന ആൻസർ കിട്ടും. 1:4 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. In a region, both electric and magnetic fields are arranged such that E is equal to E0E, B equal to B0, I cap ആണ്. Both are directed along x direction. A particle of mass m charge q starts with velocity, അത് തന്നിട്ടുണ്ട്. The time at which speed of the particle becomes, നോക്കൂ സ്പീഡ് എന്താവും, ഈ എത്ര സമയത്തിന് ശേഷമാണ് ഈ സ്പീഡ് കിട്ടുക. അപ്പോൾ നോക്കി, ഇവിടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ഡിറക്ഷനിലാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും, ഇത് വെക്റ്റർ ഇ, ഇത് വെക്റ്റർ ബി. എന്നിട്ട് നോക്കൂ, ചാർജ്ഡ് പാർട്ടിക്കിൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് പെർപെൻഡിക്കുലർലി. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ചാർജ്ഡ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലർ ആയിട്ട് എൻ്റർ ചെയ്താൽ അതെന്ത് പാത്ത് ഫോം ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല എന്ന് വിചാരിക്കുക, ഇത് സർക്കുലർ പാത്ത് ഫോം ചെയ്യും വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ആ വെലോസിറ്റി എന്താ, V0. ആ V0 ഏതിലുണ്ടാവുക, YZ പ്ലെയിനിൽ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന വെലോസിറ്റി നോക്കൂ, അത് V0 തന്നെ. ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്താ ചെയ്യുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളെ അങ്ങോട്ട് വലിക്കും അല്ലേ. അപ്പോൾ ആസ് എ റിസൾട്ട് ഇറ്റ് ഫോളോസ് ഹെലിക്കൽ പാത്ത് ഫോളോ ചെയ്യും. മനസ്സിലായോ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാക്കുന്ന വെലോസിറ്റി എന്താണ്, അത് V0 തന്നെ, സംശയമില്ല. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വെലോസിറ്റി ഉണ്ടാവുക. ആഫ്റ്റർ ടി ടൈം ആ വെലോസിറ്റി എന്താ, അത് എക്സ് ഡിറക്ഷനിലാണ്. അപ്പോൾ Vx ഇസ് ഈക്വൽ ടു UX പ്ലസ് AXT ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു UX. നോക്കൂ, ഇനീഷ്യലി ആ ഡിറക്ഷനിൽ എത്ര ഉണ്ടാവുക, 0, കാരണം ഇനീഷ്യൽ വെലോസിറ്റി Y ഡിറക്ഷനിലാണ്. പ്ലസ് ചാർജ് എത്രയാണ് നോക്കൂ, ചാർജ് ആരെ, ഇലക്ട്രോൺ ആണ്. ബോത്ത് ഇലക്ട്രിക് മാഗ്നറ്റിക് ചാർജ്ഡ് പാർട്ടിക്കിൾ Q ആണ്. അപ്പോൾ QE ഡിവൈഡഡ് ബൈ M ഇൻറ്റു ടി. ദെർഫോർ ഇനി നോക്കൂ, ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞത് √V0 സ്ക്വയർ പ്ലസ് Q² E² M² T². മൊത്തത്തിൽ റൂട്ട് എടുത്താൽ ആൻസർ ആയി. നോക്കൂ, ഇതാണ് മാഗ്നിറ്റ്യൂഡ്. കാരണം എന്താ, ഈ വെലോസിറ്റി നേരെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ പ്ലെയിനിലാണ് കിട്ടുക, മറ്റേ വെലോസിറ്റി അങ്ങോട്ടാണ്. രണ്ടും പെർപെൻഡിക്കുലർ ആണ്. റെഡിയല്ലേ. ഓക്കെ, അതിൽ നോക്കൂ, ഇൻ്റെ വാല്യൂ നോക്കുന്ന ഇവിടെ E0. അപ്പോൾ ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി V is equal to, നോക്കൂ, ഇതിൻ്റെ ഈ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതെത്ര. അപ്പോൾ ഞാൻ രണ്ട് ഭാഗം സ്ക്വയർ ചെയ്തു കേട്ടോ. അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 4 V0 സ്ക്വയർ ഈക്വൽ ടു ഇവിടെ V0 സ്ക്വയർ പ്ലസ് Q² E0² T² ഉണ്ട്, M² T². ഓക്കെ, V0 സ്ക്വയർ പുറത്തേക്ക് വന്നാൽ ഇത് 6/4 നമുക്ക് എന്ത് ചെയ്താൽ 3/2. അപ്പോൾ 3/2 മൈനസ് 1 V0 സ്ക്വയർ ഈക്വൽ ടു Q² E0² T² ബൈ M². അപ്പോൾ 3/2 മൈനസ് 1 എത്ര, 1/2. അപ്പോൾ V0 സ്ക്വയർ നമുക്ക് കിട്ടി. നമുക്ക് ടൈമാണല്ലോ വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക V0 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3/2 മൈനസ് 1 1/2. അപ്പോൾ 2 ഇവിടെ കിട്ടി, ഈക്വൽ ടു ആണ് നമുക്കിത് കിട്ടുക. അപ്പോൾ T² മാത്രം അവിടെ നിർത്തി, ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ എന്താ കിട്ടുക, M² ഇവിടെ വരും, ഡിവൈഡഡ് ബൈ Q² E0² ഈക്വൽ ടു T². റെഡിയാണോ? നോക്കൂ, ഈ ആൻസർ അതിലുണ്ടോ നോക്ക്, ഇതിനെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ദാറ്റ് ഈസ് T ഈക്വൽ ടു
T is equal to m v naught numerator divided by താഴെ root 2 q e naught. ആൻസർ ഉണ്ടോ? ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ബി അല്ലേ ആൻസർ? ഓപ്ഷൻ ബി is the right answer. ഓപ്ഷൻ ബി is the right answer. അടുത്ത ക്വസ്റ്റ്യൻ. In a uniform magnetic field of 2 Tesla, a 2 meter long 20 ampere current flowing carrying a wire placed 60 degree magnetic field, magnetic force നോക്കൂ, മാഗ്നറ്റിക് ഫീൽഡ് നോക്കൂ ഈ ഡിറക്ഷനിൽ, അതിന് 60 ഡിഗ്രിയിൽ ആര് വെച്ചുണ്ട്? കറണ്ട് ക്യാരിങ് വയർ ഉണ്ട്. അപ്പോൾ ഫോഴ്സ് എത്രയായിരിക്കും? എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ബി സൈൻ 60. ഐ എത്ര? ഐ നോക്കൂ 20, എൽ എത്രയാണ്? 2 ഇൻറ്റു ബി എത്ര? 2 ഇൻറ്റു സൈൻ 60 is root 3/2. root 3/2 2 ക്യാൻസൽ ചെയ്തു. 40 root 3 ന്യൂട്ടൺ. ആൻസർ ഉണ്ടോ? 40 root 3 ന്യൂട്ടൺ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. When a shunt resistance of 3 ohm is connected across a galvanometer, അപ്പോൾ ഷണ്ടിൻ്റെ വാല്യൂ 3 ohm കേട്ടോ, ഷണ്ട് 3 ohm falls, then എന്താ സംഭവിച്ചത്? ഡിഫ്ലക്ഷൻ ഫാൾസ് ഫ്രം 60 ഡിവിഷൻ 50 ഡിവിഷനിലേക്ക് വന്നു. അപ്പോൾ ഫുൾ ഡിവിഷൻ എത്രയുള്ളത്? 60 ഉള്ളത്, അത് എത്രയിലേക്ക് വന്നു? 15ലേക്ക് വന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ഡിവൈഡഡ് ബൈ ഐ ജി ആയിട്ട് റേഷ്യോ ഇൻറ്റു പിന്നെ ഒരു ഡിവിഷൻ്റെ വാല്യൂ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ അതിൻ്റെ കിട്ടുള്ളൂ. അപ്പോൾ ഇതെത്ര? 60 ഡിവൈഡഡ് ബൈ 15, അപ്പോൾ എത്രയായി? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അത് 4 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം എന്താണ്? ഐ ജി ഇൻറ്റു ജി ഈക്വൽ ടു ഐ മൈനസ് ഐ ജി ഇൻറ്റു എസ് ആണ്, ആണല്ലോ. നമുക്കിവിടെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസാണ് വേണ്ടത്. അപ്പോൾ ഐ മൈനസ് ഐ ജി ഡിവൈഡഡ് ബൈ ഐ ജി ഇൻറ്റു എസ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഐ ജിനെ കണ്ടെത്താം. ഐ ജി is equal to എന്താ? ഐ ബൈ 4 ആണ്. അപ്പോൾ നോക്കൂ, ഐ മൈനസ് ഐ ബൈ 4 ഡിവൈഡഡ് ബൈ ഐ ബൈ 4 ഇൻറ്റു എസ് എത്ര? 3. ദാറ്റ് ഈസ് ഐ എന്ന് ഐ ബൈ 4 പോയാൽ 3/4 ഐ ഇൻറ്റു ഐ ബൈ 4, അപ്പോൾ 4 ഐ. ശരിയല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ ഐ 4 ക്യാൻസൽ ചെയ്തു, ഒരു 3 പുറത്ത് ഇൻറ്റു 3. The answer is 9 ohm is the right answer. ഇല്ലേ? യെസ്, ഓപ്ഷൻ എ 9 ohm is the right answer. അടുത്ത ക്വസ്റ്റ്യൻ. 2 wires of same length are shaped into circle. ഓക്കെ, ഒരു 2 വയർ ഒന്നിനെ നോക്കൂ സർക്കിളാക്കി മാറ്റി, രണ്ടാമത്തത് ട്രയാങ്കിൾ ആക്കി, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഈക്വൽ ലെങ്ത് ആണ്. ഈക്വൽ ലെങ്ത് ആകുമ്പോൾ നോക്കൂ, ഇവിടെ എൽ ഈസ് ഈക്വൽ എന്താ? 2πr. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ 2π. ഇവിടെ എൽ ഈസ് ഈക്വൽ ടു 3a, അപ്പോൾ എ ഈസ് ഈക്വൽ ടു എൽ ബൈ 3. മാഗ്നറ്റിക് മൂവ്മെൻറ്റിൻ്റെ റേഷ്യോ ആണ് പറഞ്ഞത് ചോദിച്ചിട്ടുള്ളത്. എം ഈസ് ഈക്വൽ ടു ഐ എ ആണല്ലോ, അപ്പോൾ ഏരിയ കാണണം. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ഇവിടെ പൈ ആർ സ്ക്വയർ, അപ്പോൾ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π² എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? പൈ ക്യാൻസൽ ചെയ്താൽ എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π. ഏരിയ അവിടെ കേട്ടെ. ഇവിടെ നോക്കൂ, ഏരിയ എ ഈസ് ഈക്വൽ ടു ഇക്വലാറ്ററൽ ട്രയാങ്കിളുടെ ഏരിയ എത്ര? റൂട്ട് 3/4 എ സ്ക്വയർ. ആ എ സ്ക്വയർ ഇവിടെ ആരാ? എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടി. എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 3 എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 36. ഇനി നോക്കൂ, കറണ്ട് സെയിം ആണ്, അതുകൊണ്ട് നോക്കൂ m1 ഡിവൈഡഡ് ബൈ m2 ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 36 ഡിവൈഡഡ് ബൈ റൂട്ട് 3 എൽ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ക്യാൻസൽ ചെയ്തു. 36ൽ 4 9, അപ്പോൾ 9 ഡിവൈഡഡ് ബൈ റൂട്ട് 3π. വീണ്ടും ക്യാൻസൽ ചെയ്യണമല്ലോ. 9 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3, ഒരു 3 ക്യാൻസൽ ചെയ്താൽ 3 റൂട്ട് 3 ഡിവൈഡഡ് ബൈ പൈ ഉണ്ടോ? 3 റൂട്ട് 3 ഈസ് ടു പൈ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത്, ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹീലിയം. ഹീലിയത്തിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ, ഓക്കെ, ഹീലിയം ആണ്, അപ്പോൾ Z ഈസ് ഈക്വൽ ടു 2 ആണ്. ടോട്ടൽ എനർജിൻ്റെ ഇക്വേഷൻ എന്താ? En ഈസ് ഈക്വൽ ടു -13.6 Z സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഇലക്ട്രോൺ വോൾട്ട്. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, ദർഫോർ അത് ഇവിടെ എത്ര കിട്ടുക? -13.6 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ ഈസ് ഈക്വൽ ടു 1 അല്ല 2 ആണ്. എൻ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ 2 സ്ക്വയർ എന്ന് അവിടെ കിട്ടുക അല്ലേ? 4 ക്യാൻസൽ ചെയ്തു, ആൻഡ് യു വിൽ ഗെറ്റ് -13.6 ഇലക്ട്രോൺ വോൾട്ട്.
ഇനി നോക്കൂ, പൊട്ടൻഷ്യൽ എനർജിയുടെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൈനസ് ടോട്ടൽ എനർജിയാണ്. ദാറ്റ് ഈസ് മൈനസ് ഓഫ്, അപ്പോൾ അത് എത്ര കിട്ടുക? 13.6 ഇലക്ട്രോൺ വോൾട്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ടോട്ടൽ എനർജിയാണ്. 2 ഇൻറ്റു ടോട്ടൽ എനർജി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 13.6ൻ്റെ മൈനസ് 27.2 ഇലക്ട്രോൺ വോൾട്ട്. ഇതേത് ആൻസർ? 13.6 ഓപ്ഷൻ സി അല്ലേ? 13.6 മൈനസ് 27.2. അടുത്ത ക്വസ്റ്റ്യൻ. A radioactive element P with a half-life 3 hours decays giving stable Q after time T, P and Q in the atoms. വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. വളരെ കെയർഫുൾ ആയിട്ട്. P by Qൻ്റെ റേഷ്യോ 2/62 തന്നിട്ടുണ്ട്. അപ്പോൾ N by N0 ആണ് നമുക്ക് വേണ്ടത്. അതെത്ര? 2/62 ആണോ? അല്ല, ഇപ്പോൾ ഉള്ളതിൻ്റെ റേഷ്യോ ആണ് 2/62 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ പി എത്ര ഉണ്ട്? 2, ഇത് 62. പക്ഷെ ഇനീഷ്യലി ഫുള്ള് ഇയാളാണുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഉള്ള ആൾ എത്ര? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താണ് ഇനീഷ്യലി ഉണ്ടാവുക. എന്ന് വെച്ചാൽ എത്ര? N/N0 എന്ന് പറഞ്ഞത് 2/62 + 2 ആണ്. 2/64 1/32 ആണ്. അപ്പോൾ ഇനി പ്രശ്നമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റേസ് ടു എത്രയാണ്? എത്ര ടൈമാണ് പറഞ്ഞത്? ഹാഫ് ലൈഫ് 3. അപ്പോൾ ടൈം T/3 ആണ്. T/3. ദോർ നോക്കൂ, 1/32 എന്ന് പറഞ്ഞാൽ എത്ര? 1/2 ഹോൾ റേസ് ടു 5 ആണ്. ദാറ്റ് മീൻസ് 5 ഈക്വൽ ടു T/3 ഓർ T ഈസ് ഈക്വൽ ടു 15 hours ഈസ് ദ റൈറ്റ് ആൻസർ. 15 hours. അടുത്ത ക്വസ്റ്റ്യൻ. The electric field in the region, the field തന്നിട്ടുണ്ട്. P and Q constant ആണ്. Net flux passing through a square parallel to YZ plane. നോക്കൂ, XYZ. അപ്പോൾ YZ പ്ലെയിനിൻ്റെ പാരലൽ എന്ന് പറഞ്ഞാൽ നോക്കുക, ഇതാണ് ആ പ്ലെയിന്. അപ്പോൾ ഇതിൻ്റെ നോക്കൂ ഏരിയ വെക്ടർ എന്താ? ഈ സർഫസിന് പെർപെൻഡിക്കുലർ. ഇവിടെ ഫീൽഡ് നോക്കൂ, ഈ ഡിറക്ഷനിൽ ഫീൽഡിൻ്റെ ഇത് കോമ്പണൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിലേക്ക് നമ്മൾ ഏരിയ ഇല്ല. അപ്പോൾ ഏരിയ നോക്കൂ, ഈ കമ്പോണൻ്റ് ഉണ്ട് അല്ലേ? അതാരാ? QJ ക്യാപ്പ്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താ? Phi is equal to E.S. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ E എത്രയാണ്? E നോക്കൂ Q ഇൻറ്റു S എത്രയാണ്? ഇതിൻ്റെ സൈഡ് ലെങ്ത് A തന്നിട്ടുണ്ട്. അപ്പോൾ A സ്ക്വയർ cos 0 1. ദാറ്റ് ഈസ് QA സ്ക്വയർ. ആൻസർ ഉണ്ടോ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കാരണം I കമ്പോണൻറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ. An electron is traveling with velocity ഇത്ര, magnetic field ഇത്ര, the magnitude and direction of the force acting on the electron. Just F is equal to Q into V cross B. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, അതിൽ നോ കൺഫ്യൂഷൻ. പക്ഷേ തെറ്റാൻ സാധ്യത ഇക്ക് ക്യൂവിന് നിങ്ങൾ -E കൊടുക്കണം. ഇൻറ്റു വി നോക്കൂ, I J K V cross B ആണ്. അപ്പോൾ 230 ഓക്കെ. ഡിറ്റർമിൻ്റ് കണ്ടു കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾക്കറിയാം ഈ രണ്ട് ടേമിനും നോക്കൂ, ഇയാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് 0, ഇതിൻ്റെത് ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോഴും ഇത് 0, അത് പോയി. ആകെ ഉള്ളത് Kൻ്റെ ടേം ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് ഇൻറ്റു K ക്യാപ്പ് ഇൻറ്റു നോക്കൂ, ദിസ് ഈസ് K ക്യാപ്പ് ഇൻറ്റു എന്താ കിട്ടുക? 2 × 6 12 - 15 -E into -3 K cap. That is 3E K cap is the right answer. അപ്പോൾ 3E force 3E Newton ആണ് along positive Z direction. Option A is the right answer. Option A is correct. Last but one question. The electrostatic force between two charges placed at a distance R in vacuum is F. Now a slab of dielectric constant 4/2. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് F എന്ന് പറഞ്ഞത് 1/4πε0 Q സ്ക്വയർ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. ഇത് ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുണ്ട്. ഇനി നോക്കൂ, ഈ രണ്ട് ഫോഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫുൾ സ്ലാബ് R/4 ആണ് ഇൻ ബിറ്റ്വീനിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ പുതിയ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q സ്ക്വയർ ഡിവൈഡഡ് ബൈ R/4
വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ക്യൂ, അടുത്ത ക്യൂ ഇവിടെ, ഇൻ ബിറ്റ്വീനിൽ നോക്കൂ r/4 ഡിസ്റ്റൻസിൽ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ വാക്വത്തിലെ ഡിസ്റ്റൻസ് വേണം നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. വാക്വത്തിൽ ഇവിടെ ഡിസ്റ്റൻസ് എത്രയുള്ളത്? r3/4 ആണ്. പ്ലസ് ബാക്കി ഡിസ്റ്റൻസ് വാക്വത്തിലല്ല, ആണോ? പക്ഷേ ആ ഡിസ്റ്റൻസിന് മീഡിയത്തിലെ r/4 ഡിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയ വാക്വത്തിലെ ഡിസ്റ്റൻസ് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതെങ്ങനെ മനസ്സിലാവുക? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അത് 1/4πε0 q²/r² ഈക്വൽ ടു 1/4πε0 q²/d². അത് രണ്ട് ഫോഴ്സ് ഈക്വേറ്റ് ചെയ്ത്, ഇത് മീഡിയത്തിലെ ഇക്വേഷനാണ്, ഇത് വാക്വത്തിലെ ഇക്വേഷനാണ്. നോക്കൂ, കട്ട് ചെയ്യുക. 1/4πε0 കട്ട് ചെയ്തു, അത്രയും കട്ട് ചെയ്തു, q² കട്ട് ചെയ്തു. ദെൻ യു വിൽ ഗെറ്റ് r is equal to √ε/r d എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ മീഡിയത്തിലെ എന്തതിൻ്റെ മീനിങ്? മീഡിയത്തിലെ d ഡിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയ വാക്വത്തിലെ ഡിസ്റ്റൻസ് ആണ് √ε/r d. ദെൻ യു വിൽ ഗെറ്റ് √4 ഇൻറ്റു ആ മീഡിയത്തിലെ ഡിസ്റ്റൻസ് എത്രയാണ്? r/4. കഴിഞ്ഞു. ദാറ്റ് ഈസ് 1/4πε0 q² ഡിവൈഡഡ് ബൈ, എന്തായാലും ഇതിലും ആറുണ്ട് ഇതിലും ആറുണ്ട്, r² പുറത്തെടുത്തു. r² പുറത്തെടുത്താൽ ബാക്കി ഇവിടെ ആരാളുള്ളത്? നോക്കൂ, ഇത് 2 ആണ്. നോക്കൂ, ദിസ് ഈസ് 2ഉം 4ഉം കട്ട് ചെയ്തു, ഇവിടെ 2 കിട്ടി. അപ്പോൾ ഇവിടെ എത്ര? 3/4. മുക്കാലും അരയും എത്ര? 1/4. 1/4 എന്ന് പറഞ്ഞാൽ എത്ര? 5/4. അപ്പോൾ 5/4. നോക്കൂ, ഇവിടെ 5/4 ഹോൾ സ്ക്വയർ. ഇത്രയും ഭാഗം ഇത്രയും ഭാഗം നമ്മുടെ എഫ് ആണ്. ദെർഫോർ ദിസ് ഈസ് ഈക്വൽ, ഇത് തിരിഞ്ഞു വരൂലേ? 16/25 എഫ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, a 12.75 electron volt electron beam is used to bombard gaseous hydrogen at room temperature. The total number of unique spectral lines in the emission spectrum. നോക്കൂ, നിങ്ങൾക്കറിയാം n is equal to 1ൽ എത്ര? -13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 2ൽ എത്രയാണത്? -3.4 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 3ൽ -1.51 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 4ൽ -0.85 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഞാൻ എന്തിനാണ് എഴുതിയത്? നോക്കൂ, ഈ ഏതിൻ്റെ ഡിഫറൻസ് ആണ് 12.75 നമുക്ക് കണ്ടാൽ മനസ്സിലാവണം. അപ്പോൾ നോക്കൂ, ഈ കാരണം എമിഷൻ സ്പെക്ട്രത്തിലാണ്. അപ്പോൾ നോക്കൂ, ഇവിടേക്ക് എത്തണം. ഇതുമായിട്ട് ആര് ഡിഫറൻസ് എടുത്താലാണ് 12.75 കിട്ടുക? ഇതിൽ നിന്ന് ഇത് കൊടുത്താൽ 12.75 അല്ല, ഇതല്ല. ഇതൊക്കെ നിങ്ങൾക്ക് ബൈഹാർട്ടിൽ തന്നെ ആവുകയാണെങ്കിൽ നല്ലതാ. NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് പ്രോബ്ലം അത്. NCERT ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് പ്രോബ്ലം ആണ്. നോക്കൂ, ഇതിൻ്റെയും ഇത് രണ്ടും നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താലാണ് നിങ്ങൾക്ക് 12.75 കിട്ടുക. 12.75. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി n is equal to 4ൽ നിന്ന് n is equal to 1ലേക്കുള്ള ട്രാൻസിഷനാണ്. എന്താണ് നമ്മുടെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഇക്വേഷൻ? എന്താ? നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് n is equal to n into n-1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 12.75 കിട്ടും. ദാറ്റ് ഈസ് 4 into 4 - 1 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 4 into 3 ഡിവൈഡഡ് ബൈ 2. The answer is 6. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. എനിക്കതറിയാം. നിങ്ങൾക്ക് ചില ആളുകൾക്ക് അതായിട്ട് കേൾക്കുന്ന ആളുകൾക്ക് കേൾക്കാനൊക്കെ ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും നോക്കുക. കാരണം ഇത് വളരെ പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് പോയത്. വന്നിട്ടുള്ള മിസ്റ്റേക്കുകളിലൊന്നും നിങ്ങൾ നിരാശപ്പെടേണ്ട. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അടുത്ത എക്സാം അതിഗംഭീരമായിട്ട് അടുത്ത എക്സാം എഴുതുക. ഓക്കെ, നോക്കൂ, ഉടനെ തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രിയുടെയും ബയോളജിൻ്റെയും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ആരും പോകരുത്. അതുകൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഓക്കെ, താങ്ക്
ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ സുവോളജി പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ രമ, സുവോളജി ഫാക്കൽറ്റിയാണ് കാലിക്കറ്റ് സെൻറ്ററിൻ്റെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത് ഓൾറെഡി നമ്മൾ മിക്ക ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ നമുക്കൊരു മാച്ച് ദി ഫോളോയിങ് ആണ്. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ്. അതിൽ ഇൻഹിബിറ്റർ ഓഫ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ പഠിച്ചു. അപ്പോൾ സക്സീനേറ്റിൻ്റെ സെയിം സ്ട്രക്ചർ കാണിക്കുന്ന മാലോണേറ്റ്, അതാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചത്. അപ്പോൾ ഇവിടെ വരുന്നത് 2 ആണ്. കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്ററിന് മാച്ചിങ് ആയിട്ട് വരുന്ന 2 മാലോണേറ്റ്. ദെൻ പൊസസ് പെപ്റ്റൈഡ് ബോൺസ്. പെപ്റ്റൈഡ് ബോൺസ് കാണുന്നത് പ്രോട്ടീനിലാണെന്ന് അറിയാലോ. പെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിൻ അല്ലെങ്കിൽ പ്രോട്ടീനുകളിലാണ് നമുക്ക് പെപ്റ്റൈഡ് ബോണ്ടുകൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോട്ടീൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. പ്രോട്ടീൻ കൊളാജൻ ആണ്. അപ്പം 4. ദെൻ നെക്സ്റ്റ് സെൽ വാൾ മെറ്റീരിയൽ ഇൻ ഫഞ്ചൈ, അതും എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. കൈറ്റിനാണ് മാച്ചിങ് ആയിട്ട് വരുന്നത് 3. ദെൻ അടുത്ത സെക്കൻഡറി മെറ്റബോളൈറ്റ്, അത് റിസിൻ. ടോക്സിൻ എക്സാമ്പിളായിട്ട് പഠിച്ചതാണ് റിസിൻ. ഇപ്പോൾ 1. ഇപ്പോൾ 2, 4, 3, 1 വരുന്ന ഓപ്ഷൻ, അതായത് 4th ഓപ്ഷൻ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും ഇതൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ഈസ് കറക്റ്റ്ലി ഐഡൻറ്റിഫൈഡ് വിത്ത് ഇറ്റ്സ് ഫങ്ഷൻ. ഇപ്പം നമ്മുടെ NCERT തന്നെ തന്നിരിക്കുന്ന 2 സ്ട്രക്ചേഴ്സാണ്. അപ്പോൾ ഒന്നാമത്തെ ഞാൻ NCERTയുടേതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഒന്നാമത്തത് ഫോസ്ഫോ ലിപ്പിഡാണ്. അതായത് ഇവിടെ A എന്ന് കൊടുത്തിരിക്കുന്നത് ഫോസ്ഫോ ലിപ്പിഡാണ്. B കാണിച്ചിരിക്കുന്നത് അഡിനിനാണ്. അഡിനിൻ പ്യൂറൈൻ. അപ്പോൾ ഇനി നമുക്ക് ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. A ഫോസ്ഫോ ലിപ്പിഡ് ലെസിത്തിൻ, B ഈസ് അഡിനിൻ പ്യൂറിൻ. അപ്പം നമുക്ക് നോക്കാം. ഒന്നിൽ A ട്രൈഗ്ലിസറൈഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ട്രൈഗ്ലിസറൈഡ് അല്ല. ദെൻ 2 A ലെസിത്തിൻ എ കോമ്പണൻ്റ് ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് കറക്റ്റാണ്. ദെൻ B അഡിനിൻ ഫോംസ് ന്യൂക്ലിയോടൈഡ്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്, അതും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. അപ്പം നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്തത് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പെയർസ് ഓഫ് നൈട്രജനസ് ബേസസ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ് ഈസ് റോങ്ലി മാച്ച്ഡ് വിത്ത് ദി കാറ്റഗറി മെൻഷൻഡ് എഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പം നമുക്ക് റോങ് മാച്ചിങ് കണ്ടുപിടിക്കണം. അതിൽ തൈമിൻ, യുറാസിൽ, പിരമിഡൈൻസ് ആണ്. നമുക്കറിയാം സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ, പിരമിഡൈൻസ്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അടുത്തത് യുറാസിൽ, സൈറ്റോസിൻ, അതും പിരമിഡൈൻസ് എന്ന് തന്നിട്ടുണ്ട്, അതും കറക്റ്റാണ്. ഗ്വാനിൻ, അഡിനിൻ, പ്യൂറൈൻസ്, അതും കറക്റ്റാണ്. അപ്പോൾ അടുത്ത് വരുന്നത് അഡിനിൻ ഒരു പ്യൂറൈനാണ്. അതേസമയം തൈമിൻ പിരമിഡൈൻ ആണ്. അപ്പോൾ ഇത് രണ്ടിനും നേരെ എഴുതിയിരിക്കുന്നത് പ്യൂറൈൻസ് എന്നാണ്, പക്ഷെ അത് റോങ് ആണ്. അപ്പോൾ റോങ്ലി മാച്ച്ഡ് ഓപ്ഷൻ 4 ആണ്. പിന്നെ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡിസ്ക്രൈബ്സ് ദി ഗ്രാഫ് കറക്റ്റ്ലി, അതാണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്കിവിടെ സബ്സ്ട്രേറ്റും പ്രോഡക്റ്റും കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ആദ്യം നമുക്കിത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് നോക്കണം. സബ്സ്ട്രേറ്റിന് എനർജി കൂടുതലാണ്, അതേസമയം പ്രോഡക്റ്റിന് എനർജി കുറവാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷൻ ഏതാണെന്നറിയാമല്ലോ, എക്സോതെർമിക് റിയാക്ഷനാണ്. മാത്രമല്ല ഇവിടെ എയും ബിയും ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം എ നമുക്കറിയാം ആക്ടിവേഷൻ എനർജി ഇൻ ദി പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്, ഒരു എൻസൈമിൻ്റെ പ്രസൻസിൽ ആക്ടിവേഷൻ എനർജിയാണ് കാണിച്ചിരിക്കുന്നത് എ. രണ്ടാമത്തത് ബി, ആക്ടിവേഷൻ എനർജി ഇൻ ദി ആബ്സെൻസ് ഓഫ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ എൻസൈം. അപ്പോൾ അവിടെ ഓപ്ഷൻ 2 ആണ് എടുക്കേണ്ടത്. എക്സോതെർമിക് റിയാക്ഷൻ വിത്ത് എനർജി എ ഇൻ ദി പ്രസൻസ് ഓഫ് എൻസൈം ആൻഡ് ബി ഇൻ ദി ആബ്സെൻസ് ഓഫ് എൻസൈം. ഓപ്ഷൻ 2 ആണ് ആൻസർ. ദെൻ അടുത്തത് മാച്ച് ദി ഫോളോയിങ്. പ്രോട്ടീൻ ഇവിടെ ബോണ്ടുകളാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. പ്രോട്ടീനിന് നമുക്കറിയാമല്ലോ പെപ്റ്റൈഡ് ബോണ്ടാണ് 4. പ്രോട്ടീനിൽ പെപ്റ്റൈഡ് ബോണ്ട്സ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, അവിടെ കാർബൺ ആറ്റംസിനിടയ്ക്ക് ഡബിൾ ബോണ്ട് വരും. അപ്പം ഡബിൾ ബോണ്ട്സ് ഓപ്ഷൻ 1 വരും. കാർബൺ ഡബിൾ ബോണ്ട്സ്.
ദെൻ ന്യൂക്ലിക് ആസിഡ്സിൽ ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്, രണ്ട് അഡ്ജസൻറ്റ് ന്യൂക്ലിയോടൈഡുകളെ ലിങ്ക് ചെയ്യുന്നത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. അപ്പോൾ അവിടെ 2. ദെൻ പോളിസാക്കറൈഡ്സിൽ രണ്ട് മോണോസാക്കറൈഡുകളെ ലിങ്ക് ചെയ്യുന്ന ബോണ്ട് ഏതാണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് 3. അപ്പോൾ 4, 1, 2, 3 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 4, 1, 2, 3 ആണ് ആൻസർ. ദെൻ അടുത്ത മാച്ച് the terms in column 1 with their description in column 2 and choose correct option. അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡോമിനൻസ് നമുക്കറിയാമല്ലോ, ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് ഡിസിമിലർ ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിലൊരു ഫാക്ടർ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടർ എക്സ്പ്രസ്ഡ് ആവും, മറ്റത് അൺഎക്സ്പ്രസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ എക്സ്പ്രസ്ഡ് ക്യാരക്ടറിനെ ഡോമിനൻറ്റ് ക്യാരക്ടർ എന്ന് വിളിക്കുന്നു. The allele that controls the dominant character is called the dominant allele. അപ്പോൾ അവിടെ നമുക്കിവിടെ ഓപ്ഷൻ എടുക്കണം. In heterozygous organisms only one allele express itself. അവിടെ 2 എടുക്കാം. ദെൻ കോഡോമിനൻസ് എന്താണെന്നറിയാമല്ലോ. ഇപ്പോൾ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് രണ്ട് ഡിസിമിലർ ഫാക്ടേഴ്സ് ആണെങ്കിൽ രണ്ട് ഫാക്ടേഴ്സും ഈക്വലി എക്സ്പ്രസ്ഡ് ആവും, അതാണ് കോഡോമിനൻസ്. ഇവിടെ ഇൻ ഹെറ്ററോസൈഗസ് ഓർഗാനിസംസ് ബോത്ത് അലീൽസ് എക്സ്പ്രസ് ദംസെൽസ് ഫുള്ളി, അതാണ് ഓപ്ഷൻ വരുന്നത് 3. ദെൻ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജീൻ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിനെയാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. ഇവിടെ എ സിംഗിൾ ജീൻ ഇൻഫ്ലുവൻസസ് മെനി ക്യാരക്ടേഴ്സ്. ദെൻ അടുത്തത് പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാൻ ഒന്നിൽ കൂടുതൽ ജീനുകൾ ഉണ്ടാവുന്ന അവസ്ഥയാണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. അതായത് മെനി ജീൻസ് ഗവേൺ എ സിംഗിൾ ക്യാരക്ടർ. അപ്പം 2, 3, 4, 1 ആണ് ഓപ്ഷനായിട്ട് വരുന്നത്. 2, 3, 4, 1 ഓപ്ഷൻ 1 ആണ് ആൻസർ. Then question number 7. Larger ducts of pancreas and salivary glands are lined by. ഇപ്പം നമ്മുടെ NCERT-യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പാൻക്രിയാസിൻ്റെയും സലൈവറിയുടെയും ലാർജർ ഡക്റ്റുകൾ ലൈൻ ചെയ്യുന്നത് കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. അതിൽ സ്പെസിഫിക് ആയിട്ട് ഏത് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് ക്യൂബോയിഡലാണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കാം. സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം, അത് നമ്മുടെ റെസ്പിറേറ്ററി പാസേജിൽ കാണുന്ന എപ്പിത്തീലിയമാണ്. ട്രക്കിയ, ബ്രോങ്കൈ ഇങ്ങനെയുള്ള സൈറ്റുകളിലാണ് സ്യൂഡോ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം കാണുന്നത്. ദെൻ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം, അതിന് എക്സാമ്പിൾ ആൽവിയോളാർ വാൾസ് ഉണ്ട്. പിന്നെ ഇതല്ലാതെ എൻഡോത്തീലിയം ഓഫ് ബ്ലഡ് വെസൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് NCERT തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ആണ്. ദെൻ ബ്രഷ് ബോർഡേഡ് കോളുംനാർ കാണുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസൈലാണ്. അപ്പം നമ്മുടെ ആൻസർ ഇവിടെ 4 ആണ്, ഓപ്ഷൻ 4 ആണ് ആൻസർ. മോർഫീൻ ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം. അപ്പം നമുക്കറിയാം മോർഫീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് പോപ്പി പ്ലാന്റ്, പപ്പാവർ സൊമിനിഫറം, അതിൻ്റെ ലാറ്റക്സിൽ നിന്നാണ് മോർഫീൻ എക്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആൻസർ 2 ആണ്, ലാറ്റക്സ് ഓഫ് അൺറൈപ്ഡ് സീഡ് ക്യാപ്സ്യൂൾസ് ഓഫ് പോപ്പി പ്ലാന്റ്, പപ്പാവർ സൊമിനിഫറം. പിന്നെ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഫ്ലവറിംഗ് ടോപ്സ് ഓഫ് കെനാബിസ്, അതിന് കെനബിനോയിഡ് ഡ്രഗ്സ് ആണ് അതിൽ നിന്ന് ഈൽഡ് ചെയ്യുന്നത്. ദെൻ ലീവ്സ് ഓഫ് എറിത്രോക്സൈലം കൊക്ക, അത് കൊക്ക ആൽക്കലോയിഡ്സ്, കൊക്കൈൻ ആണ് കിട്ടുന്നത്. ദെൻ എർഗോട്ട് ഫംഗസ്, ഇത് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആണ്, ഇല്ലാത്തതാണ്. എർഗോട്ട് ഫംഗസ് എന്ന് പറയുന്നത് LSD എന്ന് പറയുന്ന ഒരു ഹാലൂസിനോജൻ്റെ സോഴ്സാണ്. ലൈസർജിക് ആസിഡ് ഡൈഎത്തിൽ അമൈഡ്, അതാണ് LSD, അതിൻ്റെ സോഴ്സാണ് എർഗോട്ട് ഫംഗസ്. ശരി, അടുത്തത് സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി വൺസ് ഗിവൺ ബിലോ വിത്ത് റെസ്പെക്ട് ടു ഡൈഹൈബ്രിഡ് ക്രോസ്. അതിൽ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഓൺ ദി സെയിം ക്രോമസോം ഷോ ഹയർ റീകോമ്പിനേഷൻ, അത് തെറ്റാണ്. ജീൻസ് ഒരു ക്രോമസോമിൽ തന്നെ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ ആ ജീനുകളുടെ ഇടയ്ക്ക് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറവായിരിക്കും, ലെസ് റീകോമ്പിനേഷൻ, അപ്പോൾ അത് തെറ്റ്. Then genes far apart on the same chromosome show very few recombination, അത് തെറ്റാണ്. ജീൻസ് അകന്നാണ് ഇരിക്കുന്നത്, ഫാർ അപ്പാർട്ട് ആണെങ്കിൽ അവിടെ റീകോമ്പിനൻസിൻ്റെ ഫ്രീക്വൻസി കൂടും,
അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ജീൻസ് ലൂസ്ലി ലിങ്ക്ഡ് ഓൺ ദി സെയിം ക്രോമസോം ഷോ സിമിലർ റീകോമ്പിനേഷൻ ആസ് ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ്, അത് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ഓൺ ദി സെയിം ക്രോമസോം ഷോ വെരി ഫ്യൂ റീകോമ്പിനേഷൻ, അതാണ് കറക്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ 4. അപ്പം ഒരു ക്രോമസോമിൽ അടുത്തടുത്തിരിക്കുന്ന ജീനുകളിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കുറവായിരിക്കും, ഓപ്ഷൻ 4. Then question number 10 ആണ്, which of the following symbols and its representation used in human pedigree analysis is correct? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ 1 ആണ് ആൻസർ. അതായത് മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, അതാണ് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 2ൽ അൺഅഫക്റ്റഡ് മെയിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സർക്കിൾ എന്ന് പറയുമ്പോൾ അത് ഫീമെയിലിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് തെറ്റാണ്. ദെൻ തേർഡ് വൺ അൺഅഫക്റ്റഡ് ഫീമെയിൽ എന്ന് കൊടുത്തിരിക്കുന്നു, അത് തെറ്റാണ്, അൺഅഫക്റ്റഡ് മെയിലാണത്. ദെൻ ഈ ഒരു സിമ്പിൾ എന്ന് പറയുമ്പോൾ അൺസ്പെസിഫൈഡ് സെക്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഇവിടെ ആൻസർ. ഇനി അടുത്ത സെക്സ് ഡിറ്റർമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. Which one of the following conditions correctly describe the manner of determining sex in the given example? അതിൽ എക്സോ ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോം ഡിറ്റർമിൻ മെയിൽ സെക്സ് ഇൻ ഗ്രാസ്ഹോപ്പർ, അത് കറക്റ്റാണ്. ഗ്രാസ്ഹോപ്പറിന് സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് XX ആണ്. അതിൽ XX എന്ന് പറയുന്നത് ഫീമെയിലാണ്, XO ഈസ് മെയിൽ. അപ്പോൾ എക്സോ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിൻസ് മെയിൽ സെക്സ് എന്ന് പറയുന്നത് കറക്റ്റ്. Then XO condition in humans as found in Turner syndrome determines male sex. ഞാനിവിടെ ടേണേഴ്സിൻ്റെ ക്രോമസോം കോമ്പിനേഷൻ എഴുതിയിട്ടുണ്ട്. 44A + XO ആണ്. അപ്പം ഇത് ഫീമെയിലാണ്. ടേണേഴ്സ് എന്ന് പറയുമ്പം മെയിലല്ല, ഫീമെയിലാണ്. അപ്പം ഇത് തെറ്റാണ്. ദെൻ ഹോമോസൈഗസ് സെക്സ് ക്രോമസോംസ് XX പ്രൊഡ്യൂസ് മെയിൽ ഇൻ ഡ്രോസഫില, അതും തെറ്റാണ്. ഡ്രോസഫിലയ്ക്ക് ഹ്യൂമൻസിനെ പോലെ XY മെത്തേഡ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. അതിൽ XX ആണെങ്കിൽ ഫീമെയിലാണ്, XY ഈസ് മെയിൽ. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഹോമോസൈഗസ് സെക്സ് ക്രോമസോംസ് XX പ്രൊഡ്യൂസ് മെയിൽ അല്ല, XX ആണെങ്കിൽ ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. ദെൻ ഹോമോസൈഗസ് സെക്സ് ക്രോമസോംസ് ZZ ഡിറ്റർമിൻ ഫീമെയിൽ സെക്സ് ഇൻ ബേർഡ്സ്, അതും തെറ്റാണ്. അപ്പോൾ ബേർഡ്സിൻ്റെ കേസിൽ ZZ എന്ന് പറയുന്നത് മെയിലാണ്, ZZ ഈസ് മെയിൽ. ZW അതാണ് ഫീമെയിൽ വരുന്നത്. അപ്പം ഫീമെയിൽ അല്ല, ZZ ഈസ് മെയിൽ. അപ്പം ഇവിടെ ആൻസർ 1, ഓപ്ഷൻ 1 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ദെൻ ഇനിയൊരു ചെറിയൊരു പ്രോബ്ലമാണ്, പക്ഷേ ഇത് മിക്കവാറും നമ്മുടെ റിപ്പീറ്റേഴ്സൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. എ നോർമൽ വിഷൻഡ് മാൻ, അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ക്രോമസോം കോമ്പിനേഷൻ അറിയാം. XY നോർമൽ വിഷൻഡ് മാൻ ഹൂസ് ഫാദർ വാസ് കളർ ബ്ലൈൻഡ്. ഫാദർ കളർ ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഫാദറിന് ഇതാണ് ക്രോമസോം കോമ്പിനേഷൻ. ഫാദറിൻ്റെ X ക്രോമസോം സണ്ണിന് കിട്ടുന്നില്ല, Y ആണ് കിട്ടുന്നത്. അപ്പോൾ അത് കാരണം സൺ നോർമലാണ്, നോർമൽ മെയിലാണ്. ദെൻ മാരീസ് എ വുമൺ ഹൂസ് ഫാദർ വാസ് ഓൾസോ കളർ ബ്ലൈൻഡ്. അപ്പോൾ ആ ഫീമെയിൽ, കല്യാണം കഴിച്ച ഫീമെയിലിൻ്റെ ഫാദർ കളർ ബ്ലൈൻഡ് ആണ്. ഞാനിവിടെ എഴുതാം കളർ ബ്ലൈൻഡ് ഫാദർ. അപ്പോൾ ഫാദറിൻ്റെ X ക്രോമസോം ആണല്ലോ ഫീമെയിലിന് കിട്ടിയത്. അപ്പോൾ അത് കാരണം ഫീമെയിലിന് ഒരു X ക്രോമസോമിൽ കളർ ബ്ലൈൻഡ് ജീനുണ്ട്. അപ്പോൾ ഇനി ഇവർക്കുണ്ടാകുന്ന കുട്ടികൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതുമാണെങ്കിൽ ഇത് കാരിയർ ഫീമെയിലാണ്, കാരിയർ ഫീമെയിൽ. ഇനി ഇതുമാണെങ്കിൽ ഇത് കളർ ബ്ലൈൻഡ് മെയിലാണ്, കളർ ബ്ലൈൻഡ് മെയിൽ. ദെൻ ഇത് നോർമൽ ഫീമെയിലാണ്. ഇത് വരുന്നത് നോർമൽ മെയിൽ. ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതായത് മെയിൽസ് എടുക്കുകയാണെങ്കിൽ മെയിൽസിൻ്റെ 50% കളർ ബ്ലൈൻഡ് ആണ്, 50% നോർമലാണ്. ഇത് രണ്ടും
ഫീമെയിൽസ് എടുക്കുകയാണെങ്കിൽ ഫീമെയിൽസിൻ്റെ 50% കാരിയേഴ്സ് ആണ്, 50% നോർമലാണ്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദേ ഹാവ് ദെയർ ഫസ്റ്റ് ചൈൽഡ് ആസ് ഡോട്ടർ, അവരുടെ ഫസ്റ്റ് ചൈൽഡ് ഗേൾ ആണ്. വാട്ട് ആർ ദി ചാൻസസ് ദാറ്റ് ദിസ് ചൈൽഡ് വുഡ് ബി കളർ ബ്ലൈൻഡ്? അപ്പോൾ ഈ കുട്ടി കളർ ബ്ലൈൻഡ് ആവാനുള്ള ചാൻസ്, ഇപ്പം ഡോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ 50% ഓഫ് ദി ഡോട്ടേഴ്സ് വിൽ ബി കാരിയേഴ്സ്, 50% വിൽ ബി നോർമൽ. അപ്പോൾ അവിടെ കളർ ബ്ലൈൻഡ് ഡോട്ടർ ജനിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അവിടെ 0%, അതാണ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ 12 കഴിഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഇൻ ഹ്യൂമൻ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഇറ്റ്സ് ക്രോമസോമൽ അബ്നോർമാലിറ്റി? കറക്റ്റ്ലി മാച്ച്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ക്ലൈൻഫെൽറ്റേഴ്സ് നമുക്കറിയാം 44 ഓട്ടോസോമുകളും XXY അതാണ് ക്രോമസോം കോമ്പിനേഷൻ, അതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്കി ഓപ്ഷൻസ് ഞാനൊന്ന് വായിക്കാം. ദെൻ കളർ ബ്ലൈൻഡ്നെസ് Y ലിങ്ക്ഡ് അല്ല, X ലിങ്ക്ഡ് റിസസീവ് ആണ്. X ലിങ്ക്ഡ് റിസസീവ് ക്യാരക്ടറാണ് കളർ ബ്ലൈൻഡ്നെസ്, അപ്പോൾ അത് തെറ്റാണ്. ദെൻ ടേണേഴ്സ് സിൻഡ്രോം 2n+1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടേണേഴ്സ് എന്ന് പറയുമ്പോൾ 44 ഓട്ടോസോംസും ഒരു എക്സുമേ ഉള്ളൂ, അപ്പോൾ 2n-1 ആണ് അവിടെ കണ്ടീഷൻ, 2n-1, അപ്പോൾ അത് തെറ്റാണ്. ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അവിടെ 44 ഓട്ടോസോംസ് പ്ലസ് XO എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റാണ്. 21st ക്രോമസോമിൻ്റെ ട്രൈസോമിയാണ്. അവിടെ ഓട്ടോസോംസ് 45ഉം ഒരു ജോഡി സെക്സ് ക്രോമസോംസ്, അത് XX ആവാം അല്ലെങ്കിൽ XY ആവാം. അപ്പോൾ അത് തന്നിരിക്കുന്നത് മിസ്റ്റേക്കാണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ 14 നോക്കാം. ദെൻ വിച്ച് among the following is not the function of gap junction? അപ്പോൾ ഗ്യാപ് ജംഗ്ഷൻസ് നമുക്കറിയാം, 2 അടുത്തടുത്തിരിക്കുന്ന സെല്ലുകളുടെ സൈറ്റോപ്ലാസംസിനെ കണക്ട് ചെയ്യുന്ന ജംഗ്ഷൻസ് ആണ് ഗ്യാപ് ജംഗ്ഷൻസ്. ഇതിനെ കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻസ് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ഇൻ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ്, അത് കറക്റ്റാണ്. ടു സ്റ്റോപ്പ് ലീക്കേജ് എക്രോസ് ടിഷ്യൂ, അത് തെറ്റാണ്. അപ്പോൾ ഒരു ടിഷ്യൂവിൽ നിന്ന് സബ്സ്റ്റൻസസ് ലീക്ക് ഔട്ട് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്ന ജംഗ്ഷൻസ് ആണ് ടൈറ്റ് ജംഗ്ഷൻസ്. കണക്ട് സൈറ്റോപ്ലാസം ഓഫ് അഡ്ജസൻറ്റ് സെൽസ്, അത് കറക്റ്റ്. ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സെൽസ്, അതും കറക്റ്റ്. അപ്പോൾ ആപ്ലിക്കബിൾ അല്ലാത്തത് ഓപ്ഷൻ 2 ആണ്. എക്സ്പ്ലനേഷൻ വേണ്ട എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ വേഗം പറയാം. ദെൻ വിച്ച് സെൽസ് ഹാവ് കപ്പാബിലിറ്റി ടു ഫോം ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഇൻ വിച്ച് ദേ ഗെറ്റ് സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്രേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ലൈക്ക് മ്യൂക്കസ് ആൻഡ് സലൈവ. അതായത് ഗ്ലാൻഡുലാർ ഫങ്ഷൻ, അതായത് സെൽസ് ദാറ്റ് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ ഗ്ലാൻഡുലാർ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കോളുംനാർ എപ്പിത്തീലിയം ആൻഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. അപ്പോൾ അവിടെ ഓപ്ഷൻ 1 ആണ് വരുന്നത്, കോളുംനാർ ആൻഡ് ക്യൂബോയിഡൽ. ഓക്കെ, നെക്സ്റ്റ് വൺ എടുക്കാം. ഫൈൻഡ് ദി മിസ്മാച്ച്ഡ് പെയർ റിഗാർഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെരിപ്ലാനറ്റ. കോക്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഏനൽ സ്റ്റൈൽ, സെക്ഷുവൽ ഡൈമോർഫിസം, അത് കറക്റ്റാണ്. മെയിൽസിന് ഏനൽ സ്റ്റൈലുണ്ട്, സെക്ഷുവൽ ഡൈമോർഫിസം മെയിൽസിനെയും ഫീമെയിൽസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ദെൻ സ്പെർമാത്തീക്ക ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡ്, അത് തെറ്റാണ്. ഫീമെയിൽ കോക്രോച്ചിന് സ്പേംസ് സ്റ്റോർ ചെയ്യാനുള്ള സാക്കുകളാണ് സ്പെർമാത്തീക്ക, സ്പേംസിൻ്റെ സ്റ്റോറേജിന് വേണ്ടിയുള്ള സാക്ക്, അതാണ് മിസ്മാച്ച് ചെയ്തിരിക്കുന്നത്. മാൽപീജിയൻ ട്യൂബ്യൂൾസ് റിമൂവൽ ഓഫ് നൈട്രജനസ് വേസ്റ്റ്, കറക്റ്റ്. സൂപ്ര ഇസോഫാജിയൽ ഗാംഗ്ലിയോൺ സപ്ലൈ നെർവ്സ് ടു ആന്റനി ആൻഡ് കോമ്പൗണ്ട് ഐ, അതും കറക്റ്റാണ്. ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ. Then which among the following statements are incorrect with respect to cockroach? It has mosaic vision with high sensitivity and resolution എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. മീസെൻഡറോൺ എന്ന് പറയുന്നത് മിഡ്ഗട്ട് ആണ്. ഹാസ് ഹൈലി കൈറ്റിനസ് പ്ലേറ്റ്സ് കോൾഡ് ടീത്ത്, അത് തെറ്റാണ്. കൈറ്റിനസ് പ്ലേറ്റുകൾ ഇരിക്കുന്നത് ഗിസാഡിലാണ്, ഗിസാഡ് അല്ലെങ്കിൽ പ്രോ വെൻട്രിക്കുലസിലാണ് ഹൈലി കൈറ്റിനസ് ആയിട്ടുള്ള ടീത്ത് കാണുന്നത്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് അവിടെ റോങ് ആയിട്ട് വരുന്നത്, ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ട്രക്യൂൾസ് ക്യാരി ഓക്സിജൻ ഫ്രം എയർ ടു ഓൾ ബോഡി പാർട്സ്, കറക്റ്റ് ആണ്. ബ്ലഡ് ഈസ് ഡിവോയ്ഡ് ഓഫ് റെസ്പിറേറ്ററി പിഗ്മെന്റ്, അതും കറക്റ്റ് ആണ്. ഇവിടെ ഓപ്ഷൻ 2 ആണ് ആൻസർ. ദെൻ ഫങ്ഷൻസ് ഓഫ് 1, 2, 3, 4 and 5 റെസ്പെക്റ്റീവ്ലി, അതായത് നമുക്ക് മാച്ച് ചെയ്യണം.
അതിൽ സ്ക്വാമസ് എപ്പിത്തീലിയം 5 ആണ്, ഡിഫ്യൂഷൻ ബൗണ്ടറി ഫോം ചെയ്യുന്ന എപ്പിത്തീലിയം. അടുത്തത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ 6 ആണ്, സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഇൻ ഗ്ലാൻഡുലാർ ഡക്ട്സ് ആൻഡ് നെഫ്രോൺസ്. Then ciliated epithelium for moving particles or mucus in a specific direction over the epithelium 2. Then ciliated കഴിഞ്ഞു. Brush bordered cuboidal PCT 1 way. Then adhering junction perform cementing function to keep neighboring cells together. അവിടെ 4 ആണ്. Then intercalated disc. അപ്പോൾ ഇത് കാർഡിയാക് മസിൽസിലാണ് കാണുന്നത്. റാപ്പിഡ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇൻ കാർഡിയാക് മസിൽസ് 3. അപ്പോൾ ഓപ്ഷൻ വരുന്നത് 5, 6, 2, 1, 4, 3. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ആൻസർ, ഓപ്ഷൻ 2. ദെൻ അടുത്തത് എ ടാക്സോണമിക് കാറ്റഗറി റെഫേഴ്സ് ടു. അപ്പോൾ നമുക്കറിയാലോ ടാക്സോണമിക് ഹൈറാർക്കിയിലുള്ള ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു കാറ്റഗറിയെ നമുക്ക് ടാക്സോണമിക് കാറ്റഗറി, എ റാങ്ക് ഓർ ലെവൽ ഇൻ എ ടാക്സോണമിക് ഹൈറാർക്കി. അതിൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജെനേറ എന്ന് പറയുമ്പോൾ അത് ഫാമിലിയാണ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഗാനിസംസ് കേപ്പബിൾ ഓഫ് ഇന്റർബ്രീഡിംഗ് ആണെങ്കിൽ സ്പീഷീസ് ആണ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഗാനിസംസ് ബട്ട് അൺഏബിൾ ടു ഇന്റർബ്രീഡ് ആണെങ്കിൽ അത് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് എന്ന് പറയാം. ഓപ്ഷൻ 2 ആണ് ആൻസർ. അടുത്ത മാച്ച് ദി കോളംസ് ആണ്. പ്ലനേറിയ, അവിടെ ട്രൂ റീജനറേഷൻ 4 എടുക്കണം. ഫഞ്ചൈ റീപ്രൊഡ്യൂസസ് ത്രൂ എസെക്ഷൽ സ്പോർസ് 2 എടുക്കാം. ഈസ്റ്റിന് ബഡിങ് എടുക്കാം 3. അമീബ ബൈനറി ഫിഷൻ 1. അപ്പോൾ 4, 2, 3, 1 ആണ് ആൻസർ. 4, 2, 3, 1. ഓപ്ഷൻ 2. Then question 21. An oocyte is released from the ovary under the influence of LH. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഏത് സ്റ്റേജിലാണ് ഊസൈറ്റ് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്. ഊസൈറ്റ് സെക്കൻഡറി ഊസൈറ്റ് ആണ്. അപ്പം അതിന് സെക്കൻഡറി ഊസൈറ്റിൻ്റെ പ്രൈമറി ഊസൈറ്റിൻ്റെ മിയോസിസ് 1 കംപ്ലീറ്റ് ആവുന്നത് ഫോളിക്കുലാർ ഫേസിൽ ടേർഷറി ഫോളിക്കിളിനകത്ത് വെച്ചാണ്. അപ്പം മിയോസിസ് 1 കംപ്ലീറ്റ് ആവുന്നതിനോടൊപ്പം തന്നെ ഫസ്റ്റ് പോളാർ ബോഡിയുടെ റിലീസും നടന്നിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ എടുക്കാൻ പറ്റുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മിയോസിസ് 1 ആൻഡ് റിലീസ് ഓഫ് എ പോളാർ ബോഡി. ഒരു പോളാർ ബോഡി റിലീസ് ചെയ്ത അവസ്ഥയിലാണ് എഗ്ഗിനെ റിലീസ് ചെയ്യുന്നത്. 4 ആണ്, ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് മിയോസിസ് 1 ആൻഡ് റിലീസ് ഓഫ് എ പോളാർ ബോഡി. Then question 22. Which of the following statement is not correct regarding menstrual cycle? അതിൽ LH induces rupturing of Graafian follicle correct ആണ്. Proliferative phase is characterized by increased production of estrogen, അത് correct ആണ്. Predominant hormone of corpus luteum is progesterone, അതും correct ആണ്. FSH and LH attain peak level in the secretory phase എന്ന് പറയുന്നത് തെറ്റാണ്. FSHും LHും പീക്ക് ലെവൽ എത്തുന്നത് എപ്പോഴാണ്? ഫോളിക്കുലാർ ഫേസിൻ്റെ എൻഡിലാണ്. അപ്പോൾ അവിടെ 4 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 23. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ്? അതിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ആർ ഡിപ്ലോയിഡ് സെൽസ്, അത് കറക്റ്റാണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോസ് മൈറ്റോസിസ് ടു പ്രൊഡ്യൂസ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്, അത് തെറ്റാണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോ മിയോസിസ് 1 ടു പ്രൊഡ്യൂസ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് അണ്ടർഗോ മിയോസിസ് 2 ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പെർമാറ്റിഡ്സ്, അത് കറക്റ്റാണ്. 1 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് പ്രൊഡ്യൂസ് 4 സ്പെർമാറ്റിഡ്സ്, അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 2. ദെൻ അടുത്തത് വിച്ച് ലെയർ ഓഫ് യൂട്രസ് അണ്ടർഗോസ് സൈക്ലിക് ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ? അത് നമുക്കറിയാം, എൻഡോമെട്രിയം ഓഫ് യൂട്രസ്, എൻഡോമെട്രിയം ഓപ്ഷൻ 4 ആണ്. ബാക്കി മീസോഡം, മയോമെട്രിയം, എൻഡോത്തീലിയം അതൊന്നും ആപ്ലിക്കബിൾ അല്ല. 4 ആണ് ആൻസർ, ഓപ്ഷൻ 4. Then question 25. Which hormone is responsible for severe uterine contractions during parturition? അപ്പം നമുക്കറിയാം ബർത്ത് ഹോർമോൺ എന്ന് വിളിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ. Question 26. The first fetal movement is observed during the dash month of embryonic development. അപ്പോൾ ഫീറ്റസിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് 5th മന്തിലാണ്. ഓപ്ഷൻ 2 ആണ് ഇവിടെ ആൻസർ, ഓപ്ഷൻ 2.
ദെൻ സ്പെർമിയോജെനിസിസ് എന്താണെന്നറിയാം. അതായത് ഒരു സ്പെർമാറ്റിഡ് സ്പേമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് സ്പെർമിയോജെനിസിസ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പെർമാറ്റോസോവ. Then question 28, the part of fallopian tube closer to ovary. അപ്പോൾ ഓവറിക്ക് ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫെലോപ്പിയൻ ട്യൂബിൻ്റെ പാർട്ടാണ് ഇൻഫണ്ടിബുലം. ഓപ്ഷൻ 1. അതിൽ മിഡിൽ പാർട്ടാണ് ആംപുല്ല, ലാസ്റ്റ് പാർട്ട് ഈസ് ഈസ്തുമസ്. അതായത് പാർട്ട് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് ദാറ്റ് ഓപ്പൺസ് ഇൻ ടു ദി യൂട്രസ് ഈസ് കോൾഡ് ഈസ്തുമസ്. വൂംബ് എന്ന് പറയുന്നത് യൂട്രസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 29, ബർത്ത് കനാൽ ഈസ് ഫോംഡ് ബൈ. ബർത്ത് കനാൽ ഫോം ചെയ്യുന്നത് ഏതൊക്കെയാണ്? സെർവിക്കൽ കനാൽ ആൻഡ് വജൈനൽ കനാൽ ഫോം ബർത്ത് കനാൽ. ഓപ്ഷൻ 2. Then which one of the following is not an accessory male duct in context of male reproductive system? അതിൽ നമുക്കറിയാം മെയിൽ ആക്സസറി ഡക്റ്റുകൾ റേറ്റഡ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, റേറ്റഡ് ടെസ്റ്റിസ്, എപ്പിഡിഡൈമിസ്, ദെൻ റേറ്റഡ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്. ഇത് 4 മെയിൽ ആക്സസറി ഡക്ട്സ്. അതിൽ റേറ്റഡ് ടെസ്റ്റിസ് ഉണ്ട്, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, ഇതെല്ലാം ആക്സസറി ഡക്റ്റുകളാണ്. പക്ഷേ ടെസ്റ്റിസ് അതല്ല. ടെസ്റ്റിസ് എന്ന് പറയുന്നത് പ്രൈമറി സെക്സ് ഓർഗൻ. ഓപ്ഷൻ 2 ആണ് ആൻസർ. ദെൻ സ്റ്റെല്ലർ സീ കൗ ബിക്കെയിം എക്സ്റ്റിങ്ക്റ്റ് ഫ്രം റഷ്യ. ആൻസർ 3 ആണ്. ദെൻ അതിൽ മൗറീഷ്യസിൽ എക്സ്റ്റിങ്ക്റ്റ് ആയത് ഡോഡോ, ആഫ്രിക്കയിൽ എക്സ്റ്റിങ്ക്റ്റ് ആയത് ക്വാഗ, ഓസ്ട്രേലിയയിൽ എക്സ്റ്റിങ്ക്റ്റ് ആയത് തൈലസി. ഓപ്ഷൻ 3 ആണ് ആൻസർ. ദെൻ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്, ഇത് പ്രപ്പോസ് ചെയ്തത് ആരാ? പോൾ എർലിച്ച്. ദെൻ റോബർട്ട് മേ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി എസ്റ്റിമേറ്റ് ചെയ്ത വ്യക്തിയാണ് റോബർട്ട് മേ. ദെൻ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്ത വ്യക്തിയാണ്. എഡ്വേർഡ് വിൽസൺ പോപ്പുലറൈസ് ദി ടേം ബയോഡൈവേഴ്സിറ്റി. ഓപ്ഷൻ 3 ആണ് ഇവിടെ ആൻസർ. ദെൻ അടുത്തത് എർത്ത് സബ്മിറ്റ് ഹിസ്റ്റോറിക് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി വാസ് ഹെൽഡ് ഇൻ റിയോ ഡി ജനൈറോ ഇൻ 1992. ഓപ്ഷൻ 2 ആണ് ആൻസർ. ശരി. വിച്ച് മിനിസ്ട്രി ഹാസ് ഇനിഷ്യേറ്റഡ് ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ? അത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. ബാക്യുലോ വൈറസ് ബിലോങ് ടു ജീനസ്, അത് ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസ്. Then section B, consider the following statement. Coenzyme or metal ions that is tightly bound to enzyme protein is called prosthetic group. അത് തെറ്റാണ്. അതായത് ഇപ്പം ഒരു എൻസൈം അപ്പോ എൻസൈമായിട്ട് ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടിരിക്കുന്ന കോഎൻസൈം ഓർ മെറ്റൽ അയോൺ ദാറ്റ് ഈസ് ടൈറ്റ്ലി ബൗണ്ട്, ഇത് രണ്ടും ടൈറ്റ്ലി ബൗണ്ട് അല്ല ടു ദി എൻസൈം പ്രോട്ടീൻ ഈസ് കോൾഡ് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ കംപ്ലീറ്റ്ലി തെറ്റാണ്. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ കംപ്ലീറ്റ് കാറ്റലിറ്റിക് എൻസൈം വിത്ത് ഇറ്റ്സ് ബൗണ്ട് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഈസ് കോൾഡ് അപ്പോ എൻസൈം. അതും തെറ്റാണ്. അതായത് എ കംപ്ലീറ്റ് കാറ്റലിറ്റിക് എൻസൈം വിത്ത് ഇറ്റ്സ് ബൗണ്ട് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ഈസ് കോൾഡ് ഹോളോ എൻസൈം. അപ്പോ എൻസൈം അല്ല, ഹോളോ എൻസൈം ആണ്. അപ്പോൾ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് എ ആസ് വെൽ ആസ് ബി രണ്ടും റോങ് ആണ്. അപ്പം നാലാമത്തെ ഓപ്ഷൻ 4, ഓപ്ഷൻ 4 ആണ് അവിടെ ആൻസർ. ഇനി അടുത്ത തലാസീമിയ ആൻഡ് സിക്കിൾ സെൽ അനീമിയ ആർ കോസ്ഡ് ഡ്യൂ ടു പ്രോബ്ലം ഇൻ ഗ്ലോബിൻ മോളിക്യൂൾ സിന്തസിസ്. സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബോത്ത് ആർ ഡ്യൂ ടു ക്വാളിറ്റേറ്റീവ് ഡിഫക്റ്റ് ഇൻ ഗ്ലോബിൻ ചെയിൻ സിന്തസിസ്. തെറ്റാണ്. തലാസീമിയ ക്വാണ്ടിറ്റേറ്റീവ് ഡിഫക്റ്റ് ആണ്, അതേസമയം സിക്കിൾ സെൽ അനീമിയ ഈസ് ക്വാളിറ്റേറ്റീവ് ഡിഫക്റ്റ്. ദെൻ 2, ബോത്ത് ആർ ഡ്യൂ ടു ക്വാണ്ടിറ്റേറ്റീവ് ഡിഫക്റ്റ് ഓഫ് ഗ്ലോബിൻ ചെയിൻ സിന്തസിസ്. അതും തെറ്റാണ്. തലാസീമിയ ഈസ് ഡ്യൂ ടു ലെസ് സിന്തസിസ് ഓഫ് ഗ്ലോബിൻ മോളിക്യൂൾസ്. അതാണ് കറക്റ്റ് ആൻസർ. തലാസീമിയ ഈസ് ഡ്യൂ ടു ലെസ് സിന്തസിസ് ഓഫ് ഗ്ലോബിൻ മോളിക്യൂൾസ്. ദെൻ അടുത്തത് ക്വസ്റ്റ്യൻ 38. Given below are 2 statements. One is labeled as assertion A and the other is labeled as reason. അതിൽ Mendel's law of independent assortment does not hold good for the genes that are located closely on the same chromosome. അത് കറക്റ്റാണ്.
then അടുത്ത റീസൺ അതിന് കൊടുത്തിരിക്കുന്നത് ക്ലോസ്ലി ലൊക്കേറ്റഡ് ജീൻസ് അസോർട്ട് ഇൻഡിപെൻഡൻ്റ്ലി. തെറ്റല്ലേ? ക്ലോസ്ലി ലൊക്കേറ്റഡ് ആണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസോർട്ട് ചെയ്യില്ല, ഒന്നിച്ച് ഒരു ഗ്യാമീറ്റിലോട്ട് കടക്കാനുള്ള ചാൻസാണ് കൂടുതൽ, അസോർട്ട്മെൻറ്റ് നടക്കില്ല. അപ്പം റീസൺ തെറ്റാണ്. അപ്പം അസേർഷൻ കറക്റ്റാണ്, റീസൺ റോങ് ആണ്. അസേർഷൻ ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ഫാൾസ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. Then find the correctly matched pair regarding microbial products. അതിൽ പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസ്, റിമൂവൽ ഓഫ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ലോണ്ടറി, തെറ്റാണ്. പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസ് ഫോർ ക്ലാരിഫിക്കേഷൻ ഓഫ് ഫ്രൂട്ട് ജ്യൂസ്. ദെൻ മൈക്രോബിയൽ ലൈപ്പേസ്, ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്, അതും തെറ്റാണ്. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ് സ്റ്റാറ്റിൻസ് ആണ്. ദെൻ സ്റ്റാറ്റിൻസ് ഗിവൺ ടു പേഷ്യൻസ് വിത്ത് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ, അതും തെറ്റാണ്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ പേഷ്യൻറ്റിന് കൊടുക്കുന്നത് ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ് സൈക്ലോസ്പോറിൻ എ ആണ്. ദെൻ റോക്കിഫോർട്ട് ചീസ് റൈപ്പൻഡ് യൂസിങ് ഫംഗസ് എന്ന് പറയുന്ന ഓപ്ഷൻ കറക്റ്റാണ്. അപ്പോൾ ഫംഗസിൻ്റെ പേര് പെൻസീലിയം റോക്കിഫോർട്ടി എന്നാണ്. ഓപ്ഷൻ 4. ദെൻ അടുത്ത സെലക്ട് ദി കറക്റ്റ് ഗ്രൂപ്പ് ഓഫ് ബയോ കൺട്രോൾ ഏജൻറ്റ്സ്. ബയോ കൺട്രോൾ ഏജൻറ്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ നോസ്റ്റോക്ക് എന്ന് പറയുന്ന ബയോ ഫെർട്ടിലൈസറാണ്. അസോസ്പൈറലം ബയോ ഫെർട്ടിലൈസർ. ന്യൂക്ലിയോ പോളിഹെഡ്രോവൈറസ് ഒരു ബയോ കൺട്രോൾ ഏജൻ്റാണ്. ദെൻ അടുത്തതിൽ ബേസിലസ് തൂറിഞ്ചിയൻസിസ്, അതൊരു ബയോ കൺട്രോൾ ഏജൻ്റാണ്. അതേസമയം TMB ഒരു പാത്തോജനാണ്. ഏഫിഡ് ഒരു പെസ്റ്റാണ്. ദെൻ മൂന്നാമത്തെ ഓപ്ഷനാണ് ഇവിടെ ആൻസർ. ട്രൈക്കോഡെർമ, ബാക്യുലോ വൈറസ്, ബേസിലസ് തൂറിഞ്ചിയൻസിസ്, അതാണ് ആൻസർ. ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. ദെൻ ഇനി ഇവിടെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വരുന്നുണ്ട്. ടൈപ്പ് ഓഫ് മൈക്രോബ്, സയൻറ്റിഫിക് നെയിം, കമേഴ്ഷ്യൽ പ്രോഡക്റ്റ്. അതിൽ ബാക്ടീരിയം സ്ട്രെപ്റ്റോകോക്കസ്, ഓപ്ഷൻ അവിടെ എ വരുന്ന സ്ഥലത്ത് ബാക്ടീരിയയുടെ പേര് സ്ട്രെപ്റ്റോകോക്കസ്, പ്രോഡക്റ്റ് ക്ലോട്ട് ബെസ്റ്റർ. ദെൻ ബി അതായത് ആസ്പെർജില്ലസ് നൈഗർ സിട്രിക് ആസിഡ്. ആസ്പെർജില്ലസ് നൈഗർ എന്ന് പറയുന്നത് ഫംഗസ് ആണ്. ദെൻ അടുത്തത് ബാക്ടീരിയം ഡി ബ്യൂട്ടറിക് ആസിഡ്. അപ്പോൾ ബ്യൂട്ടറിക് ആസിഡ് ഈൽഡ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്? ക്ലോസ്ട്രീഡിയം ബ്യൂട്ടലിക്കം ആണ്. ഓപ്ഷൻ 1 ആണ് ആൻസർ. ഓപ്ഷൻ 1. സോറി, സി പറഞ്ഞില്ല. സി സൈക്ലോസ്പോറിൻ എ ഫംഗസ്, ട്രൈക്കോഡെർമ പോളിസ്പോറം, സൈക്ലോസ്പോറിൻ എ. ഇപ്പോൾ എ സ്ട്രെപ്റ്റോകോക്കസ്, ബി ഫംഗസ്, സി സൈക്ലോസ്പോറിൻ എ, ഡി ക്ലോസ്ട്രീഡിയം ബ്യൂട്ടലിക്കം. ഓപ്ഷൻ 1 ആണ് ആൻസർ വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 42. പിക്ക് ഔട്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഹീമോഫീലിയ ഈസ് സെക്സ് ലിങ്ക്ഡ് റിസസീവ് ഡിസീസ്, അത് കറക്റ്റാണ്. ദെൻ ഡൗൺ സിൻഡ്രോം ഈസ് ഡ്യൂ ടു അന്യൂപ്ലോയിഡി, അതും കറക്റ്റാണ്. ദെൻ ഫിനൈൽ കീറ്റോന്യൂറിയ ഈസ് ഓട്ടോസോമൽ റിസസീവ് ജീൻ ഡിസോർഡർ, അതും കറക്റ്റാണ്. ദെൻ സിക്കിൾ സെൽ അനീമിയ ഈസ് എൻ എക്സ് ലിങ്ക്ഡ് റിസസീവ് ജീൻ ഡിസോർഡർ. സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത് ഓട്ടോസോമൽ റിസസീവ് ജീൻ ഡിസോർഡർ ആണ്. അപ്പോൾ അത് തെറ്റ്. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. 1, 2 and 3 മൂന്നും കറക്റ്റാണ്. ഓപ്ഷൻ 3 ആണ് ആൻസർ. Then question 43. The accelerated species extinction the world is facing now is due to 4 major causes called evil quartet. Find the incorrect option regarding causes for biodiversity loss. അതിൽ ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹാബിറ്ററ്റ് ഫ്രാഗ്മെൻറ്റേഷൻ അഫക്ട്സ് ബേർഡ്സ് മാമൽസ് റിക്വയറിംഗ് ലാർജ് ടെറിട്ടറീസ്, അത് കറക്റ്റാണ്. എക്സ്റ്റിങ്ഷൻ ഓഫ് സ്റ്റെല്ലർ സീ കൗ ആൻഡ് പാസഞ്ചർ പീജിയൻ വാസ് ഡ്യൂ ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഹ്യൂമൻസ്, അതും കറക്റ്റാണ്. കോ എക്സ്റ്റിങ്ഷൻസ് ആർ പോസിബിൾ ഇൻ പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം, അതും കറക്റ്റാണ്. അപ്പം നമുക്ക് NCERT കൊടുത്തിട്ടുണ്ട്. കോ ഇവല്യൂഷൻ നടക്കുന്ന ഇൻ്ററാക്ഷൻസിൽ കോ എക്സ്റ്റിങ്ഷനും നടക്കും. അതിനൊരു എക്സാമ്പിളാണ് പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം. Then introduction of cichlids in Lake Victoria led to extinction of Nile perch. നേരെ തിരിച്ചാണ്. ലേക്ക് വിക്ടോറിയയിൽ നൈൽ പെർച്ചിൻ്റെ ഇൻട്രൊഡക്ഷൻ നടന്നത് കാരണം സിച്ചിലിഡ്സ് എക്സ്റ്റിങ്റ്റ് ആയി. അപ്പോൾ ഓപ്ഷൻ 4 ആണ് അവിടെ ആൻസർ. ബാക്കി 1, 2 and 3 കറക്റ്റ്. ഓപ്ഷൻ 4 is the answer. Then question 44. Which of the following are not true regarding biofertilizers? Then glomus, phosphorus absorption from soil, അത് കറക്റ്റാണ്.
അതായത് ഗ്ലോമസ് എന്ന് പറയുന്നത് മൈക്കോറൈസ ഫോർമേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫംഗൽ സിംബയോണ്ടാണ്. അപ്പോൾ അത് ഫോസ്ഫറസ് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും, അത് കറക്റ്റ്. റൈസോബിയം ഫംഗൽ സിംബയോണ്ട് ഇൻ മൈക്കോറൈസ, അത് തെറ്റാണ്. ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നോഡ്യൂൾസിൽ സിംബയോട്ടിക് മോഡിൽ ജീവിക്കുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. ദെൻ അനബീന ഫ്രീ ലിവിങ് ഓട്ടോട്രോഫ്, അനബീന നോസ്റ്റോകോസിലേറ്റോറിയ, ഇതെല്ലാം സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗയാണ്, ഓട്ടോട്രോഫുകളാണ്, അത് കറക്റ്റ്. ദെൻ അസോസ്പൈറിലം ഫ്രീ ലിവിങ് ഫഞ്ചൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. അസോസ്പൈറിലം എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്, അസോസ്പൈറിലം സയനോ ബാക്ടീരിയ, ബാക്ടീരിയ അല്ല സയനോ ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫഞ്ചൈ അല്ല, തെറ്റ്. ദെൻ അസറ്റോബാക്ടർ നൈട്രജൻ ഫിക്സർ, അത് കറക്റ്റാണ്, ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സർ. ഇവിടെ ആൻസർ റോങ് ആയിട്ട് വരുന്നത് 2 and 4, ഓപ്ഷൻ 2 ആണ് ആൻസർ, ഓപ്ഷൻ 2 and 4. Then question number 45. Then find the mismatched pair. Aneuploidy, failure of segregation of chromatids during cell division, അത് കറക്റ്റ് ആണ്. പോളിപ്ലോയിഡി, failure of cytokinesis after telophase of cell division, അതും കറക്റ്റ് ആണ്. ഡൗൺ സിൻഡ്രോം, ട്രൈസോമി ഓഫ് ക്രോമസോം നമ്പർ 21, അതും കറക്റ്റ് ആണ്. ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, അപ്പോൾ അതിൽ 44A+XO കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കറക്റ്റ് കോമ്പിനേഷൻ 44A+XXY ആണ്. അപ്പോൾ അവിടെ മിസ്മാച്ച്ഡ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 ആണ്. Then അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 46 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് ട്രൂ റിഗാർഡിംഗ് തലാസീമിയ? തലാസീമിയ മേ ബി ഡ്യൂ ടു ഡിലീഷൻ ഓർ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് കറക്റ്റ്. ആൽഫ തലാസീമിയ ഈസ് കൺട്രോൾഡ് ബൈ 2 ജീൻസ് ഇൻ ക്രോമസോം നമ്പർ 16, അത് കറക്റ്റാണ്. ബീറ്റ തലാസീമിയ ഈസ് കൺട്രോൾഡ് ബൈ 2 ജീൻസ് അല്ല, സിംഗിൾ ജീൻ ഇൻ ക്രോമസോം നമ്പർ 11, അപ്പോൾ അത് തെറ്റ്, 2 ജീൻസ് അല്ല, സിംഗിൾ ജീൻ. ദെൻ തലാസീമിയ ഇസ് എ ക്വാളിറ്റേറ്റീവ് ഡിസോർഡർ, അതും തെറ്റാണ്. തലാസീമിയ ഇസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഡിസോർഡർ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന നോട്ട് ട്രൂ ആണ്, 3 and 4 റോങ് ആണ്, ഓപ്ഷൻ 4 ആണ് ഇവിടെ ആൻസർ, ഓപ്ഷൻ 4. Then question 47. Find the false statement regarding life cycle of Plasmodium. അതിൽ പാരസൈറ്റ് റീപ്രൊഡ്യൂസസ് asexually in liver cells, അത് കറക്റ്റാണ്. റിലീസ് ഓഫ് ഹീമോസോയിൻ കോസസ് സൈക്കിൾസ് ഓഫ് ഫീവർ, അതും കറക്റ്റാണ്. ഗാമിറ്റോസൈറ്റ്സ് ഓഫ് പ്ലാസ്മോഡിയം ഡെവലപ്പ് ഇൻസൈഡ് ദി RBC, കറക്റ്റാണ്. പ്ലാസ്മോഡിയത്തിൻ്റെ സെക്ഷുവൽ സ്റ്റേജുകളാണ് ഗാമിറ്റോസൈറ്റ്സ്, RBCക്കകത്താണ് ഡെവലപ്പ് ചെയ്യുന്നത്. Then fertilization and development occur in the salivary glands of mosquito എന്ന് പറയുന്നത് തെറ്റാണ്. Fertilization and development occur in the gut of mosquito. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ആൻസർ. False statement is option 4. Then question 48. Following are the statements with reference to lipids. Oils have high melting point, അത് തെറ്റാണ്. ഓയിൽസിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. ലെസിത്തിൻ is a phospholipid, അത് കറക്റ്റ്. Trihydroxypropane is glycerol, അത് കറക്റ്റ്. Then palmitic acid has 20 carbon atoms including carboxyl carbon എന്ന് പറയുന്നത് തെറ്റാണ്. Palmitic acid has 16 carbon atoms including carboxyl carbon. Then arachidonic acid has 16 carbon atoms കാർബൺ ആറ്റംസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതും തെറ്റാണ്. അരക്ഡോണിക് ആസിഡ് ഹാസ് 20 കാർബൺ ആറ്റംസ് ഇൻക്ലൂഡിങ് കാർബോക്സിൽ കാർബൺ, അപ്പോൾ അതും തെറ്റ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന കറക്റ്റ് ഓപ്ഷനാണ് B and C, ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. Then question 49. What does modern ex-situ conservation include? Cryopreservation ഉണ്ട്. Then in vitro fertilization, plants can be propagated using tissue culture method, എല്ലാം വരും, all of this. ഓപ്ഷൻ 4 ആണ് ഇവിടെ ആൻസർ. Then question number 50. Identify the correct option regarding Periplaneta americana, porometabolous development, അത് കറക്റ്റ് ആണ്. Then collateral glands in females, അതും കറക്റ്റ് ആണ്, ഫീമെയിൽസിൻ്റെ ആക്സസറി ഗ്ലാൻഡ് ആണ്. Then Techmina for flight, തെറ്റാണ്. ടെക്മിന എന്ന് പറയുന്നത് അതിൻ്റെ 4 wings ആണ്. 4 wings ഫ്ലൈറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഹൈൻഡ് വിങ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്
ടെക്മിന അതായത് 4 വിങ്സ്. ദെൻ ഫാലോമിയസ് ഫോർ ഗ്രൈൻഡിങ് ഫുഡ്, തെറ്റാണ്. ഫാലോമിയസ് എന്ന് പറയുന്നത് മെയിൽ കോക്രോച്ചിൻ്റെ എക്സ്റ്റേണൽ ജനൈറ്റാലിയാണ്, ഫുഡ് ഗ്രൈൻഡ് ചെയ്യാനുള്ള സംവിധാനം അല്ല. ദെൻ സ്പെർമാതീക്ക ഫോർ സ്റ്റോറേജ് ഓഫ് എഗ്സ്, അതും തെറ്റാണ്. സ്പെർമാതീക്ക എന്ന് പറയുന്ന ഫീമെയിൽ കോക്രോച്ചിന് കാണുന്ന ഒരു ജോഡി സാക്കുകളാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് സ്പേംസ്, എഗ് സ്റ്റോർ ചെയ്യാനല്ല, സ്പേംസ് സ്റ്റോർ ചെയ്യാനാണ് സ്പെർമാതീക്ക. അപ്പോൾ ഇവിടെ 1 and 2 മാത്രമാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ 1 ആണ് ആൻസർ. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻസ് എല്ലാം ഈസിയാണ്, മിക്ക ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഫുൾ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമുക്കങ്ങ് തുടങ്ങാം അല്ലേ? കുട്ടിയെ കാണാമല്ലോ. ഇന്ന് ഒരുപാട് ക്ഷീണിച്ച് കാണും കുട്ടികൾ, ഒരുപാട് നേരം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കാരണം. നമുക്കൊന്ന് വേഗം ഇതിൻ്റെ ആൻസർ കീകളൊക്കെ ഒന്ന് വേഗം ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാവൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഏതാണ് ട്രൈക്ലിനിക് എന്നാണ്. ട്രൈക്ലിനിക് നിങ്ങൾക്കറിയാം മോസ്റ്റ് അൺസിമെട്രിക് ആണ്. A ≠ B ≠ C ആണ്. ആൽഫ ≠ ബീറ്റ ≠ ഗാമ ≠ 90. ഇത് ശരിയാക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? മോസ്റ്റ് അൺസിമെട്രിക് ആണ് ട്രൈക്ലിനിക് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നോക്കി നോക്കൂ, BCC ആണ്. BCCയിൽ 2 × 10⁻23 യൂണിറ്റ് സെൽ ഉണ്ട്. BCC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു യൂണിറ്റ് സെല്ലിന് അവകാശപ്പെടാൻ 2 പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ അല്ലേ? എങ്ങനെയാണ് 2 വരുന്നത്? കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ ഒന്നും പിന്നെ ഒന്ന് ബോഡി സെൻറ്ററിലുള്ളതും. അപ്പോൾ ആകെ യൂണിറ്റ് സെല്ല് 2 × 10⁻23 ഉണ്ട്. അപ്പോൾ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും? ഒരു യൂണിറ്റ് സെല്ലിൽ 2 ഉണ്ടാവും. അപ്പോൾ ആകെ 4 × 10⁻23 ഉണ്ടാവും. ഒരു യൂണിറ്റ് സെല്ലിൽ 2 ആറ്റം ഉണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര ഉണ്ടാവും എന്ന് ചോദിച്ചാൽ യൂണിറ്റ് സെല്ലിൻ്റെ ഇരട്ടി കാണും. മക്കളെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് വേഗം പോവാം. അടുത്തൊന്ന് നോക്കി നോക്കൂ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? അവർ പറയുകയാണ് X ഫോംസ് FCC. നമുക്കറിയാം ആരാണോ ലാറ്റിസിലുള്ളത് അത് നമ്മൾ എന്തായിട്ട് എടുക്കണം? 1 മോൾ ഉണ്ട് എന്ന് എടുക്കണം. അപ്പോൾ X FCC ആണെന്ന് കേട്ടത് നമ്മൾ എന്തെടുക്കും? X 1 മോളാന്ന് പറയും. പിന്നെ അവരെന്താ പറയുന്നത്? Y ഓൾ ഒക്ടാഹീഡൽ വോയിഡ്. എത്ര എണ്ണം പാർട്ടിക്കിൾ ഉണ്ടോ അത്ര തന്നെയാണ് ഒക്ടാഹീഡൽ വോയിഡ് എന്ന് അറിയാം. അപ്പോൾ Y 1 മോളായിരിക്കും. സെറ്റ് എവിടെയാണെന്നാ പറയുന്നത്? ടെട്രാഹീഡൽ വോയിഡിന്റെ പകുതി. നിങ്ങൾക്കറിയാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണത്തിന്റെ ഇരട്ടി ഉണ്ടാവും ടെട്രാഹീഡൽ വോയിഡ്. അപ്പോൾ അതിന്റെ പകുതി എന്ന് പറഞ്ഞാലോ 1. അപ്പോൾ X 1 Y 1 സെറ്റ് 1 എഴുതിയിട്ടില്ലേ നിങ്ങൾ? അടുത്തതിലേക്ക് ഒന്ന് പോവാം. സീഷ്യം ബ്രോമൈഡിന് എന്താ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത്? ബോഡി സെൻറ്റേഡ് സ്ട്രക്ചറാണ് അല്ലേ? BCC സ്ട്രക്ചറാണ്. എന്ന് വെച്ചാൽ ബോഡി സെൻറ്ററിലാണ് ആരിയിരിക്കുന്നത്? സീഷ്യം അയോൺ ഇരിക്കുന്നത്. ബ്രോമൈഡ് അയോൺ എവിടെയായിരിക്കുന്നത്? കോർണറിൽ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. സീഷ്യം അയോൺ ബോഡി സെൻറ്ററിലുണ്ട്, കോർണറിലായിട്ട് ബ്രോമൈഡ് അയോൺ ഉണ്ട്. നിങ്ങളൊരു ബോഡി ഡയഗണൽ എടുത്താലോ 2 ബ്രോമൈഡ് അയോണും 2 സീഷ്യം അയോണിൻ്റെ റേഡിയസും വരും. റേഡിയസാണ് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ ബ്രോമൈഡ് അയോണിൻ്റെ റേഡിയസ്, ഇവിടെ ഡയമീറ്റർ ഓഫ് സീഷ്യം അയോണ്, ഇവിടെ ബ്രോമൈഡ് അയോൺ. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ കോർണറിൽ നിന്ന് ബോഡി സെൻറ്ററിലേക്കുള്ള ദൂരം അല്ലേ? എന്ന് വെച്ചാൽ എന്താ? അത് ബോഡി ഡയഗണലിൻ്റെ പകുതി. ബോഡി ഡയഗണൽ എന്ന് പറഞ്ഞാൽ A√3/2. A എത്രയാ തന്നിരിക്കുന്നത്? 3.46. √3 1.73 ഡിവൈഡഡ് ബൈ 2.
ഇതിൽ കട്ട് ചെയ്താൽ 1.73 അല്ലേ, എന്ന് വെച്ചാൽ √3 × √3 എന്താ കിട്ടുക? 3 ആ കിട്ടുക. അടുത്ത് നോക്കൂ, ഓൺലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡെൻസിറ്റി മസ്റ്റ് ഡിക്രീസ് വിത്ത് വേക്കൻസി ഡിഫക്റ്റ് ശരിയാണ്. ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് കാരണം ഡെൻസിറ്റി കൂടും ശരിയാണ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് കൊണ്ട് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നത് തെറ്റാണ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് വന്നതുകൊണ്ട് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് വേറൊന്ന് വയ്ക്കുന്നത്. അപ്പോൾ പോയ ആളെയും വന്നയാളുടെയും ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും അത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. ഡെൻസിറ്റി ഡിസ്ലൊക്കേഷൻ കാരണം മാറില്ല എന്ന് പറഞ്ഞത് ശരിയാണ്. കാരണം ഫ്രങ്കൽ ഡിഫക്റ്റിലൊക്കെ ഡെൻസിറ്റി മാറില്ലല്ലോ, കാരണം ആരും മിസ്സായിട്ടില്ല. അടുത്ത് നോക്കൂ, ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇൻ 0.5 മോളാർ അക്വസ് സൊല്യൂഷൻ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നാ ചോദിച്ചിരിക്കുന്നത്. അക്വസ് സൊല്യൂഷൻ ആണ്. ശുദ്ധമായ വെള്ളത്തിന് 100 ഡിഗ്രി സെൽഷ്യസിലെ വേപ്പർ പ്രഷർ എത്രയായിരിക്കും? ശുദ്ധമായ വെള്ളം 100 ഡിഗ്രി എത്തിയാൽ അത് തിളയ്ക്കുമല്ലോ. തിളയ്ക്കണമെങ്കിൽ വേപ്പർ പ്രഷർ എന്തായിരിക്കണം? അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയിരിക്കണം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാ? 760 mm ആ. അപ്പൊ P0 എന്ന് പറയുന്നത് 760 mm ആണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാവോ? P0 - P എന്ത് എന്നാ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാവുന്നത് എന്താ? P0 - P/P0 = മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്നാണ് അറിയുന്നത്. കണ്ടുപിടിക്കേണ്ടത് P0 - P ആണ്. P0 760 ആണ് എന്ന് നിങ്ങൾക്കറിയാം. ദിസ് ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ. ഒരു ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷനും മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലൊരു റിലേഷൻ നമ്മൾ അക്വസ് സൊല്യൂഷനിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഒത്തിരി ക്വസ്റ്റ്യൻ നമ്മൾ NCERT-ൽ അത് വെച്ച് ചെയ്തിട്ടുണ്ട്. ഡൈല്യൂട്ട് അക്വസ് സൊല്യൂഷന് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 18 m/1000 എടുത്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 18 × മൊളാലിറ്റി ഡിവൈഡഡ് ബൈ 1000 എടുക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P0 - P കിട്ടും. ഇപ്പൊ P0 - P എത്രയാ കിട്ടിയത്? 18 × 0.5 9 അല്ലേ. 9 × 760 ഡിവൈഡഡ് ബൈ 18 m/1000 ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടേണ്ടതാ? P0 - P കിട്ടേണ്ടതാ. ചെയ്തിട്ട് കിട്ടിയവരുണ്ടായിരുന്നോ? 3 ഡെസിമൽ വേണമെങ്കിൽ ഞാൻ ഇവിടെ എടുത്തേക്കാം. 0.76 × 9 അല്ലേ നിങ്ങൾ ചെയ്തേ. അപ്പൊ എന്തായാലും നമുക്ക് 7 63 6 പോയിന്റ് ഉള്ള ഒരു ആൻസറേ കിട്ടാനുള്ളൂ. അതല്ലേ നിങ്ങൾ ആൻസർ എഴുതിയേ. അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്ത് നോക്കാവോ, എന്താണ്? ലിക്വിഡ് A and B ഫോം ആൻ ഐഡിയൽ സൊല്യൂഷൻ. A കണ്ടേ എന്താണ്? A 25% മോൾ പേഴ്സൺ, അതായത് സൊല്യൂഷൻ ആണ്. എയും ബിയും കൂടി ചേർന്ന് സൊല്യൂഷൻ ഉണ്ടായിരിക്കുക. സൊല്യൂഷനകത്ത് നോക്കിയപ്പോൾ A 25% ഉണ്ട്. A 25% സൊല്യൂഷനകത്തുണ്ട്. അപ്പൊ B എത്രയാണെന്ന് വെച്ചാൽ 75% ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അവർ നോക്കുമ്പോൾ വേപ്പറിനകത്ത് ഇരിക്കുന്നതിൽ A എത്ര ശതമാനമുണ്ട്? വേപ്പറിനകത്ത് ഇരിക്കുന്നതിൽ A 50% ഉണ്ട്. വേപ്പറിൽ നോക്കുകയാണെങ്കിൽ 50% Aയും ഉണ്ട്, 50% Bയും ഉണ്ട് എന്നാ തന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താ അറിയോ? റേഷ്യോ ഓഫ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ A ടു ദാറ്റ് ഓഫ് പ്യുവർ B എന്ത് എന്നാണ്. ഇപ്പൊ P0A/P0B എന്ത് എന്നാ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? നമുക്കറിയാം വേപ്പർ ഫേസിൽ ഇരിക്കുന്ന മോൾ ഫ്രാക്ഷൻ എങ്ങനെയാ കാണുക? YA എങ്ങനെയാ നമ്മൾ കാണുക? YA കാണാൻ നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ അല്ലേ എടുക്കാറ്. പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് കമ്പോണന്റ് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? P0A/A എടുക്കും അല്ലെ. ഇപ്പൊ P0A/A ഡിവൈഡഡ് ബൈ P0A/A പ്ലസ് P0B/B എടുത്താൽ മതി. ഇത്രയേ ചെയ്യേണ്ട കാര്യമുള്ളൂ. P0A/A ശുദ്ധമായ അവസ്ഥയിലുള്ള Aയുടേത് P0A തന്നെ നിന്നോട്ടെ. മോൾ ഫ്രാക്ഷൻ ഓഫ് A ഇൻ സൊല്യൂഷൻ എത്രയാ? 25% അല്ലെ. 25/100 എന്നെടുക്കാം നമുക്ക്. അതായത് 0.25 ഡിവൈഡഡ് ബൈ P0A × 0.25 പ്ലസ് P0B × എത്രയായിരിക്കും? 0.75. ശരിയാണ്. ഇത് ചെയ്താൽ കിട്ടുന്നത് എന്താ? YA എന്ന് പറഞ്ഞാൽ എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് A ഇൻ വേപ്പർ ഫേസ്. 50% അല്ലേ വേപ്പർ ഫേസിലുള്ള. അപ്പൊ എന്ന് വെച്ചാൽ 50/100 1/2 എന്ന് എടുത്താലും മതി. 50/100 ആണ് എന്ന് തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ന്യൂമർ ഇവിടെ എല്ലാവർക്കും എന്ത് ചെയ്യാം? 0.25 കൊണ്ട് കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് എന്തായിരിക്കും കിട്ടുക? ഇവിടെ 3 എന്ന് കിട്ടും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? P0A പ്ലസ് 3P0B ഈക്വൽ ടു എന്താ കിട്ടിയേ? 2P0A. ശരിയല്ലേ ഞാൻ എഴുതിയേ? അപ്പോ P0A അങ്ങോട്ട് കൊണ്ടുപോയാ 2P0A എന്നൊരു P0A പോയാൽ P0A എന്നല്ലേ കിട്ടുക. അപ്പോ 3P0B ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? P0A. അപ്പൊ P0A/P0B എന്താ? 3:1. അടുത്തതിലേക്ക് പോവാം. ഐഡിയൽ സൊല്യൂഷൻ കണ്ടെയ്ൻ മെത്തനോൾ ആൻഡ് എത്തനോൾ ഇൻ 1:2 മോൾ റേഷ്യോ. ദ പ്യുവർ സ്റ്റേറ്റിൽ ഈ ദ വേപ്പർ പ്രഷർ ഓഫ് മെത്തനോൾ 4.2 ആണ്, മറ്റത് 2.8 kPa ആണ്. അങ്ങനെയാണെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ ഇൻ വേപ്പർ അറ്റ് ഇക്വിലിബ്രിയം
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വേപ്പർ ഫേസിലിരിക്കുന്ന മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം നോക്കൂ, മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ ഇൻ വേപ്പർ ഫേസ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് എന്നതുകൊണ്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടുതൽ കാണുന്നത് അല്ലെ. ഇപ്പൊ എങ്ങനെയാ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഇൻ വേപ്പർ ഫേസ് കാണാം? അവന്റെ പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് മെത്തനോൾ ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് മെത്തനോൾ പ്ലസ് പാർഷ്യൽ പ്രഷർ ഓഫ് എന്താണ് എത്തനോൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ വേപ്പർ ഫേസ് എന്ന് വെച്ചാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ ഇൻ വേപ്പർ ഫേസ് കിട്ടാൻ പി എ എന്ന് പറഞ്ഞാൽ പി ഓഫ് മെത്തനോൾ എന്ന് പറഞ്ഞാൽ പി നോട്ട് ഇൻറ്റു കൈ എ. പി നോട്ട് എത്രയാണ്? പി നോട്ട് ഓഫ് മെത്തനോൾ 4.2. മോൾ ഫ്രാക്ഷൻ ഓഫ് മെത്തനോൾ എത്രയാ? മെത്തനോളും എത്തനോളും 1:2 ഉള്ളത്. അപ്പൊ മോൾ ഫ്രാക്ഷൻ എത്രയാ? 1/3 ആണ്. അതേപോലെ 4.2 ഇൻറ്റു 1/3 പ്ലസ് 2.8 ഇൻറ്റു 2/3. ശരിയല്ലേ? 1:2 ഇത് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ 1/3 ആണെങ്കിൽ എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ 2/3 ആണ് എന്ന് കിട്ടും. ഒന്നായിട്ട് 3 കൊണ്ട് കട്ട് ചെയ്തോളൂ. അപ്പൊ എന്തായിരിക്കും കിട്ടുക? 4.2 ഡിവൈഡഡ് ബൈ 4.2 പ്ലസ് 2.8 ഇൻറ്റു 2 എന്നല്ലേ കിട്ടിയേ? അതായത് 4.2 ബൈ 4.2 പ്ലസ് 5.6 എന്ന് കിട്ടും അല്ലെ. അതായത് 4.2 ബൈ 5.6 4.2 കൂട്ടിയപ്പോ എന്താ കിട്ടിയേ? 9.8 അല്ലെ. രണ്ടുകൊണ്ട് വേണേ കട്ട് ചെയ്തോട്ടോ. 42 ബൈ 9.8 98 എന്ന് പറയുമ്പോൾ 21 ബൈ 49 എന്ന് കിട്ടും അല്ലെ. വേണമെങ്കിൽ 7 കൊണ്ട് കട്ട് ചെയ്യുക അല്ലെ. അങ്ങനെയാണെങ്കിൽ 7 3 21 7 7 49 ശരിയല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിലോ 0.37 4 പ്രാവശ്യം 0.4 തുടങ്ങുന്ന ഒരു ആൻസർ അല്ലേ ഉള്ളൂ. അടുത്തതിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്വസ് സൊല്യൂഷൻ ഹാവ് ദ ഹയസ്റ്റ് ബോയിലിംഗ് പോയിന്റ്? ബോയിലിംഗ് പോയിന്റ് കൂടണമെങ്കിൽ എന്താ വേണ്ടേ? ബോയിലിംഗ് പോയിന്റ് കൂടുക കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാ. അപ്പൊ റിലേറ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യുക. തന്നിരിക്കുന്ന എല്ലാത്തിനും ഒരേ എണ്ണ അല്ലേ നോക്കി നോക്കൂ. 342 സ്യൂക്രോസിന്റെ മോളാർ മാസ്. ഷുഗർ സ്യൂക്രോസ് അല്ലേ. അപ്പോൾ ഇത് 0.1 മോളാണ് ഉള്ളത്. എത്രയില്? 1000 ml അല്ല 100 ml. ഇതോ 18 ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിന്റെ മോളാർ മാസ് 150 അല്ലേ. 18 ബൈ 150 എന്ന് വെച്ചാൽ 0.1. ഇപ്പൊ 0.1 മോൾ 100 ml ആണ്. ഇതോ 6 ബൈ 60 0.1. ഇപ്പൊ എല്ലാറ്റിലും ഇരിക്കുന്ന പാർട്ടിക്കിളിന്റെ എണ്ണം സെയിം ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് റിവേഴ്സിബിൾ പ്രോസസ്? ഏതാ തെറ്റ്? കണ്ടാ അറിയാം എല്ലാം റിവേഴ്സിബിൾ പ്രോസസ്സിന്റെ ഡെഫിനിഷൻ ആണ്. പക്ഷെ ഇവിടെ എന്താണ്? പ്രോസസ് കണ്ടിന്യൂഡ് അറ്റ് ഇൻഫൈനൈറ്റ് ടൈം ആണ്. അവർ പറഞ്ഞതോ ഇൻഫൈനൈറ്റ് ടൈം. തെറ്റാണ്. ഒരു നിശ്ചിത സമയം കൊണ്ട് തീരുന്നതല്ലാതെ ഇൻഫൈനൈറ്റ് ടൈം കൊണ്ട് തീരുന്നതാണ്. അപ്പൊ അത് തെറ്റാണ്. ഇവിടെ നോക്കൂ, DW0 ആണ്, വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേങ്കിലോ എനർജി സിസ്റ്റത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക? സിസ്റ്റത്തിന്റെ എനർജി കുറയും. സിസ്റ്റത്തിന്റെ എനർജി കുറയുമ്പോഴോ ടെമ്പറേച്ചർ കുറയും. ഇപ്പൊ ടെമ്പറേച്ചർ വിൽ ഡിക്രീസ് എന്നുള്ളത് ശരിയാണ് അല്ലെ. DQ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എനർജി പുറത്തു പോയി എന്നാണ് അർത്ഥം. അടുത്ത് നോക്കൂ, വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ. പെട്ടെന്ന് എന്താ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക? ഐസോതെർമൽ റിവേഴ്സിബിൾ എന്ന് കേട്ടാല് മൈനസ് NRTLN V2/V1 എന്നല്ലേ വന്നിട്ടുണ്ടാവുക. N എത്രയാ തന്നിരിക്കുന്നേ? നമുക്ക് N നമ്പർ ഓഫ് മോൾസ് അതാ കണ്ടുപിടിക്കണ്ടേ. N കണ്ടുപിടിക്കണം. വർക്ക് തന്നത് എത്രയാണെന്നറിയോ? 4200 കലോറി എന്നാണ്. N കണ്ടുപിടിക്കാം നമുക്ക്. N അങ്ങനെ നിൽക്കട്ടെ. Rന്റെ വില എന്താ? 2 കലോറി. ടെമ്പറേച്ചർ എത്രയാ? 300 കെൽവിൻ. LN V2/V1. LN 8/4. LN2 എത്രയാ? 0.7 അല്ലേ. അപ്പൊ നമുക്ക് N അല്ലേ കണ്ടുപിടിക്കണ്ടേ. ഇപ്പൊ N എങ്ങനെ കണ്ടുപിടിക്കും നമ്മള്? ഈ വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ നമുക്ക് 4200 എന്ന് തന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വർക്കാണ്. അപ്പൊ മൈനസ് സൈൻ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പൊ N ഈക്വൽ ടു എന്ത് കിട്ടും? 4200 ഡിവൈഡഡ് ബൈ 2 × 300 × 0.7 ശരിയല്ലേ. ഈ 0 കട്ട് ചെയ്തേക്കാം. അതുപോലെ ഇനിയിപ്പോ 642 എത്ര പ്രാവശ്യം? 6 7 42 അല്ലേ. 6 7 42. ഇപ്പൊ 7/0.7 എന്ന് പറഞ്ഞാൽ എത്രയാ? 10 മോൾ. 1 മോൾ ആർഗൺ എത്രയാ? 40 ഗ്രാം. അപ്പൊ 10 മോളിനോ 400 ഗ്രാം. ഡെൽറ്റ ജി ഈക്വൽ ടു 0 വന്നാൽ ഇക്വിലിബ്രിയം ആവും എന്ന് പറയുന്നത് ഏത് കണ്ടീഷനില? നമുക്കറിയാം ഡെൽറ്റ ജി TP 0 ആകുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? പ്രോസസ് ഇക്വിലിബ്രിയം ആണ് എന്ന് പറയാം. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഡെൽറ്റ ജി 0 ആകുമ്പോഴാണ് പ്രോസസ് ഇക്വിലിബ്രിയം എന്ന് നമ്മൾ പഠിച്ചത്. ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. എൻതാൽപ്പി എന്താണ്? മൈനസ് എന്ന് വെച്ചാൽ എൻതാൽപ്പി ചേഞ്ച് മൈനസ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണ്, ഹീറ്റ് റിലീസ് ചെയ്യാണ്. എൻട്രോപ്പി ചേഞ്ചോ പോസിറ്റീവ് ആണ്.
സിസ്റ്റത്തിന് രണ്ടും ഇഷ്ടമാണ്. എല്ലാ പ്രോസസ്സിനും എന്താ ഇഷ്ടം? തൻ്റെ എനർജി കണ്ടന്റ് കുറയ്ക്കണം എന്നാണ്. ഇവിടെ എനർജി കുറയുന്നുമുണ്ട്, ഡിസോർഡർ കൂടുന്നുമുണ്ട്. ഭയങ്കര ഇഷ്ടം. അപ്പൊ ഏത് ടെമ്പറേച്ചറിലും പ്രോസസ്സ് എന്തായിരിക്കും? സ്പോണ്ടാനിയസ് ആയിരിക്കും. കാരണം ഈ പ്രോസസ്സിന്റെ സമയത്ത് എനർജി കുറയുന്നുമുണ്ട്, ഡിസോർഡർ കൂടുന്നുമുണ്ട്. അപ്പൊ എല്ലാ കണ്ടീഷനിലും അത് സ്പോണ്ടാനിയസ് ആണ്. അടുത്ത് നോക്കൂ, A+B gives C എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഈ പറയുന്നതില് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ മാറ്റി. നമുക്കെല്ലാവർക്കും അറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. കോൺസെൻട്രേഷൻ മാറ്റിയത് കൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് മാറാൻ പോകുന്നില്ലല്ലോ. അടുത്ത് നോക്കാം. ഇവിടെ നോക്കൂ, എന്താ കണ്ടുപിടിക്കണ്ടേ? നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് pH ആണ്. ഏത് സൊല്യൂഷന്റെ? NaCN. NaCN എന്ന് പറയുന്ന സാൾട്ടിന് എന്താ പ്രത്യേകത? സ്ട്രോങ് ബേസ് ആയ NaOH വെരി വീക്ക് ബേസ് ആയ HCN ചേർന്നുണ്ടായ സാൾട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സാൾട്ടിന്റെ സ്വഭാവം എന്തായിരിക്കും? ആൽക്കലൈൻ ആയിരിക്കും. അപ്പൊ എന്തായാലും pH 7 കൂടും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല അല്ലെ? കാരണം എന്താ? സോൾട്ടിന്റെ ബേസ് പാർട്ടാണ് സ്ട്രോങ്. ആസിഡോ ഭയങ്കര വീക്കസ്റ്റ് പ്രോട്ടോണിക് ആസിഡ് ആയ HCN ആണ്. അപ്പൊ pH എന്തായാലും 7 കൂടി നിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. റിമൈനിങ് പാർട്ട് ഒന്ന് ഗസ് ചെയ്യാവോ? 7+½ ഓഫ് pKa പ്ലസ് ലോഗ് C എന്നാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടോ? നിങ്ങൾ CN- എന്ന് പറയുന്നതിന്റെ pKb തന്നിട്ടുണ്ട്. CN- കോഞ്ചുഗേറ്റ് ആസിഡായ HCN-ന്റെ Ka വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. ഇവന്റെ Ka വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. പകരം തന്നതോ അതിന്റെ കോഞ്ചുഗേറ്റ് ബേസിന്റെ Kb. നമുക്ക് എല്ലാവർക്കും അറിയാം Kb × Ka ഫോർ എ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ 10⁻⁻14 ആണ് എന്ന്. ഇവിടെ അപ്പോൾ നമുക്ക് എന്ത് പറയാം? pKa പ്ലസ് pKb ഫോർ എ കോഞ്ചുഗേറ്റ് ആസിഡ് ബേസ് പെയർ 14 കിട്ടണം എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ pKb തന്നിട്ടുണ്ട് എത്രയാ? 4.7. അപ്പൊ അങ്ങനെയാണെങ്കിൽ pKa ഓഫ് HCN എന്തായിരിക്കും? 14 - 4.7. 7 3 10, 5 9 5 14. ശരിയല്ലേ ഞാൻ ചെയ്ത? അപ്പോ 7+½ ഓഫ് pKa എത്രയാ? 9.3. ലോഗ് C 1 മോളാർ ആണ്. ലോഗ് 1 എന്താ? 0. അപ്പൊ 7 + 4 4 2 8, 13 6 2 12. അപ്പോ എന്താ കിട്ടുക? 4.65 7 കൂട്ടിയാൽ 11.65. എ സ്ട്രോങ് സാൾട്ട് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ്. ഒരു സാൾട്ട് ഓഫ് എ സ്ട്രോങ് ആസിഡ് ആൻഡ് എ വീക്ക് ബേസ്. അപ്പൊ സാൾട്ട് എങ്ങനെയുള്ള ആളാണ്? നിങ്ങളെ മനസ്സിൽ വന്നേ, ആസിഡ് പാർട്ട് സ്ട്രോങ് ആണ്, പക്ഷെ ബേസ് പാർട്ടോ വീക്കാ. അപ്പൊ അമോണിയം ക്ലോറൈഡ് പോലത്തെ ഒരു സോൾട്ട് ആണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ എങ്ങനെ ഇരിക്കുന്ന ഒരു സോൾട്ടിനെ ഹൈഡ്രോളൈസ് ചെയ്തു. ഇത് വെള്ളത്തിലിട്ടാൽ എന്താ ഉണ്ടാവണേ? ഇത് വെള്ളത്തിലിട്ടാല് ബേസ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും, ആസിഡോ HCl ഉണ്ടാവും. അപ്പൊ ആസിഡ് പാർട്ട് സ്ട്രോങ് ആണ്. അപ്പൊ ഇത് അയോണൈസ് ചെയ്ത് വരുമ്പോൾ സൊല്യൂഷനകത്ത് എന്താ ഉണ്ടാവുക? അമോണിയം ഹൈഡ്രോക്സൈഡ് അൺഅയണൈസ്ഡ് ആയിരിക്കും. H+ഉം Cl- ആയിട്ടാണ് നിൽക്കുക. അപ്പൊ ഈ ഇക്വിലിബ്രിയനെ പുറകോട്ട് കൊണ്ടുപോകാൻ എന്താ ചെയ്യുക? ആസിഡ് ചേർത്താൽ മതി. അപ്പൊ ഒരു സ്ട്രോങ് ആസിഡ് ചേർക്കുന്ന സമയത്ത് എന്തുണ്ടാവും? H+ അയോണ് സൊല്യൂഷനകത്തേക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് വരും? സപ്രസ്ഡ് ബൈ ദ എഡിഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് എന്ന് കിട്ടും. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? അടുത്തതിലേക്ക് ഒന്ന് പോകാം. ഇവിടെ നോക്കൂ, when a certain amount of octane C8H18 is burned completely, 3.52 grams CO2 is liberated. What is the mass of H2O formed എന്നാണ്. നമുക്കറിയാം C8H18 എന്നാണ് ഫോർമുലയുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? 8 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ 9 വെള്ളം ഉണ്ടാവണം. 8 കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ 8 × 44. ഇത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുമ്പോൾ 9 വെള്ളം, 9 × 18 ഗ്രാം വെള്ളം ഉണ്ടാവണം എന്നാണ് അർത്ഥം. ഇപ്പൊ 8 × 44 ഗ്രാം CO2-ന് 9 × 18 ഗ്രാം വെള്ളം ഉണ്ടെങ്കിൽ 3.52 ഗ്രാം CO2-ന് എത്ര ഗ്രാം വെള്ളം ഉണ്ടാവുന്ന കണ്ടുപിടിക്കണ്ടേ. ഇപ്പൊ 8 × 44 / 3.52 = 9 × 18 / x എടുത്താൽ മതി. ഇപ്പൊ x = എന്താ? 9 × 18 × 3.52 ഡിവൈഡഡ് ബൈ 8 × 44 ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്കത് 8 കൊണ്ട് കട്ട് ചെയ്യാട്ടോ. 8-ന് ഇവിടെ കട്ട് ചെയ്താലോ? നമുക്കറിയാം എത്രയാ? 8 × 4 = 32 അല്ലെ? 8 × 4 = 32 കഴിച്ച് ബാക്കി എത്രയുണ്ട്? 3. വീണ്ടും 32-ൽ 8 4 പ്രാവശ്യം. അപ്പൊ നമുക്ക് ഇതിവിടെ കൊടുത്താല് 0.01 എന്ന് കിട്ടും. അപ്പൊ 18 × 9 എടുത്താലോ? 8 × 9 = 72, 1 9 9 7 16. 2 ഡെസിമൽ മാറ്റിയ 1.62. അതല്ലേ കിട്ടിയത്? അടുത്തതിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയാവോ?
an amount of 1 into 10 raised to minus 3 mole of Ag plus 1 into 10 raised to minus 3 mole of chromate ഉണ്ട്. എത്ര മോൾ Ag2CrO4 ഉണ്ടാവും എന്നാണ് അർത്ഥം. നിങ്ങൾക്കറിയാം, 1 മോൾ സിൽവർ ഉപയോഗിച്ചാൽ അപ്പോട്ടെ 2 മോൾ സിൽവർ ഉണ്ടെങ്കിൽ ഇതുപോലെ 1 മോൾ ഉണ്ടാക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? 2 മോൾ സിൽവർ ഉണ്ടെങ്കിലേ Ag2CrO4 1 മോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 1 മോൾ സിൽവർ ഉണ്ടെങ്കിലോ അരമോളെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് 1 into 10 raised to minus 3 മോളാ. അപ്പൊ അതിന്റെ പകുതിയല്ലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ പകുതി 0.5 into 10 raised to minus 3 മോൾ സിൽവർ ക്രോമേറ്റാ ഉണ്ടാവുക. നിങ്ങൾക്കറിയാം ഇതിൽ സിൽവർ അയോൺ ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന്. കാരണം ക്രോമേറ്റ് എനിക്ക് കൃത്യമായിട്ട് എത്രയുണ്ട്? 1 into 10 raised to minus 3 മോൾ ഉണ്ട്. 1 into 10 raised to minus 3 മോൾ ക്രോമേറ്റിന്റെ കൂടെ റിയാക്ട് ചെയ്യാൻ വേണ്ടത് 2 into 10 raised to minus 3 മോൾ സിൽവർ അയോൺ ആണ്, അല്ലെ? അത്ര ഇല്ലല്ലോ എൻ്റെ കയ്യിൽ. അപ്പൊ നമുക്കറിയാം സിൽവർ അയോൺ 2 ഉണ്ടെങ്കിലേ ഇതുപോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ 1 into 10 raised to minus 3 മോളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി 0.5 into 10 raised to minus 3 മോൾ ഉണ്ടാക്കാൻ പറ്റും. 0.5 into 10 raised to minus 3 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ഉണ്ടാവും? സിൽവർ ക്രോമേറ്റിന്റെ മോളാർ മാസ് ഒന്ന് നോക്കി നോക്കൂ. Ag2CrO4 അല്ലേ വേണ്ടേ? 2 സിൽവറിന് എത്രയാ? 108 into 2 216. ക്രോമിയത്തിന് 52. 16 4 64. എല്ലാം കൂടിയും കൂട്ടിയാലോ 6 6 12. പിന്നെയോ 6 6 12 1 13 332. ശരിയാണോ ഞാൻ ചെയ്തത്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എല്ലാവരും. കറക്റ്റ് അല്ലേ? അതൊന്ന്, അതായത് 0.5 അതിന്റെ പകുതി എടുത്താലോ ഒരു എത്രയാ? 166. കറക്റ്റ് അല്ലേ? 166 into 10 raised to minus 3 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ 0.166 ആണോ കിട്ടിയേ? ഓക്കെ, അടുത്തതിലേക്ക് ഒന്ന് പോയാലോ. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് 0.2 ആ. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ സൊല്യൂഷൻ 1.2 ആ. കണ്ടുപിടിക്കേണ്ടത് മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷനാണ്. സിമ്പിൾ. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ബൈ വോളിയം ഇൻ മില്ലി ലിറ്റർ എന്നല്ലേ നമ്മൾ പറഞ്ഞു പഠിച്ച ഫോർമുല. വോളിയം മില്ലി ലിറ്ററിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1000 ന്യൂമറേറ്ററിൽ ഇടണം. മോൾ പെർ ലിറ്റർ ആണ്. അതാണ് മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാ? അവർ പറയാണ് 0.2 മോൾ സോഡിയം ഹൈഡ്രോക്സൈഡിനെ 0.8 മോൾ വെള്ളത്തിൽ എന്ന തോതിലാ കലക്കി വെച്ചേ. എങ്ങനെ മനസ്സിലായി? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോൾ ഫ്രാക്ഷൻ എത്രയാ? 0.2. 2 മോൾ ഫ്രാക്ഷൻ കൂട്ടിയാൽ എന്ത് കിട്ടണം? 1 കിട്ടണം. അപ്പൊ 0.2 മോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടെങ്കിൽ 0.8 ഗ്രാം വെള്ളമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാ? 0.2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ വോളിയം എത്രയായിരിക്കും? 0.2 ഗ്രാം സോഡിയം ഹൈഡ്രോക്സൈഡിന് എത്ര ഗ്രാം ഉണ്ടാവും? സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ മോളാർ മാസ് 40 അല്ലേ? അപ്പൊ 0.2 into 40 ആണ് സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ വെയിറ്റ്. വെള്ളത്തിന്റെ വെയിറ്റ് എത്രയുണ്ടാവും? 0.8 into 18. ഇതെന്താ ഇപ്പൊ കിട്ടിയത്? മാസ് ഓഫ് ദ സൊല്യൂഷൻ അല്ലേ ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് വേണ്ടത് എന്താ? വോളിയം ആണ്. വോളിയം കിട്ടാൻ ഞാൻ എന്താ ചെയ്യുക? സൊല്യൂഷന്റെ മാസിനെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രയല്ലേ ചെയ്യേണ്ടു. അപ്പൊ 0.2 into 1000 എന്ന് പറഞ്ഞാൽ എന്താ? 200. 200 into 1.2 ഡിവൈഡഡ് ബൈ 0.2 into 40 എന്ന് പറഞ്ഞാൽ 8 അല്ലേ? പ്ലസ് 8 18 into 8 എന്ന് പറയുമ്പോഴോ 8 8 64. 1 8 8 6 14. 144. ഡെസിമൽ മാറ്റണ്ടേ? 14.4 എന്ന് കിട്ടും. ഇതല്ലേ നിങ്ങൾ ചെയ്തേ? അതായത് 2 into 1.2 എന്ന് വെച്ചാൽ നമുക്ക് എന്തെടുക്കാം? അതായത് 120 into 2 ഡിവൈഡഡ് ബൈ എത്രയാ? 22.4 എന്നാ കിട്ടുക. കറക്റ്റ് അല്ലേ ഞാൻ ചെയ്തേ? ഇത് ചെയ്തിട്ട് ആർക്കെങ്കിലും ആൻസർ കിട്ടിയവരുണ്ടോ? ഏകദേശം എന്താ വരിക? നിങ്ങൾക്ക് 240 മേലെയുണ്ട്, 224 താഴെയുണ്ട് അല്ലെ? 240 224 ഏകദേശം 10 അല്ലെ? 10 കൂടുതലുള്ളത് 10 പോയിന്റ് വരുന്ന ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ഒറ്റ നോട്ടത്തിൽ അറിയാം നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ 4 ആ വരുന്നതെന്ന്. കത്തുന്നുണ്ടോ പറയണേ? അടുത്തതിലേക്ക് പോകാം. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ 3.2 ഗ്രാം പെറോക്സൈഡ് അയോൺ. പെറോക്സൈഡ് സ്പീഷീസ് ആണ്. അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ വേണ്ടേ? ഒരു ഓക്സിജന്റെ പുറത്ത് എത്രയാ? ഒരു ഓക്സിജന്റെ പുറത്ത് 6 ഇലക്ട്രോൺ. ഗ്രൂപ്പ് 16 2 ഓക്സിജനും കൂടിയോ 6 6 12. 2 ഇലക്ട്രോൺ വന്ന് ചേർന്നിട്ടില്ലേ? 12 2 14. ഒരു O2ന്റെ മാസ് എത്രയാ? മോളാർ മാസ് 32. അതായത് 32 ഗ്രാം എടുത്തിരുന്നുവെങ്കിൽ എത്ര ഉണ്ടാവുമായിരുന്നു? 14 മോൾ വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാവുമായിരുന്നു. ഞാൻ എടുത്തതോ 3.2. അപ്പൊ എനിക്ക് എത്ര ഉണ്ടാവുക? 1.4 മോൾ. മോൾ അവോഗാഡ്രോ നമ്പർ. അടുത്തിലേക്ക് പോവാം അല്ലെ? ഇതൊക്കെ സിമ്പിൾ ആയ ചോദ്യങ്ങളാണ്. അടുത്ത് നോക്കൂ.
ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ് നമ്പേഴ്സിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. എനർജിയുടെ റേഷ്യോ നമുക്കറിയാം, എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വേവ് നമ്പർ എന്ന്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണെന്നും അറിയാം. ഇവിടെ വേവ് നമ്പർ ആ തന്നെ. വേവ് നമ്പറിന്റെ റേഷ്യോ എനർജിയുടെ നേരിട്ടുള്ള റേഷ്യോ ആണ്, ഡയറക്റ്റ് റേഷ്യോ ആണ് അല്ലെ. അടുത്ത് നോക്കി നോക്കൂ, കണ്ടുപിടിക്കേണ്ടത് വേവ് ലെങ്ത് ആണ്. എനർജി തന്നിട്ടുണ്ട്, E ഈക്വൽ ടു എച്ച് ന്യൂ അറിയാലോ എല്ലാവർക്കും. E ഈക്വൽ ടു എച്ച് ന്യൂ എന്ന ഫോർമുലയിൽ എനർജി എന്താ തന്നിരിക്കുന്നത്? 2 × 1.6 × 10⁻⁻19 ജൂൾ. എച്ചിന്റെ വില നിങ്ങൾക്കറിയാം, 6.63 × 10⁻34. ന്യൂ എന്താ? C/λ. C/λ എന്ന് പറയുമ്പോൾ C എത്രയാ? 3 × 10⁸. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലാംഡയാണ്. അപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 6.63 × 3 × 10⁻26 ഡിവൈഡഡ് ബൈ, ശരിയല്ലേ, -34, 34 നെട്ട് പോയാ 26 അല്ലേ, ഡിവൈഡഡ് ബൈ 2 × 1.6 × 10⁻⁻19 എന്ന് കിട്ടും. ഇത് മേലെ കൊണ്ടുപോയാൽ 10⁻⁻7 ബാക്കി കാണും. പിന്നെ എന്തൊക്കെയാ ഉള്ളത് ന്യൂമറേറ്ററിൽ? ന്യൂമറേറ്ററിൽ ഏകദേശം മേലെ 20 ഉണ്ട് അല്ലേ. 20 ഡിവൈഡഡ് ബൈ 3.2. 20 ഡിവൈഡഡ് ബൈ 3.2 എന്ന് പറഞ്ഞാൽ ഏകദേശം 6 × 3 = 18. 6 പോയിന്റ് വരണം. 6 പോയിന്റുള്ള ഒരു ആൻസർ അല്ലേ ഞാൻ കാണുന്നുള്ളൂ. അടുത്ത നോക്കൂ. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ, ഫോട്ടോ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ഇൻസിഡന്റ് ലൈറ്റിന്റെ എനർജി കൂട്ടുക എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ ആണ് കൂട്ടേണ്ടത്. ബോർ മോഡൽ ഏതിനാ അപ്ലൈ ചെയ്യാൻ പറ്റിയേ? ബോർ മോഡൽ യൂണി ഇലക്ട്രോണിക് സ്പീഷീസിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഇലക്ട്രോണുള്ള സ്പീഷീസ് ഇതിലാരാ? സോഡിയം 10 ആണ്. കാരണം സോഡിയത്തിന് ആകെ 11 ഇലക്ട്രോൺ ഉണ്ട്. 10 എണ്ണം പോയാൽ അതൊരു യൂണി ഇലക്ട്രോണിക് സ്പീഷീസ് ആവും. ഈ ചോദ്യം ഭയങ്കര സിമ്പിൾ. ഒരു ഇലക്ട്രോണിന് എനർജി വാങ്ങാം, പക്ഷെ കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്താ? അവൻ ലോവസ്റ്റ് ഓർബിറ്റിലായിരിക്കുന്നത്. അവിടുന്ന് എനർജി മേടിച്ച് അവന് ഹയർ ലെവലിൽ പോകാം. അവൻ ഇനി എനർജി കളയാൻ പറ്റില്ലല്ലോ. അടുത്ത് നോക്കി നോക്കൂ. ഇത് നിങ്ങളെ NCERT ഗ്രാഫ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഒരു റിയൽ ഗ്യാസ്, ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ ശരിക്കും റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ആയിട്ട് പോകേണ്ടതാ. പക്ഷെ റിയൽ ഗ്യാസ് അങ്ങനെയാണോ? അല്ല. റിയൽ ഗ്യാസ് ആദ്യം അമർത്തുമ്പോൾ നല്ലോണം അമരും. പിന്നെ നമ്മൾ അമർത്തിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ അമർത്തിയാലും അത്ര അങ്ങോട്ട് അമർന്ന് കിട്ടില്ല ഗ്യാസ് അല്ലെ. കംപ്രസിബിലിറ്റി ഫാക്ടർ കൂടി വരും. അപ്പോൾ റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസ്, ഇതാണ് റിയൽ, ശരിയല്ലേ? അത് കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ടെക്സ്റ്റ് ബുക്ക് ഗ്രാഫാണ്. 4th one ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കൂ. ദി അസംപ്ഷൻസ് ഓഫ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആർ മോസ്റ്റ് ലൈക്ലി ടു ബി ഇൻകറക്റ്റ് ഫോർ ഗ്യാസസ് അണ്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ. നമുക്കറിയാം, ഒരു ഗ്യാസ് മാക്സിമം ഡീവിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്നൊക്കെ. ഒരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് മോസ്റ്റ് ഡീവിയേഷൻ കാണിക്കുന്നത് എപ്പോഴാണ്? ഹൈ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലും ആണ്. അടുത്തതിലേക്ക് പോകാം. ഇഫ് സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷേഴ്സ് ആർ കംപ്രസ്ഡ്, അതായത് സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്ന വേപ്പർ പ്രഷറാണ്. സാച്ചുറേറ്റ് ചെയ്തിരിക്കുന്ന വേപ്പർ പ്രഷറിനെ പിടിച്ച് അമർത്തിയാൽ എന്താവും? നിങ്ങൾ പിടിച്ച് അമർത്തി, വോളിയം കുറച്ചാലോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും പ്രഷർ കൂടുന്നു. അങ്ങനെ ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്താ? വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ഇപ്പൊ സാച്ചുറേറ്റ് ചെയ്ത വേപ്പർ പ്രഷറിനെ പിടിച്ച് അമർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ലിക്വിഡ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് മോളിക്യൂൾ ആവും. വേപ്പർ പ്രഷർ എപ്പോഴും എന്താണ്? ഒരു ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അപ്പൊ കറക്റ്റ് ആൻസർ എന്താ? റിമൈൻ അൺചേഞ്ച്ഡ് എന്നാണ് വേണ്ടത്. അടുത്ത് നോക്കിയാലോ. When temperature is increased, the difference between most probable velocity and RMS velocity. സിമ്പിൾ ആണ്. നമുക്കറിയാം RMS velocity എന്താ? √3RT/m ആണ്. മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്താ? √2RT/m ആണ്. അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് എന്താവുന്നതാണ്? ടി കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിഫറൻസ് കൂടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 500 കെൽവിനിലാണ് ആദ്യം എടുത്ത് വിചാരിക്കൂ. അപ്പൊ നമുക്കറിയാം √3 × R × 500/m ആയിരിക്കും. ഇവിടെയോ 2 × R × 500/m ആയിരിക്കും. ഇപ്പൊ ഇവിടുത്തെ ബേസിക്കലി ഡിഫറൻസ് എന്താണ്? 500 റൂട്ടിനകത്തിരിക്കുന്നയാൾ എന്താ? 3 × 500, മറ്റേടത്ത് 2 × 500. റൂട്ട് 1500ഉം 1000ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ 1000 കെൽവിനാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കൂ. √3 × R × 1000 ഡിവൈഡഡ് ബൈ m മൈനസ് √2 × R × 1000 ഡിവൈഡഡ് ബൈ m എന്നല്ലേ കിട്ടുക. തീർച്ചയായും നിങ്ങൾക്കറിയാം √3000 മൈനസ് √2000 എന്ന് പറയുന്നത് ഏതിനേക്കാൾ വലുതാണ്? √1500 മൈനസ് √1000 വലുതായിരിക്കില്ലേ?
കാരണം നമുക്കറിയാം ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ടാണ് മൈനസ് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഡിഫറൻസ് എന്ത് ചെയ്ത് വരും? കൂടിക്കൊണ്ട് വരും. അടുത്ത നോക്കാവേ. സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ക്ലോറൈഡ് അയോൺ FCCയിലാണ്, സോഡിയം അയോൺ ഒക്ടാഹീഡ്രൽ വോയിഡിലാണ്. The radii of Na plus and Cl minus ion are 95 and 181 respectively. Edge length of NaCl ആ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങൾ? നമുക്കറിയാം ക്ലോറൈഡ് അയോൺ കോർണറിലാണെങ്കിൽ സോഡിയം അയോൺ എഡ്ജ് സെന്ററിലാണ്. കാരണം എഡ്ജ് സെന്റർ ആണ് ടെട്രാഹീഡ്രൽ ഒക്ടാഹീഡ്രൽ വോയിഡിന്റെ ലൊക്കേഷൻ. എഡ്ജ് സെന്ററും ബോഡി സെന്ററും ആണല്ലോ ഒക്ടാഹീഡ്രൽ വോയിഡ്. അപ്പൊ ക്ലോറൈഡ് അയോണിന്റെ റേഡിയസ് എത്രയാ തന്നത്? ക്ലോറൈഡ് അയോണിന്റെ റേഡിയസ് 181. പിന്നെയോ സോഡിയം അയോണിന്റെ റേഡിയസ് തന്നത് 95. സോഡിയം അയോണിന്റെ റേഡിയസ് 95 ആണ്. നമ്മളോട് ചോദിച്ചത് എഡ്ജ് ലെങ്ത് എന്തെന്നാണ്. അപ്പൊ എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 സോഡിയം അയോണിന്റെയും 2 ക്ലോറൈഡ് അയോണിന്റെയും റേഡിയസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ 2 ടൈംസ് സോഡിയം അയോൺ റേഡിയസ് പ്ലസ് ക്ലോറൈഡ് അയോൺ റേഡിയസ് എടുത്താൽ മതി. ക്ലോറൈഡ് അയോൺ റേഡിയസ് ആണ് 181, സോഡിയം അയോൺ റേഡിയസ് ആണ് 95. അപ്പൊ ഇത് ചെയ്താൽ മതി. റോക്ക് സാൾട്ട് സ്ട്രക്ചർ എന്ന് കേട്ട പാതി നമ്മുടെ ഓർമ്മയിൽ എന്താ ഉള്ളത്? കോർണറിൽ ക്ലോറൈഡ് അയോൺ ആയിരിക്കും, സോഡിയം അയോൺ എഡ്ജ് സെന്ററിലായിരിക്കും എന്നുള്ളതാണ്. സോ 181 പ്ലസ് 95 ഇട്ടു. 6, 8, 9, 17, 2 ശരിയല്ലേ? 276ന്റെ ഡബിൾ എടുത്താൽ എന്താ കിട്ടുന്നത് നിങ്ങൾക്ക്? 552 ആയിരിക്കും കിട്ടിയത്. അടുത്ത് നോക്കിയാലോ. ഈ ഡയഗ്രം ഏതാ? ഒക്ടാഹീഡ്രൽ വോയിഡ് ആണ്. ഒക്ടാഹീഡ്രൽ വോയിഡിന് എന്താ നിങ്ങൾ പഠിച്ചിരിക്കുന്ന റിലേഷൻ? R void by R sphere എടുത്താൽ എന്ത് കിട്ടണം? R void by R sphere എടുത്താൽ 0.414 കിട്ടണം. ഇവിടെ നമുക്ക് റേഡിയസ് ഓഫ് ദ വോയിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാറ്റയോണിന്റെ റേഡിയസ് ആണ് വോയിഡ് അല്ലെ? അപ്പൊ R void ആണ് കണ്ടുപിടിക്കേണ്ടത്. R void കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 0.414 ഇൻറ്റു റേഡിയസ് ഓഫ് ദ സ്ഫിയർ എടുത്താൽ മതി. റേഡിയസ് ഓഫ് ദ സ്ഫിയർ എത്രയാ? 200. അതായത് 41.4 ഇൻറ്റു 2 82.8 എന്ന് വെച്ചാൽ 83 പൈക്കോമീറ്റർ. അടുത്ത് നോക്കാം അല്ലെ. 2 liquids A, X and Y form an ideal solution. At 300 Kelvin, vapor pressure of the solution containing 1 mole of X and 3 mole of Y is 550 mmHg എന്ന് തന്നിട്ടുണ്ട്. Same temperature, if 1 mole of Y is further added to this solution, vapor pressure of the solution increases by 10 mmHg. Vapor pressure of X and Y in the pure state will be എന്നാണ്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? P0 X കണ്ടുപിടിക്കണം, P0 Y കണ്ടുപിടിക്കണം അല്ലെ? എന്തൊക്കെയാ തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് P0 X ഇൻറ്റു അതിന്റെ മോൾ ഫ്രാക്ഷൻ എത്രയാ? ആദ്യം നമ്മൾ എടുത്തത് എങ്ങനെയാ? 1 മോൾ എക്സും 3 മോൾ വൈയും. അപ്പൊ എക്സിന്റെ മോൾ ഫ്രാക്ഷൻ എത്രയാ? 1/4 അല്ലെ? 1/4 അല്ലേ വരിക? പ്ലസ് P0 Y ഇൻറ്റു വൈന്റെ മോൾ ഫ്രാക്ഷൻ എത്രയാ? 3/4. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്ന പറഞ്ഞേ? ഇത് ചെയ്ത 550 കിട്ടുന്നതാണ് ചോദ്യത്തിൽ പറയുന്നത് അല്ലെ? P0 കൈ എ പ്ലസ് P0 ബി കൈ ബി എടുത്താൽ P ടോട്ടൽ കിട്ടണം. P ടോട്ടൽ 550 ആണ് എന്ന് തന്നിട്ടുണ്ട്. വേണേ ഒന്നായിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പൊ എന്ത് കിട്ടും? P0 X പ്ലസ് 3 ഇൻറ്റു P0 Y ഈസ് ഈക്വൽ ടു 4×5 20, 4×20 22. ശരിയല്ലേ? 2200. പിന്നെ എന്താ സംഭവിച്ചേ? പിന്നെ നിങ്ങൾ അതിനകത്ത് വീണ്ടും കൊണ്ടുപോയി ആരെ ഇട്ടെ? വൈനെ ചേർത്ത് 1 മോൾ. അപ്പൊ എന്തായിരിക്കും? P0 X ഇൻറ്റു ഇപ്പോ എക്സ് എത്രയുണ്ട്? 1 മോളേ ഉള്ളൂ. ടോട്ടൽ മോൾസ് എത്രയുണ്ട്? 5 മോൾ. കാരണം 1 മോളും കൂടി വൈനെ ചേർത്തില്ലേ നിങ്ങൾ? പ്ലസ് P0 Y ഇൻറ്റു എത്ര മോൾ വൈ ഉണ്ട്? 4 മോൾ ഉണ്ട് അല്ലെ? ആദ്യം 3 ഉണ്ടായിരുന്നു, 1 മോൾ വൈനെ ചേർത്തു. അപ്പൊ 4/5. ഇതെന്തിന് ഈക്വൽ ആയിരിക്കണം? 560. എന്താ കാരണം? അങ്ങനെ ചേർത്ത സമയത്ത് 10 mmHg വേപ്പർ പ്രഷർ കൂടിയിട്ടുണ്ട് അല്ലെ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. എന്താ കിട്ടുക? P0 X പ്ലസ് 4 P0 Y ഈക്വൽ ടു 0, 6×5 30, 5×5 25, 3 28. കറക്റ്റ് അല്ലേ? ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. സബ്സ്ട്രാക്ട് ചെയ്യൂ. 2 1 സബ്സ്ട്രാക്ട് ചെയ്യൂ. 4 പീസ് P0 Y നിന്ന് 3 P0 Y കുറച്ചാൽ 1 P0 Y. 1 P0 Y 600. അപ്പൊ P0 Y 600 ആണ്. ഇനി P0 X കണ്ടുപിടിക്കണം. P0 Y 600 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് വെച്ച് നോക്കൂ. P0 X പ്ലസ് 3 ഇൻറ്റു 600 ഈക്വൽ ടു 2200 എന്ന് കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ P0 X എന്തായിരിക്കും? 2200 മൈനസ് എത്രയാ? 6 3 18 അല്ലെ? അപ്പൊ എത്രയായിരിക്കും കിട്ടുക? 400 അല്ലേ? അപ്പൊ ആൻസർ ഏതാ? സെക്കൻഡ് 1 ആണ്. അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കൂ. ഫീനോൾ ഡൈമറൈസസ് ഇൻ ബെൻസീൻ. ഡൈമറൈസസ് എന്ന് വെച്ചാൽ 2 ആൾ ചേർന്ന് ഒന്നാവുന്ന പരിപാടിയാണ് എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഡൈമറൈസേഷൻ എന്ന് കേട്ടാ അറിയാം. വൺ ഓഫ് ഫാക്ടർ എന്താ നമ്മൾ പഠിച്ചേ?
1 മൈനസ് ആൽഫ ബൈ 2 വരും എന്ന് നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 മൈനസ് ആൽഫ ബൈ 2 ആണ് വാണ്ടോ ഫാക്ടർ വരണ്ടേ. ഈ വാണ്ടോ ഫാക്ടർ എത്രയാ? 0.7 ആണ്. അപ്പോൾ 0.7 എന്ന് പറയുന്നത് 1 മൈനസ് ആൽഫ ബൈ 2 ആണ്. അതിന്റെ അർത്ഥം ആൽഫ ബൈ 2 എത്രയാ? 0.3. അപ്പോൾ ആൽഫ എത്രയാ? 0.6. ഡിഗ്രി ഓഫ് അസോസിയേഷൻ 0.6 ആണ്. അടുത്ത് നോക്കാവോ? ദ സ്പീഷീസ് ഗിവൺ ബിലോ ദാറ്റ് ഡസ് നോട്ട് ഷോ ഡിസ്പ്രപ്പോർഷനേഷൻ. ഒറ്റ നോട്ടത്തിൽ അറിയാം ഏതാ? ബ്രോമേറ്റാ. കാരണം എന്താ? അവൻ ഇരിക്കുന്നത് തന്നെ അവന്റെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. ഇനി അവൻ പടച്ച തമ്പുരാൻ വിചാരിച്ചാലും അവനെ ഇനിയും ഓക്സിഡൈസ് ചെയ്യാൻ പറ്റൂല. അവന്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു. സോ ആൻസർ 1 ആണ്. ബി പാർട്ടിലെ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കൂ. ഫോർ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ കണ്ടെയ്നിങ് 2 gram നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് solute in 100 gram water, the elevation in boiling point at 1 atmosphere is 1 degree C. Assuming the concentration of solute is much lower than the concentration of the solvent, vapor pressure of the solution at 100 degree C is. ശരിക്കും വെള്ളമാണെങ്കിൽ 100 ഡിഗ്രി തിളച്ചേനെ അല്ലേ? 100 ഡിഗ്രി തിളച്ചേനെ എന്ന് പറയുമ്പോൾ 100 ഡിഗ്രിയിൽ 760 mmHg പ്രഷർ ആവുമായിരുന്നു ശുദ്ധ വെള്ളമാണെങ്കിൽ. പക്ഷെ ഇവിടെ സൊല്യൂഷനാണ്. അപ്പൊ തീർച്ചയായിട്ടും 760 mm ആയിട്ടുണ്ടാവില്ല. കാരണം എന്താ? 100 ഡിഗ്രി വരെ ചൂടാക്കിയെങ്കിലും സൊല്യൂട്ട് ഇരിക്കുന്നത് കാരണം അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടിയിട്ടുണ്ടാവും അല്ലെ? ബോയിലിംഗ് പോയിന്റ് കൂടിയിട്ട് എത്രയാ ഉള്ളേ? 1 ഡിഗ്രി കൂടിയിട്ടുണ്ട്. അപ്പൊ 101 ഡിഗ്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആയേനെ 760 mm ആയേനെ. ഇവിടെ നമ്മൾ 1 ഡിഗ്രിയാണ് എന്ത് കാണുന്നത്? ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ. അപ്പൊ ഡെൽറ്റ ടി ബി ഈക്വൽ ടു എന്താ? ഡെൽറ്റ ടി ബി ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി എന്നല്ലേ പഠിച്ചേ? അപ്പോൾ ഡെൽറ്റ ടി ബി ഇവിടെ എത്രയാ തന്നെ? 1. കെ ബി എത്രയാ? 0.76. അപ്പൊ മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ ആരാ? മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ 1/0.76 ആ. ഇതാണ് എനിക്ക് മൊളാലിറ്റി എന്ന് മനസ്സിലായി. എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ? വേപ്പർ പ്രഷർ എന്തായിരിക്കുന്ന? നമുക്കറിയാം P0 മൈനസ് P/P0 എന്ന് പറഞ്ഞാൽ ആരാ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിട്ടുണ്ട് കോൺസെൻട്രേഷൻ നന്നേ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു റെഡിമെയ്ഡ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താ? മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ബന്ധം. ഒരു ഡൈല്യൂട്ട് സൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ 18 m/1000 ആണ്. അപ്പൊ 18 m/1000 ആയിരിക്കും സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ. പഠിച്ചത് ഓർമ്മ കിട്ടുന്നുണ്ടോ? ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടിന് അക്വ സൊല്യൂഷൻ ആണ്. വെള്ളത്തിലാണ് കലക്കിയതെങ്കിൽ 18 m/1000 എടുത്താൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കിട്ടുമെന്ന് അറിയാം. ഇപ്പൊ P0 മൈനസ് P/P0. P0 എത്രയാണ്? 760. കാരണം 100 ഡിഗ്രിയിൽ ശുദ്ധമായ വെള്ളം ഉണ്ടാക്കുന്ന വേപ്പർ പ്രഷർ 760 ആണ്. P ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ 760 ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു എം. എത്രയാ മൊളാലിറ്റി? മൊളാലിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് 1/0.76 ആണ്. ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഓൾറെഡി ഒരു 1000 ഉണ്ട്. നല്ല ഡാറ്റയാ അല്ലേ? നോക്കൂ, 1000 ഇൻറ്റു 0.76 എന്ന് പറഞ്ഞാൽ എത്രയാ? 760. ആ 760 നമുക്ക് ഇവിടെയും കട്ട് ചെയ്തേക്കാം. 760 കട്ട് ചെയ്യാം. അപ്പൊ പി എന്താ കിട്ടുക? 760 മൈനസ് 18. 760 മൈനസ് 18 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എത്രയാ കിട്ടുക? 8 2 10, 2 4 2 6, 742 എന്ന് കിട്ടും. ഹീറ്റ് ഓഫ് കമ്പസ്റ്റിനൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന റിയാക്ഷന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കണം. എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ കേട്ട പാതി നിങ്ങളെ മനസ്സിലേക്ക് 3 ഫോർമുല വന്നിട്ടുണ്ടാവും. എന്തൊക്കെയാ? ബോണ്ട് എനർജി ഓഫ് റിയാക്ടന്റ് മൈനസ് ബോണ്ട് എനർജി ഓഫ് പ്രോഡക്റ്റ്, എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് ദ റിയാക്ടന്റ്. പക്ഷെ എനിക്കിവിടെ തന്നത് കമ്പസ്റ്റൻ ഡാറ്റയാണ്. അപ്പൊ ഏത് ഫോർമുലയാ നിങ്ങൾക്ക് ഓർമ്മ വന്നേ? എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷൻ ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് റിയാക്ടന്റ് മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് പ്രോഡക്റ്റ് എടുത്താൽ മതി. റിയാക്ടന്റ് ആരൊക്കെയാ? ഒരു കാർബണും 2 ഹൈഡ്രജനും. കാർബണിൻ്റെ എത്രയാ തന്നിരിക്കുന്നത്? കാർബണിൻ്റെ -94. 2 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജന്റെ എത്രയാ തന്നെ? -68. അങ്ങനെ 2 ഉണ്ട്. മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് മീത്തേൻ എത്രയാ തന്നെ? -213 എന്ന് തന്നിട്ടുണ്ട്. ആരെങ്കിലും ചെയ്തു നോക്കിയോ? ഇത് ഒരു പ്രോബബിൾ ആൻസർ ഞാൻ കാണുന്നത് ഏതാണെന്നറിയാവോ? പ്രോബബിൾ ആൻസർ കാണുന്നത് ഫസ്റ്റ് വണ്ണേ ഉള്ളൂ അല്ലേ? ഓർക്കണേ, -94 പ്ലസ് 2 16, 6 12 1 13. ഇത് പ്ലസ് ആയിക്കോളും 213 അല്ലെ? ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ പോസിബിൾ ആൻസർ ഏത് മാത്രമേ ഉള്ളൂ? പോസിബിൾ ആൻസർ 17 ആണ് വരാം. അതല്ലേ നിങ്ങൾക്ക് കിട്ടിയേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറയാവോ?
സിമ്പിൾ. എന്താൽപി ഇതൊന്നും സെക്ഷൻ ബിയിൽ വരേണ്ട മാത്രം ടഫ് ചോദ്യങ്ങളല്ല. എന്താ എന്താൽപീസ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ ദർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്സ് ആർ ടേക്കൺ ആസ് 0 അല്ലെ? ബൈ ഹാർട്ടഡ് ഡാറ്റയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹൗ മെനി കലോറീസ് ആർ റിക്വയർഡ് ടു ഹീറ്റ് 20 gram ഓഫ് ആർഗൺ ഫ്രം 40 degree to 60 degree അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നമ്മളോട് ചോദിച്ചത് എന്താ? കോൺസ്റ്റന്റ് വോളിയം കൊടുക്കേണ്ട ഹീറ്റ് എന്ത്? QV എന്തെന്നാണ്. QV ഡെൽറ്റ യു തന്നെയാണ്. ഇപ്പൊ എന്തായാലും QV എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? NCV ഡെൽറ്റ ടി അല്ലെ? NCV ഡെൽറ്റ ടി എടുത്താൽ മതി. N എത്രയാ? 20 gram ആർഗൺ. എത്ര മോൾ കാണും? 20 divided by 40. CV എത്രയാ? മോണോ ആറ്റോമിക് ഗ്യാസ് ആണ് ആർഗൺ. CV എങ്ങനെ കണ്ടുപിടിക്കും? 3/2 R എടുത്താൽ മതി. 3/2 R ആണ്. ഫോർ എ മോണോ ആറ്റോമിക് ഗ്യാസ് CV ഈക്വൽ ടു 3/2 R എന്ന് അറിയാം. എത്രയാ ഡെൽറ്റ ടി? 20 40 വ്യത്യാസം. 40 60 വ്യത്യാസം എത്രയാ? 20. ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കെൽവിനിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അത് അങ്ങനെ തന്നെയാണ് കിട്ടുക. ഡിഫറൻസ് അല്ലേ? ഇത് ചെയ്തിട്ട് എത്രയാ കിട്ടിയെന്ന് നോക്കൂ. 6 കലോറിയിലുള്ള വാല്യൂ അവർ തന്നിട്ടുണ്ട്. എത്രയാണെന്ന്? 2 ആണെന്ന്. കട്ട് ചെയ്തോളൂ. 2 ഇവിടെ കട്ട് ചെയ്തേക്കാം, 0 ഇവിടെ കട്ട് ചെയ്തേക്കാം, ഈ 2 കട്ട് ചെയ്തേക്കാം, ഈ 2 20 കട്ട് ചെയ്തേക്കാം. 3 × 10 30 എന്ന് കിട്ടിക്കാണും. ഹൗ മെനി മോൾസ് ഓഫ് ഇലക്ട്രോൺ വേ 1 gram? നിങ്ങൾക്കറിയാം ഒരു ഇലക്ട്രോണിന്റെ മാസ് എത്രയാ? 9.1 × 10⁻31 കിലോഗ്രാം ആണ്. പക്ഷേ ഗ്രാമിൽ എത്രയാ? -28 gram ആണ് അല്ലെ? ഇതാണ് ഒരു ഇലക്ട്രോണിന്റെ മാസ്. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാമിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? 1 divided by 9.1 × 10⁻28 എടുത്താൽ മതി. ഇത്രയും ഇലക്ട്രോൺ ഉണ്ടാവും. എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര മോൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഇത്ര എണ്ണം ഉണ്ട്. ഇത്ര എണ്ണം, അതായത് 10⁻28 ഡിവൈഡഡ് ബൈ 9.1 എണ്ണം ഉണ്ട്. അതെത്ര മോൾ ഉണ്ട്? ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ എടുത്താൽ മതി. 6 × 10⁻23 എടുത്താൽ മതി. ഇത് വേണേ മേലേക്ക് കൊണ്ടുപോയാലോ? 10⁻5. ഇപ്പൊ ഏതാ ആൻസർ? ഓപ്ഷൻ 2 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് സ്മോളസ്റ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ്? ആദ്യത്തെ എത്രയാ? 11.2 ലിറ്റർ എന്ന് വെച്ചാൽ അരമോൾ. അരമോൾ എന്ന് പറഞ്ഞാൽ 3 × 10⁻23 മോൾ അല്ലെ? രണ്ടാമത്തെയോ 1 മോൾ എന്ന് വെച്ചാൽ 6 × 10⁻23 എണ്ണം. മോൾ അല്ല കേട്ടോ, 3 × 10⁻23 എണ്ണം. മറ്റേത് 6 × 10⁻23 എണ്ണം. ഇതോ ഇതവർ 1 × 10⁻23 എന്നുണ്ട്. സി ഓപ്ഷൻ. 32 എന്ന് പറഞ്ഞാൽ എത്രയാ? അരമോൾ. സൾഫർ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് അല്ലേ 64. അപ്പൊ 32 എന്ന് പറഞ്ഞാൽ അരമോൾ, അതായത് 0.5 × 6 × 10⁻23 എന്ന് വെച്ചാൽ എത്രയാ? 3 × 10⁻23 അരമോൾ. അതല്ലേ? അപ്പൊ ഇതിൽ ഏറ്റവും കുറവാരാ? 1 × 10⁻23 തന്നെ. അടുത്ത നോക്കൂ. സിമ്പിളായ മറ്റൊരു ചോദ്യം. Mg3PO4 twice എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു മോൾ എടുത്താൽ എത്ര മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടാവും? 8 മോൾ ഓക്സിജൻ ആറ്റം ഉണ്ടാവും. അതായത് 8 മോൾ ഓക്സിജൻ ആറ്റം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 8 മോൾ ഓക്സിജൻ ആറ്റം കൊണ്ട് എനിക്ക് 1 മോൾ കോമ്പൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 1 മോൾ കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. 8 മോൾ ഓക്സിജൻ ഉപയോഗിച്ച് 1 മോൾ കോമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ എൻ്റെ കയ്യിലുള്ളതോ അരമോൾ ഓക്സിജൻ ആറ്റാം. 8ന് 1 ഉണ്ടാക്കാം. അപ്പൊ 1ന് എത്ര ഉണ്ടാക്കാം? 1ന് 1/8 മോൾ കോമ്പൗണ്ട് ഉണ്ടാക്കാം. അപ്പൊ അരമോളിനോ? അരമോൾ ഓക്സിജൻ ഉപയോഗിച്ച് എത്ര ഉണ്ടാക്കാം? 1/8ന്റെ അര എന്ന് വെച്ചാൽ 1/16 മോൾ കോമ്പൗണ്ട് ഉണ്ടാക്കാം. 1/16 എന്ന് പറഞ്ഞാൽ 0.0625 അല്ലേ കിട്ടുക? എവിടെ ആൻസർ? അതാ ഓപ്ഷൻ 1 ആണ്. ഡീബ്രോയ് വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ ബോൾ ഓഫ് 2 kilogram. കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ഡീബ്രോയ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? h/p ആവാം. p എന്ന് പറഞ്ഞാൽ ആരാ? മൊമെന്റം. മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിൽ എന്താ ബന്ധം? നമുക്കറിയാം p²/2m ആണ് കൈനറ്റിക് എനർജി. അപ്പൊ p എന്താ? √2m × കൈനറ്റിക് എനർജി ആണ് എന്നറിയാം. എച്ചിന്റെ വില എത്രയാ? 6.63 × 10⁻34. 6.626 തന്നെ എടുക്കാം കേട്ടോ. 6.63 എന്ന് എടുക്കണ്ട, കാരണം നമുക്ക് അങ്ങനെ തന്നെ ആൻസർ ഉണ്ട്. 6.626 × 10⁻34 ഡിവൈഡഡ് ബൈ √2 × മാസ് എത്രയാ? 2 kilogram. കൈനറ്റിക് എനർജി എത്രയാ? 0.25 എന്ന് വെച്ചാൽ 4 × 0.25 വെച്ചാൽ 1. √1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇത് പോയി. അപ്പൊ എന്താ ആൻസർ? 6.626 × 10⁻34 എന്ന് കിട്ടും. അടുത്തതിലേക്ക് ഒന്ന് പോയാലോ. An atom in an electron is moving with the speed 600 meter per second with an accuracy 0.005%.
the certainty with which the position of electron can be located. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് എങ്ങനെയാ കാണുക? h/4πm ഡെൽറ്റ വി. സംശയം ഉണ്ടോ? ഇനി എച്ച് എത്രയാ? 6.6 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. 6.6 × 10⁻34 4 × 3.14. മാസ് എത്രയാ ഇലക്ട്രോണിന്റെ? 9.1 × 10⁻31. എത്രയാ ഡെൽറ്റ വി? അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് 600 m/s. പക്ഷേ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ വരാൻ സാധ്യതയുള്ള എത്രയാണ് എറർ? 0.005/100 പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പൊ എറർ എത്രയാണ്? 6 × 0.005 എന്ന് കിട്ടും അല്ലെ? അപ്പൊ 6×5 30, 3 ഡെസിമൽ മാറ്റിയ 0.03. ശരിയല്ലേ ഞാൻ ചെയ്യണേ? 0.03 ആയിരിക്കും വന്നിട്ടുണ്ടാവുക. കറക്റ്റ് അല്ലേ? അപ്പോ എന്തെടുക്കാം നമുക്ക്? പോയിന്റ് കത്തിയോ ഞാൻ പറഞ്ഞേ? അതായത് എന്താ 0.03 തന്നെയല്ലേ കിട്ടുക? ഒന്നുകൂടി നോക്കാം നമുക്ക്. എങ്ങനെയാ അത് കിട്ടിയത്? 600 ആണ് കണ്ടുപിടിച്ച വെലോസിറ്റി. പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ 0.005% എറർ വരും എന്ന് പറയുന്നുണ്ട് അല്ലെ? ഈ 2 0 ഞാൻ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ 0.5 × 6 എത്രയാ? 3. അപ്പൊ 3/100 3 × 10⁻². അതാണ് ഞാൻ എഴുതിയത്. ഇത് ചെയ്താൽ കിട്ടാവുന്ന ആൻസർ എന്തായിരിക്കും? ചെയ്തു നോക്കാം നമുക്ക്. എത്രയായിരിക്കും ഇത്? വേണമെങ്കിൽ എനിക്ക് 3 × 10⁻² ഇടാം. -2 -31 കൂട്ടിയാൽ -33. അപ്പൊ ബാക്കി 10⁻1 അവിടെ നിൽക്കട്ടെ. ഇനി എനിക്ക് എന്ത് ചെയ്യാം? 3 വേണേ എടുത്ത് ഇവിടെ കട്ട് ചെയ്യാട്ടോ. 2.2 എന്ന് എഴുതാം. വേണേ എനിക്ക് 2 എടുത്ത് കട്ട് ചെയ്യാട്ടോ. അപ്പൊ 1.1 ഇവിടെ 2 എന്ന് എഴുതാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് 1.1 ഉണ്ട്. 10⁻1 ന്യൂമറേറ്ററിലുണ്ട്. പിന്നെ താഴെ ഇരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഇതിനെ 10 ഇതിനെ 3 എടുത്തേക്കാട്ടോ. കുഴപ്പമൊന്നുമില്ല. 2 × 3 × 10 ഏകദേശം എടുത്താൽ എന്ത് വരും? 3 2 6 ഉണ്ട്. ഇത് 10⁻². 1.1/6 × 10⁻² എന്ന് എടുക്കാം. എന്ന് വെച്ചാൽ ഏകദേശം എത്ര കിട്ടും? 6. ഏകദേശം എത്രയാണ് നിങ്ങൾക്ക് കിട്ടുക? 1 പോവില്ല. 11 1 6 6. 1 തുടങ്ങുന്ന 2 ആൻസർ ഉണ്ട്. പക്ഷെ 10ന്റെ പവർ -3 കിട്ടണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ആൻസർ 2 അല്ലേ കിട്ടിയിട്ടുണ്ടാവുക? അടുത്തതിലേക്ക് പോവാം. സിമ്പിൾ. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ ഫോർമുല എന്താ? √L × L+1 h/2π അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലിന്റെ വില എത്രയാ? എസ് ഓർബിറ്റലിന് 0. അപ്പൊ മൊത്തം എന്തായിക്കോളും? 0. സിമ്പിൾ ആയിട്ടുള്ള ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സ്ട്രിക്ട്ലി നിങ്ങൾക്ക് നേരിട്ട് ഗ്രഹാംസ് ലോ കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ മറ്റ് ഗ്യാസ് ലോസിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാന്ന് മാത്രം. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ദ ഗ്യാസ് എ ഈക്വൽ ടു √of മോളാർ മാസ് ഓഫ് ദ ഗ്യാസ് എ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ അല്ലേ? പഠിച്ചിട്ടില്ലേ? R1/R2 ഈക്വൽ ടു √of m2/m1 ആണ്. നമ്മളോട് തന്നിരിക്കുന്നത് എന്താണെന്നറിയോ? റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ഹൈഡ്രജൻ 6 times ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് ദ ഗ്യാസ് എ എന്നാണ്. അപ്പൊ RH2/R എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 6 ഈസ് ഈക്വൽ ടു √of ma/2 എന്ന് കിട്ടും. സ്ക്വയർ ചെയ്താലോ 36 ഈസ് ഈക്വൽ ടു മോളാർ മാസ് ഓഫ് a/2. അപ്പൊ മോളാർ മാസ് ഓഫ് എ എത്രയാ? 72. അടുത്തതിലേക്ക് ഒന്ന് പോവാം. എന്താ തന്നിരിക്കുന്നത്? സാമ്പിൾ ഓഫ് ഓക്സിജൻ ഗ്യാസ് കളക്ടഡ് ഓവർ വാട്ടർ 23 degrees C at a pressure of 751 mmHg. അതിന്റെ വേപ്പർ പ്രഷർ തന്നുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻ ദ സാമ്പിൾ ആണ് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ. നമുക്കറിയാം ഒരു ഗ്യാസിന് നമ്മൾ വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്ത് കളക്ട് ചെയ്തു. ഇപ്പൊ ഓക്സിജനും ഇവിടെ ഉണ്ട്, വാട്ടർ വേപ്പറും ഉണ്ട്. രണ്ടാളും കൂടിയുള്ള പ്രഷർ എത്രയാ? രണ്ടാളും കൂടിയുള്ള പ്രഷർ 751. അതിൽ വാട്ടർ വേപ്പർ പ്രഷർ എത്രയാ? 21. സബ്സ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 730. അതാണ് ഓക്സിജന്റെ പ്രഷർ അല്ലെ? ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താ? പ്രഷർ വേപ്പർ പ്രഷർ ഓഫ് ഓക്സിജൻ പ്ലസ് വാട്ടറിന്റെ വേപ്പർ പ്രഷർ ആണ് എടുക്കേണ്ടത്. അതിൽ നിന്ന് വാട്ടറിന്റെ വേപ്പർ പ്രഷർ കുറച്ചാൽ ഓക്സിജന്റെ വേപ്പർ പ്രഷർ കിട്ടിക്കോളും. അടുത്തതോ എ ഗ്യാസ് ഓക്യുപ്പൈ 100 ml at 720 mm പ്രഷർ. വാട്ട് പ്രഷർ? ഇതാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ ആദ്യം തന്നെ നിങ്ങൾ ഫുൾ സ്കാൻ ചെയ്യണം. കണ്ടോ? ബി പാർട്ടിൽ നമ്മൾ വലിയ ചോദ്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര സിമ്പിൾ ചോദ്യങ്ങൾ ഉണ്ട് അതിനകത്ത്. ഈ ചോദ്യങ്ങളൊക്കെ കണ്ട നോട്ടത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. P1 V1 ഈക്വൽ ടു P2 V2 അല്ലേ എടുക്കണ്ടോ? അപ്പൊ P1 720 × 100 ഈസ് ഈക്വൽ ടു P2 അല്ലേ കണ്ടുപിടിക്കണ്ടേ? V2 84 ആണ്. സോ 720 × 100 ഡിവൈഡഡ് ബൈ 84 എടുത്താൽ P2 കിട്ടും. വേണമെങ്കിൽ 4 കൊണ്ട് കട്ട് ചെയ്തോളൂ കേട്ടോ. 21 ഇവിടെ കിട്ടും. 4 എത്ര പ്രാവശ്യം? 1 4 4 32 4 8 32.
വേണേ 3 കൊണ്ട് കട്ട് ചെയ്തോ. എന്താ കിട്ടുക? 7 3 21, 6 3 18. അപ്പൊ നമുക്ക് 6000 ഡിവൈഡഡ് ബൈ 7 എന്നല്ലേ കിട്ടിയത്. എന്തായിരിക്കും? 6 7 എടുത്താലോ എത്രയാ? 7 56, ബാക്കി 40. 40-ല് 7 എത്ര പ്രാവശ്യം പോവും? 40-ല് നമുക്ക് 7 5 35 എടുക്കാം അല്ലേ? അങ്ങനെ ഒരു ആൻസറേ ഉള്ളൂ അല്ലേ? 8-ല് 5-ല് വരുന്ന ഒരു ആൻസറേ കാണാനുള്ളല്ലോ മക്കളെ. നിങ്ങൾക്ക് ഒന്നാണോ കിട്ടിയേ? ഓക്കെ, അടുത്തത് നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണേ? ഇത് സിമ്പിളായ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കാവോ? എന്താണ്? 1/v-യും PV-യും കൂടി പ്ലോട്ട് ചെയ്തപ്പോൾ കിട്ടിയ ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം P+n²a/v² × v - nb = nRT എന്നാണ്. n-ന്റെ വില 1 ആയതുകൊണ്ട് P+a/v² എന്ന് എടുക്കാം. ഇൻറ്റു v - nb, b 0 ആയതുകൊണ്ട് v എന്ന് എടുക്കാം. = RT എന്ന് എടുക്കാം. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാവോ? PV + a/v = RT എന്ന് കിട്ടും. ശരിയല്ലേ ഞാൻ എക്സ്പാൻഡ് ചെയ്തത്? അപ്പോൾ PV = -a/v + RT എന്ന് കിട്ടും. ഇത് y = mx + c-യുമായിട്ട് കമ്പയർ ചെയ്യാം. ഞാൻ y ആക്സിസിൽ എടുത്തത് ആരെ തന്നെയാണ്? PV തന്നെയാണ്. x ആക്സിസിൽ എടുത്തത് ആരെയാണ്? 1/v-നെയാണ്. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് ആരാ? എക്സിന്റെ കോഎഫിഷ്യന്റ് m. m എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? -a ആണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആണ് -a. എനിക്ക് എയുടെ വിലയാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എനിക്ക് എന്ത് കണ്ടാൽ മതി? സ്ലോപ്പ് ഓഫ് ദ ലൈൻ കണ്ടാൽ മതി. സ്ലോപ്പ് ഓഫ് ദ ലൈൻ എത്രയാന്ന് നോക്കൂ. ഇവിടെ സ്ലോപ്പ് എത്രയാ കൊടുത്തിരിക്കുന്നേ? y2 - y1 / x2 - x1 എടുക്കണ്ടേ? അപ്പോൾ 20.1 - 21.6 ഡിവൈഡഡ് ബൈ 3 - 2 എത്രയാ? 1. ഇത് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? -a ആണ്. മൈനസ് വെട്ടിപ്പോയിക്കോളും, കാരണം 21.6 അല്ലേ വലുത്. അപ്പൊ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക? 1.5. അതായത് -1.5 = -a എന്ന് കിട്ടും. അപ്പൊ a ആരാ? 1.5. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നിങ്ങൾക്ക് കെമിസ്ട്രിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അതല്ലേ? അതോ വളരെ സിമ്പിളായ ഒരു ചോദ്യം. എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൽ ആരാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഡിസ്പ്രപ്പോർഷനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ആൾക്ക് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും വേണം. അതെവിടെയാ നടക്കുന്നത് നോക്കൂ. ഇവിടെ പെർമാംഗനേറ്റിന് എന്താ ഉണ്ടായേ? ഡിസ്പ്രപ്പോർഷൻ. ഫസ്റ്റ് വണ്ണിന്റെ കറക്റ്റ് ആൻസർ ആണല്ലോ. പെർമാംഗനേറ്റ് അല്ല, അത് മാംഗനേറ്റ് ആണ്. മാംഗനേറ്റിന് +6 ആ. +6 +7-ലേക്കും പോയി +4-ലേക്കും പോയി അല്ലെ? അപ്പൊ അത് ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്. എന്നാൽ സെക്കൻഡ് ഓപ്ഷൻ റിഡക്ഷൻ ആണെന്ന് അറിയാം, തേർഡ് ഓപ്ഷൻ റിഡക്ഷൻ ആണെന്ന് അറിയാം, ഫോർത്ത് ഓപ്ഷനും റിഡക്ഷൻ ആണ് അല്ലേ? നിങ്ങളെ അജീഷ് സാറ് നിങ്ങളെ കാണാൻ വരികയാണ്. ഓക്കെ, താങ്ക് യു. Hi Makle, good evening, good evening, good evening, very good evening, very good evening. So let's welcome everyone for the great Indian battle question discussion in botany. Okay, yes, finally നമ്മൾ ബോട്ടണിയിലേക്ക് എത്തിച്ചേർന്നു. സോ ടഫ് ആയിരുന്നു, ആവറേജ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ ബോട്ടണി അത്യാവശ്യം ഈസി ഒക്കെ ആയിരുന്നു. വലിയ ബുദ്ധിമുട്ടില്ലാതെ ബോട്ടണി എന്ത് സാർ ഉറങ്ങാതെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് സഹൽ. ഓക്കെ മക്കളെ, ഓക്കെ, അപ്പൊ തുടങ്ങാം നമുക്ക്. അപ്പൊ നമ്മുടെ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കി എന്ന് മാത്രം. സോ റെഡി? റൈറ്റ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷൻ എയിലേക്ക് നമ്മൾ കയറാണ്.
ചോദ്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. ആദ്യത്തെ ചോദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കോഡ് A1 ആണ്. കോഡ് A1 ആണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാറ്റേണിലേക്കാണ് നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ ചോദ്യം തന്നെ ഒരു അടിപൊളി ചോദ്യമായിരുന്നു. ഫസ്റ്റ് റീകോംബിനന്റ് DNA ഏത് പ്ലാസ്മിഡ് ഉപയോഗിച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ the answer goes to Salmonella typhimurium. Is it okay? That for the first question. രണ്ടാമത്തെ ചോദ്യം നോക്കടാ. രണ്ടാമത്തെ ചോദ്യം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആരാണ്, എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ ചെയ്യാം? നമ്മൾ ചെയ്യേണ്ടത് ക്ലീവ്സ് DNA at highly specific recognition sequences. ശരിയല്ലേ? അതിന് ഇഷ്ടപ്പെട്ട സൈറ്റിൽ കട്ട് ചെയ്യുന്നതല്ലേ ഗോ ഫോർ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. ശരിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ചോദ്യം നോക്ക്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ അബൌട്ട് എ ബയോറിയാക്ടർ? ഓക്കെ, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ അബൌട്ട് ബയോറിയാക്ടർ? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം, ഓപ്റ്റിമൽ കണ്ടീഷൻ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ നോക്കാം, ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ടു സ്പെസിഫിക് പ്രോഡക്റ്റ്. അപ്പൊ എയും ശരിയാണ്, ബിയും ശരിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു ദ ഫസ്റ്റ് വൺ, എ ആൻഡ് ബി. ശരിയല്ലേ? നാലാമത്തെ ചോദ്യം നോക്ക്. The following are useful to introduce genes in crop plants. താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിൽ യൂസ് ചെയ്യാം എക്സെപ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എക്സെപ്റ്റ് ഇപ്പൊ TI പ്ലാസ്മിഡ് ഉപയോഗിക്കാം, ജീൻ ഗൺ അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് ഉപയോഗിക്കാം. മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽസിൽ മാത്രമേ ഉള്ളൂ. മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽസിൽ മാത്രമാണ് മക്കളെ. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു നമ്പർ 4, മൈക്രോ ഇഞ്ചക്ഷൻ. അഞ്ചാമത്തെ ചോദ്യം നോക്ക്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺസിഡർ ദം ട്രൂ ഓർ ഫോൾസ് കാറ്റഗറി. ഇപ്പൊ ട്രൂ ഏതാ ഫോൾസ് ഏതാന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഇത് നമ്മുടെ ഡിസ്കഷൻ മാരത്തോണിൽ നമ്മൾ ചെയ്തതാണ്. ആദ്യത്തെ ഓപ്ഷൻ ഫംഗസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ യുണീക് കിങ്ഡം. ശരിയല്ലേ? യാ. രണ്ടാമത്തെ നോക്കാം, മഷ്റൂമും ടോഡ്സ്റ്റൂളും ഫംഗസ് അല്ലേ? കറക്റ്റ് ആണ്. ആൽബുഗോ മസ്റ്റാർഡ് ലീവ്സിൽ പാരസൈറ്റിക് ആയിട്ട് കാണാം. കറക്റ്റ് അല്ലേ? അപ്പൊ 1, 2, 3 ഒക്കെ കറക്റ്റ് ആണ്. ഫോർത്ത് വൺ നോക്ക്, യൂണിസെല്ലുലാർ ഫംഗസ് ആണോ അസ്റ്റിലാഗോ? തെറ്റ്. പക്സീനി ഇസ് റെസ്പോൺസിബിൾ ഫോർ സ്മട്ട് ആണോ? അല്ല. പക്സീനി ഇസ് റെസ്പോൺസിബിൾ ഫോർ റസ്റ്റ് ഡിസീസ് ആണ്. അവസാനത്തെ നോക്ക്, പെൻസിലിൻ മീൽസ് ആന്റിബയോട്ടിക് പെൻസിലിൻ. അപ്പൊ 1, 2, 3 and 6 is right. അതേസമയം false statement നോക്ക്, 4 and 5 is the false statement. ശരിയല്ലേ? 4 and 5 is the false statement. അപ്പൊ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? The 1 is the right one. First one is the right one. ശരിയല്ലേ? ഓക്കെ, വീണ്ടും ആറാമത്തെ ചോദ്യം നോക്ക്. When a recombinant DNA is inserted into the coding sequence of an enzyme beta galactosidase, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ പറയുന്ന വെക്ടറിൽ ബീറ്റ ഗാലക്ടോസിഡേസിലേക്ക് എന്ത് ഇൻസേർട്ട് ചെയ്തു? ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു, റീകോംബിനന്റ് DNA ഇൻസേർട്ട് ചെയ്തു. എന്താ സംഭവിക്കുക? റീകോംബിനന്റ് DNA ഇൻസേർട്ട് ചെയ്താൽ this results in the inactivation. പുതിയ ജീൻ ഇൻസേർട്ട് ചെയ്താൽ പഴയത് ഇനാക്റ്റീവായി. ഇതിനെ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. കോളനി ഒരു കളറും പ്രൊഡ്യൂസ് ചെയ്യില്ല. പുതിയ ജീൻ ഇൻസേർട്ട് ചെയ്ത് റീകോംബിനന്റ് DNA വർക്ക് ചെയ്താൽ കളർ ഉണ്ടാവില്ല, കളർലെസ് ആയിരിക്കും, വൈറ്റ് കളർ. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു ഓൾ ഓഫ് ദീസ്. ഇതെല്ലാം ശരിയാണ്. Am I right? Yes. ഏഴാമത്തെ ചോദ്യം നോക്കാം. Which of the following is a correct statement? Protein encoded by ക്രൈഫസ്റ്റേസിയും ക്രൈ2AB ബോൾവോംസിനെ കൺട്രോൾ ചെയ്യും. കറക്റ്റ് അല്ലേ? അടുത്ത് നോക്കുക, ക്രൈ1AB കോൺ ബോറിനെ കൺട്രോൾ ചെയ്യും. രണ്ടും ശരിയാണ്. പ്രോട്ടീൻസ് എൻകോഡഡ് ബൈ ക്രൈ1AC കൺട്രോൾ ഫ്ലൈസ്. തെറ്റല്ലേ? അപ്പൊ ശരിയായ ആൻസർ ഏതാ? ബോത്ത് A and B. The third one is the right one. എട്ടാമത്തെ ചോദ്യം നോക്കാം മക്കളെ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെയും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാം. അറ്റ് പ്രസന്റ് എത്ര റീകോംബിനന്റ് തെറാപ്യൂട്ടിക്സ് ആണ് ഓൾ ഓവർ ദ വേൾഡിൽ? 30 എണ്ണം. എത്ര എണ്ണം ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നു? 12 എണ്ണം. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു 30 and 12. The first one is the right answer. ശരിയല്ലേ? ഒൻപതാമത്തെ ചോദ്യം നോക്ക്. ഏത് ഇന്ത്യൻ പ്ലാന്റ് ആണ്
പുറമെയുള്ള മൾട്ടിനാഷണൽ കമ്പനീസോ മറ്റു രാജ്യങ്ങളോ പേറ്റന്റ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബസ്മതി റൈസിന്റെ പേറ്റന്റ് പോയി, ടർമറിക്, നീം, all of these are the right answer. So again the fourth one is the right answer. 10ാമത്തെ ചോദ്യം നോക്കാം. റോസിമോളുടെ പ്രത്യേകത ആദ്യത്തെ ട്രാൻസ്ജീനിക് കൗവാണ്. താഴെ പറയുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും റോസിമോൾ കാണിക്കും എക്സെപ്റ്റ് പ്രോട്ടീൻ കണ്ടന്റ് 2.4 gram per liter. കറക്റ്റ് അല്ലേ? ഹ്യൂമൻ ആൽഫ ലാക്ട് ആൽബുമിൻ അതും റോസിമോളുടെ പ്രത്യേകത. മോർ ബാലൻസ്ഡ് ഡയറ്റ് ഫോർ ഹ്യൂമൻ ബേബീസ്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിലൊന്നുപോലും റോസിമോളുടെ അല്ലാത്തതില്ല. അങ്ങനെയാണെങ്കിൽ നൺ ഓഫ് ദീസ് അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ശരിയല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നൺ ഓഫ് ദീസ് അല്ലേ കറക്റ്റ് ആൻസർ? അങ്ങനെയാണെങ്കിൽ വീണ്ടും 11ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ഡ്യൂറിംഗ് ഡീകമ്പോസിഷൻ ഇസ് കറക്റ്റ്ലി ഡിസ്ക്രൈബ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. Humidification leads to dark colored substance which undergo action at a very faster rate. തെറ്റ്. സ്ലോ റേറ്റിലെ നടക്കുള്ളൂ, ഫാസ്റ്റർ റേറ്റിലല്ല. അടുത്ത നോക്കുക. കാറ്റബോളിസം ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. റോങ്. ഇറ്റ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്. അടുത്ത് നോക്കണം. ലീച്ചിങ് വാട്ടർ സോളിബിൾ ഇൻഓർഗാനിക് ന്യൂട്രിയൻസ് റൈസ് ടു ദ ടോപ്പ് ലെയർ, ഗോ ഡീപ്പ് ഇൻ ടു ദ ബോട്ടം ആണ്, അടിയിലേക്ക് പോവാണ്. അപ്പൊ മൂന്നും തെറ്റാണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് എർത്ത് വോമിന്റെ വർക്കാണ്. അതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? സോ അഗെയിൻ ദ ആൻസർ ഗോസ് ടു ദ ഫോർത്ത് വൺ, ഡി. ഖദീജ മോള് പറയുന്നുണ്ട് എക്സെപ്റ്റ് ഞാൻ കണ്ടില്ല എന്ന് പറയുന്നു. ശരിയല്ലേ ഖദീജ? അങ്ങനെ എക്സെപ്റ്റ് നീ കണ്ടില്ലെങ്കിലും 1, 2, 3 ശരിയല്ലേ? ഇപ്പൊ ബോത്ത് 1 and 2 എന്നോ ബോത്ത് 1 and 3 എന്നോ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ ഖദീജ മോളെ. അങ്ങനെയാണെങ്കിൽ 11ാമത്തത് കറക്റ്റായി. 12ാമത്തെ ചോദ്യം നോക്കൂ. സൂസ്പോ ആരും ശരിയാക്കാൻ പറ്റുന്ന അത്രയും സിമ്പിൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ. അപ്പൊ നമ്മൾ അതിനെ കൊടുക്കുന്ന ടേം നോക്ക്. മോട്ടൈൽ ഗാമീറ്റ്സ് ഓഫ് ക്ലാമിഡോമോണാസ്. കണ്ടോ? മോട്ടൈൽ ഗാമീറ്റ്സ് ഓഫ് ക്ലാമിഡോമോണാസ്. ശരിയല്ലേ? ഓക്കെ. നസീഫെ നോർമൽ കൗ മിൽക്കാണ്. ശരിയല്ലേ? അപ്പൊ നോക്കുക. 12ാമത്തെ ചോദ്യം. ക്ലാമിഡോമോണാസിന്റെ സൂസ്പോർ ഫ്ലജെല്ലേറ്റഡ് ആണ്, മോട്ടൈൽ ആണ്. 13ാമത്തെ ചോദ്യം നോക്ക്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഓപ്ഷൻസിലേക്ക് പോകും. ഈസ്റ്റിന്റെ ഡിവിഷൻ അൺഈക്വൽ ആണ്, അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് നോക്ക്. ഫേവറബിൾ കണ്ടീഷനില് അമീബ എൻസിസ്റ്റേഷൻ തെറ്റ്. അൺഫേവറബിൾ കണ്ടീഷനിലാണ് അമീബ എൻസിസ്റ്റേഷൻ. അൺഫേവറബിൾ കണ്ടീഷനില് മൾട്ടിപ്പിൾ ഫിഷനും സ്പോറിലേഷനും. ഇറ്റ്സ് റോങ്. ഫേവറബിൾ കണ്ടീഷനിലെ അത് സ്പോറിലേഷൻ നടത്തുള്ളൂ. അവസാനത്തെ ഓപ്ഷൻ നോക്ക്. ജെമ്യൂള് എസെക്ഷൽ ബഡ് ആണ് സ്പോഞ്ചസിൽ. ഇപ്പൊ 2 കറക്റ്റ് ഉള്ളൂ. 2 ഇൻകറക്റ്റ് ഉള്ളൂ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചത്. അപ്പൊ എയും കറക്റ്റ് ആണ്, ഡിയും കറക്റ്റ് ആണ്. സോ ബി ആൻഡ് സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് രണ്ടും അല്ലേ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ശരിയല്ലേ? ഓക്കെ. 14ാമത്തെ ചോദ്യം നോക്കണം. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ്. നോക്ക് നന്ദന. നോർമൽ മിൽക്ക് എന്ന് പറയുന്നത് നോർമൽ കൗ മിൽക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാച്ചുറൽ എന്ന് പറയുന്നത് തന്നെ നോർമൽ ആ നന്ദന. ഓക്കെ. അപ്പൊ നോക്കുക. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ്, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്ന സ്ട്രാറ്റിഫിക്കേഷൻ. അതിൽ പിന്നെ ആർക്കും തർക്കം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. 15ാമത്തെ ചോദ്യം നോക്കണം. എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് ഗ്രീൻ പ്ലാന്റ്സ് ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ വരുന്ന ഫുഡ് ചെയിൻ ഏതാ എന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, ഇറ്റ്സ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ശരിയല്ലേ? ഇറ്റ്സ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അവശിഷ്ടങ്ങൾ നല്ലേ തുടങ്ങുന്നത്. യെസ്. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ചോദ്യം നമ്മൾ ഒരുപാട് തവണ ചെയ്തു പോയ ചോദ്യങ്ങളാണ്. ഈ 16ാമത്തെ ചോദ്യം പല തവണ നമ്മൾ ലൈവിൽ ചെയ്ത ചോദ്യമാണ്. എന്താണ് ഈ ചോദ്യം എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഗ്രാസ്, ഡിയർ, ടൈഗർ ഫുഡ് ചെയിൻ. ശരിയല്ലേ? അപ്പൊ ഇവര് പറയുന്നത്
ടൈഗർ എത്ര സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ 10 ജൂൾ. അപ്പൊ ഡിയർ എത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും? 100 ജൂൾ. ഗ്രാസ് എത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും? എത്രയാ? 1000 ജൂൾ. അപ്പൊ ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാ? ലോ ഓഫ് 10% ബൈ ലിൻമാൻ അല്ലേ? അപ്പൊ the right answer goes to 3000 ജൂൾ അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. 17ാമത്തെ ചോദ്യം നോക്ക്. സ്ട്രാറ്റോസ്ഫിയറിലെ ഏത് എലിമെന്റ് ആണ് ഓസോണെ ബ്രേക്ക് ചെയ്യുന്നത്? ഓസോണെ ബ്രേക്ക് ചെയ്യുന്നത് ഒരേ ഒരാളാണ്. ആരാ? ക്ലോറിൻ ആറ്റം. CFC ക്ലോറോ ഫ്ലൂറോ കാർബണിൽ നിന്നും റിലീസ് ചെയ്യുന്ന ക്ലോറിൻ ആറ്റം അല്ലേ ഓസോണെ ബ്രേക്ക് ചെയ്യാം. ശരിയല്ലേ? 18ാമത്തെ ചോദ്യം നോക്കാം. 18ാമത്തെ ചോദ്യം ഹീറ്റഡ് തെർമൽ വേസ്റ്റ് വാട്ടർ. നോക്കടാ, തെർമൽ വേസ്റ്റ് വാട്ടർ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഈ ഒരു ഏരിയ നമ്മൾ NCERTയിൽ എവിടുന്ന എടുത്തതെന്ന് ചോദിച്ചാൽ പേജ് നമ്പർ 277 ആണ്. ആ 277 ആ ഒരു ലാസ്റ്റ് പാരഗ്രാഫിന് തൊട്ട് മുകളിലായിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ഹീറ്റ് അല്ലെങ്കിൽ ഹീറ്റഡ് തെർമൽ വേസ്റ്റ് വാട്ടർ മേ എൻഹാൻസ് the growth of the plant and fish in extremely cold area. Before that they will provide damage. കണ്ട ഫ്ലോറയും ഫോണയും നശിപ്പിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുക? ചെടികളുടെയും ഫിഷിന്റെയും ഗ്രോത്ത് എൻഹാൻസ് ചെയ്യുക. പക്ഷെ ഏജിങ് കണ്ടിന്യൂ ചെയ്യും എന്നവിടെ പറഞ്ഞിട്ടില്ല. അത് യൂട്രോഫിക്കേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാ? both 1 and 2. both 1 and 2 is the right answer. ശരിയല്ലേ? ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ NCERT ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കിയവരാണെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ആൻസർ കിട്ടും. നോക്കൂ, 19ാമത്തെ ചോദ്യത്തിലേക്ക് കയറി. വീണ്ടും നമ്മൾ NCERTയിൽ പേജ് നമ്പർ 274 വാട്ടർ പൊല്യൂഷന്റെ ഏരിയ തുടങ്ങിയ ശേഷം അടുത്തൊരു ബ്ലൂ ബോക്സിൽ അല്ലെങ്കിൽ ആ ബ്ലൂ ഡയഗ്രമായിട്ട് കാണാം ഏത് ഇംപ്യൂരിറ്റീസ് ആണ് ഡൊമസ്റ്റിക് സീവേജിൽ കോൺസ്റ്റിറ്റ്യൂട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ഒരു ഡയഗ്രാം എടുത്തു നോക്കിയാൽ ആ ബോക്സിനകത്ത് ആദ്യം നിങ്ങൾക്ക് സോളിഡ്സ് കാണാം, പിന്നെ കൊളോയിഡൽ മെറ്റീരിയൽസ് കാണാം, പിന്നെ ഡിസോൾവ്ഡ് മെറ്റീരിയൽസ് കാണാം, അഥവാ ഡിസോൾവ് മിനറൽസ്. ഓക്കെ. അപ്പൊ നോക്ക് മക്കളെ, കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ്. NCERTയിൽ 274ാമത്തെ പേജ് എടുത്താൽ 274ാമത്തെ പേജ് എടുത്താൽ ആ ബോക്സ് എടുത്ത് നോക്കടാ. ആദ്യം നിങ്ങൾക്ക് സസ്പെൻഡഡ് ആയിട്ടുള്ള സോളിഡ്സ് കാണാം. ശരിയല്ലേ? സസ്പെൻഡഡ്. പെട്ടെന്ന് തെറ്റിപ്പോകുന്ന, ഒരുവിധം എല്ലാവർക്കും തെറ്റാൻ സാധ്യതയുള്ള ഒരു അടിപൊളി ചോദ്യമായിരുന്നു ഇത്. എത്ര പേര് തെറ്റിച്ചു എന്ന് ആലോചിച്ച് നോക്കാം. ആദ്യം സസ്പെൻഡഡ് സോളിഡ്സ് ആയിരുന്നു. ശരിയല്ലേ? ബീവി എന്തൊക്കെയാ വിശേഷം? ആയിഷ ക്വസ്റ്റ്യൻ അടിപൊളിയായിരുന്നോ? നോക്കാം. അപ്പൊ സോളിഡ്സിൽ വരുന്നതല്ല ചോദിക്കുന്നത്, രണ്ടാമത്തെ ഏരിയയിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആ ചോദിക്കുന്നത്. അപ്പൊ ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഏതൊക്കെ വരും എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടുമായിരുന്നു. പക്ഷെ ആ ബോക്സ് നന്നായിട്ട് പഠിച്ചവർക്കാണ് അത് കിട്ടുക. ആ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നോക്കിയാൽ ഫീക്കൽ മാറ്റർ കാണാം, പിന്നെ കാണുന്നത് ബാക്ടീരിയ കാണാം, പിന്നെ ക്ലോത്ത് കാണാം, അതേപോലെ തന്നെ പേപ്പർ ഫൈബേഴ്സ് കാണാം. ഈ മൂന്നല്ലേ അവിടെയുള്ളൂ. അപ്പൊ ആ കറക്റ്റ് ആൻസർ ഏതാ? ആ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 2, 4 and 5 is the answer. കണ്ട, 2, 4 and 5 is the right answer. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ചോദ്യം നോക്കണം. ഏത് ഡിവൈസ് ആണ് ഓട്ടോമൊബൈൽസിൽ ഫിറ്റ് ചെയ്ത് നൈട്രസ് ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡിനെ ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റുന്നത്? നമ്മുടെ മമ്മൂട്ടിയുടെ ഒക്കെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ് അല്ലേ? യെസ്. 21ാമത്തെ ചോദ്യം നോക്ക്. അലൻസ് റൂൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. കോൾഡ് ക്ലൈമറ്റിലുള്ള ആനിമൽസിന്റെ പ്രത്യേകത കൈകാലുകളും ചെവികളും ഒക്കെ ചെറുതായിരിക്കും. ഷോർട്ടർ ഇയേഴ്സ് ആൻഡ് ഷോർട്ടർ ലിംസ്. ശരിയല്ലേ? 4ാമത്തതല്ലേ കറക്റ്റ് ആൻസർ? ചെറിയ ചെവികളും ചെറിയ കൈകാലുകളും അല്ലേ? സൈസ് വലുതായിരിക്കും, പക്ഷേ കാലുകളും കൈകളും ചെറുതായി വരും. യെസ്. 22ാമത്തെ ചോദ്യം നോക്കാം. ടൈഗറിന്റെ സെൻസസ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ അവസാനമായിട്ട് പറഞ്ഞു പോയതാണ്. നമ്മുടെ രാജ്യത്തിലെ ടൈഗറിന്റെ സെൻസസ് എടുക്കുമ്പം ഏത് കാര്യങ്ങളാ നോക്കുക? അപ്പൊ ആ NCERT ബുക്കിൽ ആ ഒരു പാരഗ്രാഫിന്റെ അവസാനത്തെ 2 ലൈനിൽ കാണാം
കടുവയുടെ പഗ് മാർക്സും അതേപോലെ തന്നെ അതിന്റെ ഫീക്കൽ പെല്ലറ്റ്സ് നോക്കിയിട്ടാണ് ആ ഒരു ഹാബിറ്റാറ്റിൽ ആ ഒരു ഫോറസ്റ്റിൽ എത്ര ടൈഗേഴ്സ് ഉണ്ട് അതിന്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Am I right? Yes. ആയിഷ, നീ പൊളിച്ചു മക്കളെ, പൊളിച്ചു. ഓക്കെ, 23ാമത്തെ ചോദ്യം നോക്ക്. ഒരു ഇന്ററാക്ഷനില് ഒരു സ്പീഷീസിന് ഹാംഫുൾ ആയി മാറി, അതേസമയം രണ്ടാമത്തെ സ്പീഷീസ് അൺഅഫക്റ്റഡ് ആയി. ഒരു സംശയമില്ല, അമൻസാലിസം അല്ലേ മക്കളെ, അമൻസാലിസം അല്ലേ. ഒന്നിന് മൈനസ്, ഒന്നിന് ന്യൂട്രൽ. അപ്പൊ നെഗറ്റീവും ന്യൂട്രലും ശരിയല്ലേ? 24ാമത്തെ ചോദ്യം പലരും കുടുങ്ങിയിട്ടുണ്ടാവും. നമ്മൾ സാധാരണ നമ്മുടെ നീറ്റ് എക്സാമിനേഷന് അത്ര ഫെമിലിയർ അല്ലാത്തൊരു ചോദ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ചോദ്യമാണ്. അപ്പൊ ചോദ്യം എന്തായെന്ന് നോക്കാം. അപ്പൊ വർഷം 2000-ൽ 14 മില്യൺ പീപ്പിൾ ആണ് ഒരു രാജ്യത്ത് ഉണ്ടായിരുന്നത്. അതിന്റെ ബർത്ത് റേറ്റ് 0.036ഉം ഡെത്ത് റേറ്റ് 0.016 ആണ്. എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദിക്കുന്നത്. എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, dn/dt = Rn. ഇതല്ലേ മക്കളെ എക്സ്പോണൻഷ്യൽ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ചോദ്യം എന്താ, നമ്പർ ഓഫ് പീപ്പിൾ പ്രസന്റ് ഇൻ 2010, 10 വർഷം കഴിയുമ്പം എന്തായിരിക്കും എന്ന് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും എല്ലാ പുസ്തകങ്ങളിലും കാണുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഡെൽറ്റ എൻ എന്ന് പറയുമ്പം നിങ്ങൾക്ക് തന്നെ അറിയാം അത് 14 മില്യൺ ആണ്. ശരിയല്ലേ? 14 മില്യൺ. അങ്ങനെയാണെങ്കിൽ ടൈം എത്രയാന്ന് ചോദിച്ചാൽ 10 ഇയേഴ്സ് ആണ്. ആർ എന്താ എന്ന് ചോദിച്ചാൽ ആർ എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്. 14 മില്യൺ അല്ലേ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ആർ വാല്യൂ നോക്കാം. ആർ വാല്യൂ എത്രയാന്ന് ചോദിച്ചാൽ നോക്ക്, ബർത്ത് റേറ്റ് 0.036 മൈനസ് എത്രയാ 0.016. ഇതല്ലേ ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ്. അതെത്ര വന്നു 0.02. അപ്പൊ അത് വന്നു. ഇനി നമ്മൾ അടുത്ത എന്താ ഈ 0.02 into 14. 0.02 into 14 എത്ര കിട്ടിയടാ? എത്ര കിട്ടി? 0.02 into 14 എത്ര വന്നു? യെസ്, എത്ര വന്നു? 0.28 മില്യൺ. 0.28 മില്യൺ ശരിയല്ലേ? 0.28 മില്യൺ. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ അത് ടൈമുമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്ക്. ടൈമുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടി? ടൈമുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 2.8 മില്യൺ കിട്ടി. ശരിയല്ലേ? ഈ 2.8 മില്യൺ ആഫ്റ്റർ 10 ഇയേഴ്സ് ആണ്. അപ്പൊ നോക്ക, 2.8 പ്ലസ് 10 എത്ര വന്നു? സോറി, 10 അല്ല, ആരുമായിട്ടാണ് 14 മില്യണുമായിട്ട് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ ടോട്ടൽ എത്ര വരും? 16.8 മില്യൺ ഇസ് ദ റൈറ്റ് ആൻസർ. 16.8 മില്യൺ ഇസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ മക്കളെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എപ്പോഴും നീറ്റിൽ വരും എന്ന് പ്രതീക്ഷിക്കേ വേണ്ട. ഒരിക്കൽ കൂടി നോക്കാം. ΔN/ΔT അല്ലെങ്കിൽ dN/dt = Rn ആണ്. അതിൽ R എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് മൈനസ് ഡെത്ത് റേറ്റ് ആണ്. ഇൻറ്റു 14 മില്യൺ നമുക്ക് 0.28 മില്യൺ കിട്ടി. അത് 0.28 മില്യൺ ആവും. നമ്മൾ ആ 10 ഇയേഴ്സ് വെച്ച് നോക്കിയാൽ ഓവർ 10 ഇയേഴ്സ് അത് 14 മില്യൺ ആയിട്ട് ആഡ് ചെയ്താൽ 16.8 ആണ്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ ഒന്ന് സിമ്പിൾ ആയിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കാം. അപ്പൊ 16.8 എത്ര പേര് ശരിയാക്കി എന്ന് ആലോചിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളത് ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അവസാനത്തെ 14 മില്യൺ ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ പലർക്കും 2.8 ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, സാരമില്ല. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കയറി. സെലക്ട് ദ കറക്റ്റ് ആൻസർ. ശരിയായ ഉത്തരം നോക്കാം മക്കളെ. ശരിയായ ഉത്തരം, ഡെസേർട്ട് ലിസാർഡ് സൂര്യപ്രകാശത്തിൽ പോയി നിൽക്കും, പുറമേ എന്താവുമ്പം തണുപ്പാവുമ്പം. അതേസമയം ഷെയ്ഡിലേക്ക് മൂവ് ചെയ്യും, പുറമേ ചൂടാവുമ്പം. കറക്റ്റ് ആൻസർ അല്ലേ? അടുത്ത് നോക്കാം. മൈഗ്രേഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് ഒരു സ്ട്രെസ്ഫുൾ ഹാബിറ്റാറ്റ് എന്ന് മോർ ഹോസ്പിറ്റബിൾ ഏരിയയിലേക്ക് പോയിട്ട് തിരിച്ചു വരും. അതും കറക്റ്റ് അല്ലേ? രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു
ബോത്ത് ആർ കറക്റ്റ്. ഇത് തെറ്റിച്ചിട്ടുണ്ടാവില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 26ാമത്തെ ചോദ്യം നോക്ക്. ആൾട്ടിറ്റ്യൂഡ് സിക്നസ്. NCERTയിലെ ആദ്യത്തെ ആ ഒരു അലൻസ് റൂള് കഴിഞ്ഞ അടുത്ത പാരഗ്രാഫ് തുടങ്ങുന്ന തന്നെ മണാലി പോകാം, അതല്ലെങ്കിൽ കുളു മണാലിയിൽ റോങ്താങ് പാസ്, ചൈന ഒക്കുപ്പൈ ചെയ്ത ടിബറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. എബവ് 3500 എബവ് 3500 മീറ്റർ എന്ന് കാണാം. ശരിയല്ലേ? അടുത്ത ചോദ്യം നോക്കണ 27ാമത്തെ ചോദ്യം. മാക് ആർദറിന്റെ ഫൈൻഡിങ്സ് പ്രകാരം കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷന്റെ ഒരു എക്സാമ്പിൾ ആണ്. പക്ഷെ മാക് ആർദർ എന്തിലാണ് വർക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് റിസോഴ്സ് പാർട്ടീഷനിങ് ആണ്. അപ്പൊ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ എന്ന പേരും കേട്ടു, മാക് ആർദർ എന്ന പേരും കേട്ടു. കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ എന്ന പേരും മാക് ആർദർ എന്ന ടേമും കേട്ടു. അപ്പൊ ഒരു ചെറിയ കൺഫ്യൂഷൻ അവിടെ ഡെവലപ്പ് ചെയ്യാം. പക്ഷെ ഇൻ ദ വേക്ക് ഓഫ് മാക് ആർദർ ഫൈൻഡിങ്സ് വ്യക്തമായിട്ടുള്ളത് കൊണ്ട് റിസോഴ്സ് പാർട്ടീഷനിങ് ആണ്. 2 species occupying the same niche can coexist in a community. രണ്ടാമത്തതല്ലേ കറക്റ്റ് ആൻസർ? ശരിയല്ലേ? ഓക്കെ. മൈഗ്രേഷൻ എന്ന് പറയുന്നത് ടെമ്പറലി ഫ്രം എ സ്ട്രെസ്ഫുൾ ഹാബിറ്റാറ്റ് ടു എ മോർ ഹോസ്പിറ്റൽ ഏരിയ എന്നുള്ളതാണ് ശരി. കറക്റ്റാ. ഓക്കെ. വേണമെങ്കിൽ പെർമനന്റ് ആയിട്ട് പോയിട്ട് തിരിച്ചു വരണം എന്നാണ്. അത് ശരിയാ. ഓക്കെ. വീണ്ടും മക്കളെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 28ാമത്തെ ചോദ്യം നോക്കും മക്കളെ. 28ാമത്തെ ചോദ്യം. ഒരു ഫീൽഡ് എക്സ്പെരിമെന്റില് എല്ലാ സ്റ്റാർ ഫിഷും റിമൂവ് ചെയ്തു. അങ്ങനെയെങ്കിൽ ആരാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ എക്സ്റ്റിങ്ക്റ്റ് ആവുക എന്ന് ചോദിച്ചാൽ നമ്മൾ ആരെയാ പറയാം? മോർ ദാൻ 10 species ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ശരിയല്ലേ? 10 species ഓഫ് ഇൻവെർട്ടിബ്രേറ്റ്സ്. ഇതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ശരിയല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് നോക്കാം മക്കളെ. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യം നോക്കാം. 29ാമത്തെ ചോദ്യത്തിൽ നോക്ക്. നോർവേ റാറ്റിന്റെ ആർ വാല്യൂ, ഫ്ലോർ ബീറ്റിലിന്റെ ആർ വാല്യൂ, അതേപോലെ ഹ്യൂമൻ പോപ്പുലേഷന്റെ ആർ വാല്യൂ ചോദിച്ചാൽ നോക്കൂ മക്കളെ. 0.015, 0.12, 0.0205. അപ്പൊ പിന്നെ 2 അല്ലേ കറക്റ്റ് ആൻസർ? ശരിയല്ലേ? 2 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ 30ാമത്തെ ചോദ്യം നോക്ക്. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. റിത ഏത് ക്വസ്റ്റ്യനാ മോളെ? 1? റിത അലൻ ഏത് ക്വസ്റ്റ്യനാ മോളെ? മാർക്കിംഗ് 222. എവിടെയാ വ്യത്യാസം വന്നേ? ഓക്കെ. ഏത് ചോദ്യമാണെന്ന് പറയാം. സുൽഫത്തെ ഏതായിരുന്നു? ഓക്കെ. ഈ ഒരു ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നോക്കടാ. ജനനം മുതൽ നോർമൽ ഡെത്ത് വരെയുള്ളത് ലൈഫ് സ്പാൻ. കറക്റ്റ് അല്ലേ? അത് നോക്കുക. ലൈഫ് സ്പാൻ ഓഫ് ഓർഗാനിസം ആർ നെസസറി കോറിലേറ്റഡ് വിത്ത് ദ സൈസ്, നോട്ട് നെസസറി കോറിലേറ്റഡ് എന്ന് വരണം. മൂന്നാമത്തെ നോക്ക്. പീപ്പിൾ ട്രീ ഹാസ് മച്ച് ഷോർട്ടർ ലൈഫ് സ്പാൻ. രണ്ടിന്റെയും ലൈഫ് സ്പാൻ ഏകദേശം സെയിം ആണ്. അവസാനത്തെ നോക്കുക. നോ ഇൻഡിവിജ്വൽ ഇസ് ഇമ്മോർട്ടൽ എക്സെപ്റ്റ് സിംഗിൾ സെൽ ഓർഗാനിസം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ ഏതാ കറക്റ്റ് ആൻസർ വരാം? എയും ഡിയും അല്ലേ കറക്റ്റ് ആൻസർ? സോ 4ാമത്തെ അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? ശരിയല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കാം. 26ാമത്തെ ചോദ്യമാണോ? 26ാമത്തെ ചോദ്യമാണോ ഡൗട്ട്? ഏതാ മക്കളെ ഡൗട്ട്? അജീഷ മൈഗ്രേഷന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു. ഏതാ മൈഗ്രേഷന്റെ ക്വസ്റ്റ്യൻ? ഓക്കെ. നോക്കാം. നമുക്ക് ലാസ്റ്റ് നോക്കാം. 31ാമത്തെ ചോദ്യം. ആ ചോദ്യം ഏതാ നോക്കണേ? 31ാമത്തെ ചോദ്യം നോക്കടാ. ക്ലോൺ എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ. വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഇതിന് ആൻസർ കിട്ടും. ഏതാ?
മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ. മോർഫോളജിക്കലി ആൻഡ് ജെനറ്റിക്കലി സിമിലർ. മൂന്നാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ശരിയല്ലേ? അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത സിമ്പിൾ ചോദ്യ. 32ാമത്തെ ചോദ്യം നോക്കാം. ഏതാ മക്കളെ ചോദ്യത്തിന് നമ്പർ പറ. സുൽഫത്തെ മൈഗ്രേഷന്റെ ക്വസ്റ്റ്യൻ ഏതാ? 25ാമത്തെ ചോദ്യ നോക്കാം. 25 ഏതാ മക്കളെ? 25 രണ്ടാമത്തതല്ലേ? യെസ് ഡെസേർട്ട് ലിസാർഡ് അബ്സോർബ്. ആദ്യത്തത് കറക്റ്റ് ഓപ്ഷൻ ആണ്. രണ്ടാമത്തത് മൈഗ്രേഷൻ ഇസ് മൂവിങ് എവേ പെർമനന്റ്ലി. അപ്പൊ പിന്നെ അത് മാറ്റണം. അപ്പൊ രണ്ടാമത്തതല്ല മക്കളെ, രണ്ടാമത്തത് ടെമ്പറലി ഫ്രം ദ സ്ട്രെസ്ഫുൾ ഹാബിറ്റ് ടു എ മോസ്റ്റ് ഹോസ്പിറ്റൽ ഏരിയ ആൻഡ് റിട്ടേൺ ആണ്. ടെമ്പറലി ആണ്. അപ്പൊ ഓൺലി വൺ ഇസ് റൈറ്റ്. അപ്പൊ 25th ഫസ്റ്റ് ആണ്. പറഞ്ഞ നന്നായി. ഓക്കെ, അപ്പൊ 25th പെർഫെക്റ്റ് ആയോ? ഓക്കെ സെറ്റായി, റെഡി. അങ്ങനെയാണെങ്കിൽ 26th ഓക്കെ അല്ലേ? 27 ഓക്കെ അല്ലേ? 28 ഓക്കെ അല്ലേ? 29 ഓക്കെ അല്ലേ? 30 ഓക്കെ അല്ലേ? 31st ഓക്കെ അല്ലേ? 32nd വാ. വിച്ച് among the following ഓർഗാനിസത്തിൽ സെൽ ഡിവിഷൻ തന്നെ അതിന്റെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ? സെൽ ഡിവിഷൻ തന്നെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതാ വരാ? പ്രോട്ടിസ്റ്റ ആൻഡ് മൊണീറ. നമ്പർ 2 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. 33ാമത്തെ ചോദ്യം നോക്ക്. ഏറ്റവും ചെറിയ ലിവിങ് സെല്ലിന്റെ പേരാണ് ചോദിക്കുന്നത്. സ്വന്തമായി സെൽ വോൾ പോലും ഇല്ല. ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? മൈക്കോപ്ലാസ്മ ഇസ് ദ റൈറ്റ് വൺ. കറക്റ്റ് അല്ലേ? 34ാമത്തെ ചോദ്യം നോക്കടാ. ആൽഗെ. ഇത് ചിലപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. ഇത് NCERT-നെ മാത്രം ആലോചിച്ച് നോക്കാം. NCERT-ൽ എവിടെയും ആൽഗകൾ ഹാപ്ലോണ്ടിക് മാത്രമാണ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ആൽഗകൾ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്നുണ്ട്. ശരിയല്ലേ? ഹാപ്ലോണ്ടിക് കാണിക്കുന്നത് ക്ലാമിഡോമോണാസ് ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് ആൽഗകളുണ്ട്. ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ആൽഗയില്ലേ? ഫ്യൂക്കസ് ഡിപ്ലോണ്ടിക് കാണിക്കുന്നില്ലേ? ഹാപ്ലോ ഡിപ്ലോണ്ടിക് കാണിക്കുന്ന ആൽഗയില്ലേ? ഏതാ? കെൽബ്സ് ഉണ്ട്, പോളിസൈഫോണി ഉണ്ട്. ഇതൊക്കെ ഹാപ്ലോ ഡിപ്ലോണ്ടിക് അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആൽഗെ ഹാപ്ലോണ്ടിക് മാത്രമാണ് എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റോ? ഇല്ല. ഓൾ ഓഫ് ദീസ് ആണ്. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിളിന്റെ താഴെ എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ? ദിസ് ഷോസ് ആൽഗെ ഷോസ് ഹാപ്ലോണ്ടിക് only എന്ന് കാണിക്കുന്നുണ്ടോ? ഇല്ല. എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഓൾ ഓഫ് ദീസ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. 35ാമത്തെ ചോദ്യം നോക്കുക. സൈക്കസിന്റെ റൂട്ടിന്റെ പേരെന്ത്? വലിയ ബുദ്ധിമുട്ടില്ലാതെ അത് ആൻസർ ചെയ്തിട്ടുണ്ടാവും. കോറലോയിഡ് റൂട്ട്സ്. ഇതല്ലേ മോളെ കറക്റ്റ് ആൻസർ? കോറലോയിഡ് റൂട്ട്സ്. അപ്പൊ നമ്മൾ സെക്ഷൻ എ ഇതോടുകൂടി അവസാനിച്ചു. സെക്ഷൻ ബിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. സെക്ഷൻ ബിയിൽ അത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ആദ്യത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. നോക്ക്, TI പ്ലാസ്മിഡ് എന്ന് പറയുന്നത് അഗ്രോബാക്ടീരിയം ടൂമിഫേഷൻ. അപ്പൊ 1A ആണ്. എക്കോ ആർഫസ്റ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. 2D ആണ്. 2D. അപ്പൊ പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. ഫസ്റ്റ് വൺ ഇസ് ദ ആൻസർ. 3 for B, 4 for C. ശരിയല്ലേ? അടുത്ത നോക്കടാ. വീണ്ടും അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ്. 37ാമത്തെ ചോദ്യം. ഇത് തന്നെ മറ്റൊരു ഫോമിൽ കൊടുത്താണ്. എക്കോ ഓർഫസ്റ്റ് എവിടുന്ന എടുത്തതെന്ന് ചോദിച്ചാൽ എക്കോ ഓർഫസ്റ്റ് എസ്ട്രീഷ്യ കോളൈൻ ആണ്. അപ്പൊ 1 for C. ഒന്നാമത്തത് കിട്ടിയാൽ തന്നെ ബാക്കിയുള്ളത് ആൻസർ ആയില്ലേ? രണ്ടാമത്തത് ബീറ്റ ഗാലക്ടോസിലേസ് ഇൻസേർഷൻ ഇനാക്ടിവേഷൻ. മൂന്നാമത്തത് B അല്ലേ? ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം. PBR പ്ലാസ്മിഡ്. അപ്പൊ ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരൊറ്റ ആൻസർ കിട്ടിയാൽ മതി. റെഡിയായി. 38ാമത്തെ ചോദ്യം നോക്കട. 38ാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ ഏതെല്ലാം? ഒന്ന് എക്കോ ആർഫസ്റ്റ്, DNA കട്ട് ചെയ്യാൻ. DNA ലിഗേസ്,
പ്രോട്ടിയസ് ആൻഡ് റൈബോന്യൂക്ലിയസ്, പ്രൊഡക്ഷൻ ഓഫ് റീകോംബിനന്റ് DNA, ലൈസോസൈംസ്, ഇതെല്ലാം വരില്ലേ? അപ്പൊ റൈറ്റ് ആൻസർ ഏതാ? ഫോർത്ത് വൺ ഇസ് ദ റൈറ്റ് വൺ. ഫോർത്ത് വൺ ഇസ് ദ റൈറ്റ് വൺ. A, B, C, D, E ഇതെല്ലാം വരും, ഇതെല്ലാം വരും, ഇതെല്ലാം വരും. ശരിയല്ലേ? 39ാമത്തെ ചോദ്യം നോക്ക്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, ഇൻസുലിൻ. ഇത് നമ്മൾ ചെയ്ത ചോദ്യമാണ്, മാരത്തോൺ ലൈവിൽ നമ്മൾ ചെയ്തതാണ്. ഇൻസുലിൻ പാൻക്രിയാസ് ഓഫ് സ്ലോട്ടേഡ് പിഗ്സ്, കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. ആനിമൽ ഇൻസുലിൻ ഡിഫിക്കൽട്ട് ടു ഒബ്റ്റെയിൻ, കറക്റ്റ് ഓപ്ഷൻ ആണ്. ആനിമൽ ഇൻസുലിൻ ഐഡന്റിക്കൽ ടു ഹ്യൂമൻ ഇൻസുലിൻ ആണോ? തെറ്റല്ലേ? അടുത്ത് നോക്കണം. റീകോംബിനന്റ് DNA allowed scientists to insert human insulin into bacteria. ഈക്കോളയിലേക്ക് ഇൻസേർട്ട് ചെയ്തില്ലേ? റീകോംബിനന്റ് ഇൻസുലിൻ obtained from E. coli, കറക്റ്റ് അല്ലേ? ഒരേ ഒരെണ്ണമേ തെറ്റുള്ളൂ, മൂന്നാമത്തെ മാത്രമേ തെറ്റുള്ളൂ. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു നമ്പർ 3. നമ്പർ 3. 40ാമത്തെ ചോദ്യം നോക്കണം. ഒരു പേഷ്യന്റ് വിത്ത് ഡിഫക്റ്റീവ് ADA is treated. താഴെ പറയുന്ന ഏത് സ്റ്റെപ്പാണ് ജീൻ തെറാപ്പിയിൽ പെർഫോം ചെയ്യുക? അശാന്തിക ഡിസിൽവ ലിംഫോസൈറ്റ്സ് പുറത്തെടുത്തു, അത് കൾച്ചർ ചെയ്തെടുത്തു, അത് പിന്നീട് നോർമൽ ADA ജീൻ നിക്ഷേപിച്ചു. നാലാമത്തത് അത് തിരിച്ച് അശാന്തിയിലേക്ക് നിക്ഷേപിച്ചു. 4ഉം കറക്റ്റ് ആണ്. സോ ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. ദ ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. ശരിയല്ലേ? 41ാമത്തെ നോക്കണം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിക്കുന്നത്. ആദ്യത്തെ നോക്കാം. ദ എമൗണ്ട് ഓഫ് ലിവിംഗ് മാറ്റർ ഇൻ എവറി ട്രോഫിക് ലെവൽ സ്റ്റാൻഡിംഗ് ക്രോപ്പ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഒന്നാമത്തത് കറക്റ്റ് ആണ്. സാപ്രോഫൈറ്റ്സിന് എക്കോളജിക്കൽ പിരമിഡിൽ ഒരു സ്ഥാനമേ ഇല്ല, കറക്റ്റ് ആണ്. മൂന്നാമത്തെ നോക്കൂ. എക്കോളജിക്കൽ പിരമിഡിൽ ഡസ് നോട്ട് അക്കോർഡ്, ഒരേ സ്പീഷീസ് ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവലില്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഹ്യൂമസ് എന്ന് പറയുന്നത് ആസ് എ റിസർവോയർ ഓഫ് ന്യൂട്രിയൻസ് ആണ്. അപ്പൊ ഇതെല്ലാം ശരിയല്ലേ? ഓൾ ആർ കറക്റ്റ് അല്ലേ മക്കളെ? അപ്പൊ 41 ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. 42 വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യത്തെ നോക്കുക. സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് ഇൻ സോയിൽ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം 2 അല്ലേ? ഗേഷ്യസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലേക്കാണ്. ബി ഫസ്റ്റ് അല്ലേ? ഒന്നാമത്തെ കിട്ടിയാൽ തന്നെ എല്ലാ ആൻസറും കിട്ടി. സോ ദ ഫസ്റ്റ് വൺ ഇസ് ദ റൈറ്റ് ആൻസർ. അത് കുറച്ചുകൂടി ഈസിയായി വന്നു. 43ാമത്തെ ചോദ്യം നോക്കുക. മാച്ച് ദ ഫോളോയിങ് കോളംസ്. നോക്കുക. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കാണിക്കുന്നത് ആൽഗി ആൻഡ് ഫിഷസ്. അപ്പൊ A2, ആകെ A2 വരുന്നത് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ പിന്നെ B3 ആണോ നോക്കിയാൽ പോരെ? കറക്റ്റ് ആണ്. C4 ആണോ നോക്കിയാൽ പോരെ? C4 ആണോ? കറക്റ്റ് ആണ്. D1 ആണോ നോക്കിയാൽ പോരെ? കറക്റ്റ് ആണ്. അപ്പൊ മൂന്നാമത്തതല്ലേ കറക്റ്റ്? 44ാമത്തെ ചോദ്യം നോക്കണം. ജിഞ്ചർ എന്ന് പറയുന്നത് ഏതിൽ വരും? ജിഞ്ചർ എന്ന് പറയുന്നത് റൈസോമിൽ വരും. A3 അല്ലേ? A3 2 ഉണ്ട്. അപ്പൊ ഇത്തവണ കൺഫ്യൂഷനായി. ഈസ്റ്റിന് ഏത് വരും? ഈസ്റ്റ് ബഡിങ്ങിൽ വരും. അപ്പൊ B4 ഇനി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. C1 ആണോ നോക്കിയാൽ പോരെ? കറക്റ്റ്. D2 ആണോ നോക്കിയാൽ പോരെ? കറക്റ്റ്. അപ്പൊ മൂന്നാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? 45ാമത്തെ ചോദ്യം നോക്ക്. 45 ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെക്ടറിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ്. കറക്റ്റോ റോങ്ങോ? എസെൻഷ്യൽ പാർട്ട്, ഒരു സംശയമില്ല. എസെൻഷ്യൽ പാർട്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വെക്ടറിൽ ആദ്യത്തെ ആള്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്ക്. ഈ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ആണ് റിപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? അതുകൊണ്ടല്ലേ അത് എസെൻഷ്യൽ പാർട്ടായിട്ട് മാറിയത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതാ പറയാം? എസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. റീസൺ ആ ഒരു എസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ശരിയല്ലേ? 46ാമത്തെ ചോദ്യം നോക്ക്. 46ാമത്തെ ചോദ്യം. ബ്രയോഫൈറ്റ്സ് പ്രൊവൈഡ് പീറ്റ്, സ്വാഗ്നം പീറ്റ് പ്രൊവൈഡ് ചെയ്യും. അത് എന്തിനുപയോഗിക്കും? ലോങ് ബീൻ യൂസ്ഡ് ആസ് എ ഫ്യൂൽ ആൻഡ് ആസ് എ പാക്കിംഗ് മെറ്റീരിയൽ. സ്വാഗ്നമാണ് പീറ്റ് പ്രൊവൈഡ് ചെയ്യുക, പാക്കിംഗ് മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അടുത്ത നോക്കുക. സ്റ്റേറ്റ്മെന്റ് ബി നോക്ക്. സ്റ്റേറ്റ്മെന്റ് ബി. ബ്രയോഫൈറ്റ് ആർ ഓഫ് ഗ്രേറ്റ് എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ്. NCERT വായിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം. ഗ്രേറ്റ് എന്നുള്ളതിന് പകരം ലിറ്റിൽ എക്കണോമിക് ഇമ്പോർട്ടൻസ്. ഗ്രേറ്റ് അല്ല, ലിറ്റിൽ ആണ്.
അപ്പൊ പിന്നെ സ്റ്റേറ്റ്മെന്റ് ബി ഒക്കെ ഇങ്ങനെയൊക്കെ പറയാമോ ടീച്ചറെ? സ്റ്റേറ്റ്മെന്റ് ബി തെറ്റായിട്ട് എടുക്കാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എ മാത്രമേ ഇവിടെ കറക്റ്റ് ഉള്ളൂ. ഒരു ചെറിയ വേർഡിൽ വന്നത് ചോദ്യത്തെ മാറ്റിമറിച്ചു. 47ാമത്തെ ചോദ്യം നോക്ക്. റോങ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. റോങ് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ഡയാറ്റംസ് ചീഫ് പ്രൊഡ്യൂസർ കറക്റ്റ് ആണ്. റോങ് ആട്ടോ ചോദിക്കുന്നത്. ഡയാറ്റംസ് മൈക്രോസ്കോപ്പിക് ആണ്, ഫ്ലോട്ട് ചെയ്യും, കറക്റ്റ് ആണ്. ഡയാറ്റംസിന്റെ വാള് ഈസിലി ഡിസ്ട്രക്റ്റബിൾ, തെറ്റ്. 3ാമത്തതല്ലേ മക്കളെ കറക്റ്റ് ആൻസർ. ഇനി 4ാമത്തത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 4ാമത്തത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 48ാമത്തെ ചോദ്യം നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് 15 മുതൽ 20 എണ്ണം ഉണ്ടാവണം എന്നാണ്. അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഒരിക്കൽ കൂടി നോക്കാം. മാരത്തോണിൽ ചെയ്തതാണ്. പ്രോട്ടിസ്റ്റ കണക്ടിങ് ലിങ്ക് ആണ്, ശരിയാണ്. പ്രോട്ടിസ്റ്റ് എസെക്ഷലി സെക്ഷലി ബൈ സെൽഫ് ഫ്യൂഷൻ സൈഗോട്ട് ഫോർമേഷൻ കറക്റ്റ് ആണ്. പ്രോകാരിയോട്ടിക് ആയതുകൊണ്ട് പ്രോട്ടിസ്റ്റേനസ് ബീയിങ് പ്രോകാരിയോട്ട്, തെറ്റ് 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 തെറ്റ്. ബീയിങ് പ്രോകാരിയോട്ട്. മാരത്തോൺ ലൈവിൽ നമ്മൾ ചെയ്ത ഈ ചോദ്യം തന്നെ നമ്മുടെ ഏതിലും വന്നു, ബാറ്റിലും വന്നു. സോ ദ റൈറ്റ് ആൻസർ goes to. So the right answer correct statement ആണ് 1ഉം 2ഉം. അപ്പൊ 4 അല്ലേ മക്കളെ കറക്റ്റ് ആൻസർ? 4ാമത്തതല്ലേ ശരിയായ ആൻസർ അല്ലേ? The 49th one. Again true or false? Again true or false? True ആണോ false ആണോ എന്ന് ഓരോ ഓപ്ഷൻ നോക്ക്. ബാക്ടീരിയ സിമ്പിൾ ഇൻ സ്ട്രക്ചർ ആണ്, പക്ഷെ കോംപ്ലക്സ് ഇൻ ബിഹേവിയർ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ചില ബാക്ടീരിയ ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോസിന്തറ്റിക്കോ കീമോസിന്തറ്റിക്കോ ആവാം, കറക്റ്റ് ആണ്. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഒബ്റ്റൈനിങ് ന്യൂട്രീഷൻ ഏത് പാരസൈറ്റ് വഴിയോ സാപ്രോട്രോഫിസം വഴിയോ, ശരിയല്ലേ മക്കളെ? ഹെറ്ററോട്രോഫിക് അതും കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്, എല്ലാം ശരിയാണ്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? യെസ്. 1, 2, 3 are true. 1, 2, 3 are true. കറക്റ്റ് അല്ലേ? 3ഉം കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദീസ് ഇല്ല. 1, 2, 3 എന്നാണ് അവിടെ വന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് സെക്ഷൻ ബിയിലെ അവസാനത്തെ ചോദ്യം. നമ്മള് ഒരു ഫോറിൻ DNA ബാം H1 സൈറ്റിൽ ലിഗേറ്റ് ചെയ്തു. റീകോമിനന്റ് പ്ലാസ്മിഡിന്റെ പ്രത്യേകത എന്ത്? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതാണ് PBR 322. ആ PBR 322ൽ ഇതും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ടെറ്റ് R ഉണ്ട്, ഇവിടെ ടെറ്റ് R ഉണ്ട്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ്. ഇവിടെ ആംപ് R ഉണ്ട്, ശരിയല്ലേ? ഇവിടെ ആംപ് ആറും ഇവിടെ ടെറ്റ് ആറും നമ്മൾ എവിടേക്കാ അറ്റാച്ച് ചെയ്തത്? ബാം H1 വരുന്നത് ടെറ്റ് ആറിലേക്കല്ലേ? അപ്പൊ ഇവിടേക്കല്ലേ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തത്? ഇവിടേക്ക് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തു. അപ്പൊ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്താൽ ടെട്രാസൈക്കിളിനെ റെസിസ്റ്റ് ചെയ്യുന്നത് വർക്ക് ചെയ്യില്ല. റീകോമ്പിനന്റ് ആണെങ്കിൽ ടെട്രാസൈക്കിൾ റെസിസ്റ്റൻസ് വർക്ക് ചെയ്യില്ല. റീകോമ്പിനന്റ് ആണെങ്കിൽ നോ റെസിസ്റ്റൻസ് ഫോർ ടെട്രാസൈക്ലിൻ. പക്ഷെ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഓക്കെ അല്ലേ? ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. ഷോ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഓൺലി. ആംബിസിലിനെ റെസിസ്റ്റ് ചെയ്യും. സോ ടെട്രാസൈക്കിൾ റെസിസ്റ്റന്റ്, തെറ്റ്. ടെട്രാസൈക്കിളിനെ റെസിസ്റ്റ് ചെയ്യൂല, കാരണം ടെട്രാസൈക്ലിൻ ഇനാക്റ്റീവായി. അങ്ങനെയാണെങ്കിൽ ഗ്രോ വെൽ ഓൺ ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം. ഗ്രോ വെൽ ഇൻ ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം ഇല്ല, അവിടെ വളരെയില്ല, ശരിയല്ലേ? അവിടെ വളരെയില്ല. നോട്ട് ഗ്രോ ഓൺ ആംബിസിലിൻ കണ്ടെയ്നിങ് മീഡിയം, അത് തെറ്റാണ്. ആംബിസിലിന് വളരാം. അപ്പൊ ആകെ ഒരൊറ്റ ഓപ്ഷനെ കറക്റ്റ് ഉള്ളൂ. കണ്ട ആംബിസിലിൻ റെസിസ്റ്റൻസ് ഓൺലി. ഷോ ആംബിസിലിൻ റെസിസ്റ്റൻസ് ഓൺലി. ശരിയല്ലേ? യാ. സോ എല്ലാ ചോദ്യങ്ങളും നമ്മൾ അവസാനിപ്പിച്ചു. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി. ഇനി നിങ്ങൾക്ക് മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങാം. എത്ര ചോദ്യങ്ങൾ തെറ്റി, അനാവശ്യമായി എത്ര ചോദ്യങ്ങൾ തെറ്റിച്ചിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ മക്കളെ? സോ ഇന്നത്തെ ലൈവ് 8 മണിക്ക് തുടങ്ങി ഈ 12 മണി വരെ 4 മണിക്കൂർ നിങ്ങൾ ലൈവിൽ സ്റ്റേ ചെയ്തു. അടിപൊളിയാ മക്കളെ, അടിപൊളി. അപ്പൊ എത്ര മാർക്ക് സ്കോർ ചെയ്തു നോക്കാം.
680 മുതൽ അങ്ങോട്ട് സൂപ്പർ മാർക്സ് ആണ്. 700ന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് റേസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. ഇത്രയും സമയം ലൈവിൽ ഇരുന്നത് തന്നെ നിങ്ങൾ സന്തോഷം. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് ലൈവ്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് വൺസ് അഗെയിൻ. ഗുഡ് നൈറ്റ്. താങ്ക് യു.